നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ അവസരം ക്രമീകരിച്ചു തന്ന പ്രിയപ്പെട്ടവർ, പാസ്റ്റേഴ്സ്, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട പാസ്റ്റർ ടോമങ്ങൾ അവർകൾ, കടന്നു വന്ന ദൈവദാസന്മാർ, ഈ മുറ്റത്തിൽ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് രാത്രിയിലും നമ്മളെ അനുഗ്രഹിക്കുവാൻ 2-3 പേർ ഇരിക്കുന്നവരുടെ ഇടയിൽ ഇരിക്കുമെന്ന് പറഞ്ഞ ദൈവം നമ്മുടെ മധ്യയിൽ കടന്നു വന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ചാർട്ടിലൂടെ ഇനി സംഭവിക്കുവാൻ പോകുന്നത് നിങ്ങളോട് ഈ ചാർട്ട് മുഖാന്തരം പഠിപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. നമ്മുടെ മുൻപിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇനി സംഭവിക്കുവാൻ പോകുന്നത് എന്ത്? ഇന്നും നാളെയും ഈ ചാർട്ടിലൂടെ ഇനി നമ്മുടെ മുൻപിൽ സംഭവിക്കുവാൻ പോകുന്ന സംഭവങ്ങൾ, ഇന്ന് രാത്രി യേശു ക്രിസ്തുവിൻ്റെ രഹസ്യ വരവും ആ വരവെങ്കിൽ സംഭവിക്കുന്നത് എന്ത് എന്നതും, നാളെ രാത്രി ഒരു വ്യക്തി യേശുവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ആ കൈവിടപ്പെടുന്നവരുടെ മേൽ വരുന്ന, ഈ ഭൂമിയിൽ വച്ച് വരുന്ന ഏറ്റവും വലിയ ന്യായവിധി എന്ത്, അതിന് കാരണം എന്ത് എന്നത് ഇന്നും നാളെയും നിങ്ങളെ പഠിപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. എനിക്കും മറ്റ് സ്റ്റേജുകളിൽ പഠിപ്പിക്കുന്നതേക്കാൾ ഇവിടെ പഠിപ്പിക്കുവാൻ എനിക്കെന്തോ തടസ്സം തോന്നുന്നു. എൻ്റെ മലയാളത്തിനും അതുപോലെ എൻ്റെ ശബ്ദത്തിനും പ്രശ്നം തോന്നുന്നു. കാരണം നിങ്ങൾ ഒത്തിരി നല്ല സ്റ്റാൻഡേർഡായി നന്നായി ശ്രദ്ധിക്കുന്നു. അതിനായി ദൈവത്തിന് സ്തോത്രം. നല്ല മലയാളം പറയുന്ന സ്ഥലത്തിനായി ദൈവത്തിന് സ്തോത്രം. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചാൽ ദൈവം നല്ല ദൂത് തരും. ഹല്ലേലൂയ. ഇവിടെ എളിയവൻ നിൽക്കുന്നെങ്കിലും കർത്താവ് എന്നെ ഉപയോഗിച്ചാലേ നിങ്ങളോട് എനിക്ക് പ്രസംഗിക്കുവാൻ പറ്റും. അതുകൊണ്ട് മുൻവിധിയില്ലാതെ ദൈവമേ ഞങ്ങളോട് സംസാരിക്കണേ എന്ന് പ്രാർത്ഥനയോടിരിക്കുമെങ്കിൽ ദൈവം നമ്മളോട് സംസാരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ എല്ലാം ഈ ചാർട്ടിലൂടെ ബൈബിളിലുള്ളതെല്ലാം തുറന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രയാസമില്ലല്ലോ. ഹല്ലേലൂയ. ഞങ്ങളുടെ നാട്ടിൽ പിള്ളേർ ചേർന്ന് യേശു കർത്താവ് ക്രൂസിൽ മരിക്കുന്നത് പോലൊരു നാടകം അഭിനയിച്ചു. നാടകത്തിൽ അവസാന സീന് യേശു കർത്താവായി ഒരു ചെറുക്കൻ അഭിനയിക്കുന്നു. അവൻ നാടകത്തിൽ യേശു മരിച്ചതുപോലെ അവന് നാടകത്തിൽ അഭിനയിച്ചു മരിച്ചു. അവസാനം ഒരു സീനുണ്ട്, വിലാപ്പുറത്ത് കുത്തണം, അല്ലേ? കുന്തം വെച്ച് കുത്തണം. ആ കുത്താൻ കൊണ്ടുവന്ന കുന്തം ഒരു നല്ലൊരു ഇരുമ്പ് കമ്പിയായിരുന്നു. എന്നാൽ അത് കൊണ്ടുവന്നപ്പോൾ ആ കമ്പിയുടെ അറ്റത്ത് സ്പോഞ്ച് വെച്ചിരുന്നു. യേശു കർത്താവ് ഇങ്ങനെ മരിച്ചു നിൽപ്പുണ്ട്, എല്ലാ 7 വാക്കും പറഞ്ഞ് ഇങ്ങനെ ഇരിപ്പുണ്ട്. ഈ കുത്താൻ ഈ വടി കൊണ്ടുവന്നപ്പോൾ, ഈ കമ്പി കൊണ്ടുവന്നപ്പോൾ എങ്ങനെയോ വരുന്ന വഴിയിൽ ആ സ്പോഞ്ച് കടന്നു വിടുന്നു. ഇവൻ തേടിയിട്ട് സ്പോഞ്ചിനെ കണ്ടില്ല. കുത്തുന്നവൻ കുത്തുകയും ചെയ്യണം, വേറെ വഴിയില്ല. ഈ കമ്പി വെച്ച് യേശുവിന് ഒരു കുത്തു കൊടുത്ത്. യേശു ക്രോസിൽ മരിച്ചിരുന്ന യേശു വേദന താങ്ങാതെ, സഹിക്കാൻ വയ്യാതെ, വടിവെച്ച് കുത്തിയിലിടാ, ഞാൻ താഴെ ഇറങ്ങി വന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അതുപോലെ ഞാൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ എന്നോട് പിണങ്ങുകയോ വിരോധിക്കുകയോ ചെയ്യരുത്. ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ദൈവം തന്ന ആലോചനകൾ നിങ്ങളോട് പറയുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഒരു സ്തോത്രം പറയാം. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ചാർട്ടിൽ ഞാൻ മുകളിൽ തമിഴിൽ എഴുതിയിട്ടുണ്ട്, ആ ദിവസം, അന്തനാൾ, ആ ദിവസം. ഈ ചാർട്ടിലുള്ള മാക്സിമം സബ്ജക്റ്റ് ആ ദിവസത്തിൽ സംഭവിക്കുവാൻ പോകുന്നതാണ്. അതിനായി ബൈബിളിൽ നിന്ന് നമുക്ക് വചനം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 34-ാം വാക്യം നമുക്ക് വായിക്കാം. 34, 35 വാക്യം. ലൂക്കോസ് സുവിശേഷം 21, 34, 35. നിങ്ങളുടെ ഹൃദയം മദ്യപാനത്താലും ചിന്തകളാലും ഭാരപ്പെട്ടിട്ട്, ശ്രദ്ധിക്കണം, ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോൽ വരാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. അത് ആ ദിവസം സർവഭൂതലത്തിന്മേലും വസിക്കുന്ന ഏവരുടെ മേലും വരും. ആകയാൽ ഇന്നും നാളെ ഞാൻ പഠിപ്പിക്കുന്ന ഇനി സംഭവിപ്പാനുള്ള എല്ലാത്തിനും നിങ്ങൾ തെറ്റി ഒഴിഞ്ഞു പോവാനും മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പാൻ പ്രാപ്തരാകേണ്ടതിനും സദാസമയം പ്രാർത്ഥിച്ചും ഉണർന്നും പ്രാർത്ഥിച്ചും ഇരിപ്പിൻ. ഇവിടെ തമിഴിൽ ഞാൻ എഴുതിയിട്ടുണ്ട്,
ആ ദിവസം, അന്തനാൾ, ആ ദിവസം, ആ ദിവസം ഈ ഭൂമിയുടെ മേൽ വരുവാൻ പോകുന്നു. ഈ ദിവസത്തിന് മുൻപ് ബൈബിളിൽ പറയപ്പെട്ട എല്ലാ പ്രവചനങ്ങളും അത് നിവൃത്തിയായി. ഇനി നിവൃത്തിയാകേണ്ട പ്രവചനം, ആ ദിവസത്തിന്റെ പ്രവചനമാണ് ഇനി ലോകത്ത് നിവൃത്തിയാകേണ്ടത്. ഈ ദിവസം എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ യേശു കർത്താവിന്റെ രഹസ്യ വരവ്, തമിഴിൽ എഴുതിയിട്ടുണ്ട് രഹസ്യ വരവ് അല്ലെങ്കിൽ റാപ്ചർ. റാപ്ചർ മുതൽ യേശു കർത്താവ് ഒലിവമലയിൽ പരസ്യമായി വരുന്നത് വരെ, ഒലിവമലയിൽ പരസ്യമായി സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് പരസ്യമായി വരുന്നത് വരെയുള്ള 7 വർഷത്തേക്ക് ഈ 7 yearsന് ബൈബിൾ കൊടുത്തിരിക്കുന്ന വാക്ക് ആ ദിവസം എന്നാണ്. ആ ദിവസം ചിലപ്പോൾ കർത്താവിന്റെ വരവ് ഇന്ന് രാത്രി സംഭവിച്ചാൽ, ഇന്ന് രാത്രിയിൽ നിന്ന് യേശു കർത്താവിന്റെ പരസ്യ വരവ് വരെയുമുള്ള 7 വർഷങ്ങൾ, അതിൽ രഹസ്യവരവ് പരസ്യവരവ് ഉൾപ്പെടെ 7 വർഷങ്ങൾക്ക് വേദപുസ്തകം കൊടുത്തിരിക്കുന്ന പേര് ആ ദിവസം എന്നാണ്. ഹല്ലേലൂയ. ഈ ദിവസം പെട്ടെന്ന് കെണിപോൽ വരും. ഈ ദിവസത്തെ കുറിച്ച് കർത്താവ് പറയുന്നത് ജാതികളോടല്ല, രക്ഷിക്കപ്പെടാത്തവരോടല്ല. കർത്താവ് പറഞ്ഞത് യേശുവിന്റെ വരവിനെ കുറിച്ച് ദൈവത്തോട് ചോദിച്ച 12 ശിഷ്യന്മാരോടാണ്. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് നിങ്ങൾ വിചാരിക്കാത്ത സമയം, ആ ദിവസം നിങ്ങളുടെ മേൽ വരാതിരിപ്പാൻ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളി. ഹല്ലേലൂയ. യേശു കർത്താവിന് 7 വർഷം ചേർത്ത് ആ ദിവസം എന്ന് പറയുവാൻ കർത്താവിന് കഴിയും. അതിന് കാരണം ഈ ഭൂമി ഒരിക്കൽ സൂര്യനെ ചുറ്റി വരുവാൻ എത്ര ദിവസം വേണം? ഭൂമി ഒരിക്കൽ സൂര്യനെ ഒന്ന് ചുറ്റി വരുവാൻ എത്ര ദിവസം വേണം? 365 ദിവസം. ഹല്ലേലൂയ. ഞാൻ എന്റെ ജീവിതത്തിൽ മിക്കവാറും ഒരു വർഷത്തിന് 25 മുതൽ 30 ആഴ്ചകൾ പ്രസംഗിക്കാൻ, ക്ലാസ് എടുക്കാൻ പോകും. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിക്കണം, ആ ദിവസം പെട്ടെന്ന് വരും. അപ്പോ ഒരു വർഷത്തിന് എത്ര ദിവസം? ഒരിക്കൽ ഭൂമി സൂര്യനെ ഒന്ന് ചുറ്റി വരാൻ 365 ദിവസം വേണം. ശ്രദ്ധിക്കണം, വ്യാഴൻ ഗ്രഹം ഒരിക്കൽ സൂര്യനെ ചുറ്റി വരണമെങ്കിൽ ഭൂമിയുടെ 260 വർഷമായാലേ ഒരിക്കൽ വ്യാഴൻ ഗ്രഹം ഭൂമിയെ ചുറ്റി വരത്തുള്ളൂ. ഭൂമിയുടെ 260 വർഷം വ്യാഴൻ ഗ്രഹത്തിന്റെ 1 വർഷം, 1 വയസ്സ്. ഇതുപോലെ എത്രയോ ഗ്രഹങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് 1000 ദിവസത്തെ, 1000 വർഷത്തെ 1 ദിവസം, 1 വർഷം എന്ന് പറയാൻ നമ്മുടെ കർത്താവിന് മാത്രം കഴിയും. മനസ്സിലായോ എന്തോ? അങ്ങനെയാണെങ്കിൽ 7 വർഷത്തെ ചേർത്ത് നമ്മുടെ യേശു കർത്താവ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. ആ ദിവസം ന്യായവിധിയുടെ, കർത്താവിന്റെ വരവിന്റെ ആ ദിവസം ഈ ഭൂമിയിൽ പെട്ടെന്ന് വരുവാൻ പോകുന്നു. ഹല്ലേലൂയ. ഞാൻ ഈ പ്രസംഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ കാഹള ശബ്ദം മധ്യാകാശത്തിൽ കേട്ടാൽ ആ നേരം മുതൽ കർത്താവ് പരസ്യമായി ഈ ഭൂമിയിൽ വരുന്ന ആ പരസ്യ വരവ് വരെയുള്ള 7 വർഷങ്ങൾക്ക് ബൈബിൾ കൊടുത്തിരിക്കുന്ന പേര് ആ ദിവസം എന്നാണ്. ഈ ദിവസം എങ്ങനെയായിരിക്കും? ഇതിനെക്കുറിച്ച് 1-2 വാക്കുകൾ നമുക്ക് വായിക്കാം. മലാക്കി പ്രവചനം 4-ാം അധ്യായം 5-ാം വാക്യം, മലാക്കി പ്രവചനം 3-ാം അധ്യായം 2-ാം വാക്യം, സഖരിയ പ്രവചനം 13-ാം അധ്യായം 7-ാം വാക്യം വായിക്കാം. 1-2 വാക്യങ്ങൾ. വലുതും ഭയങ്കരവുമായ ദിവസം, നാൾ വരുന്നതിന് മുന്നേ. ശ്രദ്ധിക്കണം, ഈ ദിവസത്തിന് ഇന്ന് രാത്രി, ശ്രദ്ധിക്കണേ, ഇന്ന് രാത്രി യേശു കർത്താവ് ഭൂമിയിൽ രഹസ്യത്തിൽ വന്നാൽ നാളെ മുതൽ ഞാൻ പുറകെ പഠിപ്പിക്കും, ലോകമുണ്ടായിട്ട് ഇന്നുവരെയും കണ്ടിട്ടില്ലാത്ത അതിഭയങ്കരമായ കഷ്ടം, ന്യായവിധി ഈ ഭൂമിയിൽ സംഭവിക്കും. ഈ ദിവസത്തെ കുറിച്ച് ബൈബിൾ പറയുന്നു, യഹോവയുടെ വലുതും ഭയങ്കരമായ ദിവസം. ഇനിയും സഖരിയ മലാക്കി പ്രവചനം 3-ാം അധ്യായം 2-ാം വാക്യം, അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കുവാൻ കഴിയും? ഒരു മനുഷ്യനും സഹിക്കുവാൻ പറ്റാത്ത ഒരു ദിവസം. സഖരിയ പ്രവചനം 14-ാം അധ്യായം 7-ാം വാക്യം, സഖരിയാവ് 14:7. സഹോദരൻ, മാത്രം അറിയുന്ന ഒരു ദിവസമുണ്ട്. പകലല്ല, രാത്രിയല്ല. ഇപ്പോ നമുക്കറിയാം ഇത് രാത്രി, നേരം വെളുത്ത പകൽ.
ഇന്ന് രാത്രി യേശു കർത്താവ് വന്നാൽ നാളെ രാവിലെ നിങ്ങൾ പകലെന്ന് പറയത്തില്ല, എന്നാൽ രാത്രി എന്നും പറയാൻ പറ്റത്തില്ല. പകലല്ലാത്ത, രാത്രി അല്ലാത്ത, ഒരു മനുഷ്യനും സഹിക്കുവാൻ പറ്റാത്ത വലുതും ഭയങ്കരമായ ദിവസം പെട്ടെന്ന് ഈ ഭൂമിയിൽ വരുവാൻ പോകുന്നു. ഹല്ലേലൂയ. അത് മാത്രമല്ല, ഈ ഇന്ന് ചില പുരുഷന്മാർ, സഹോദരന്മാർ സാധാ കരയത്തില്ല. സഹോദരിമാർ കരയും, സഹോദരന്മാർ കണ്ണിൽ നിന്ന് കണ്ണീർ വരത്തില്ല, ഹൃദയം കരയും. എന്നാൽ കർത്താവിന്റെ ദിവസം ഇന്ന് രാത്രി യേശു വന്നാൽ നാളെ മുതൽ വീരൻ, തമിഴ് ബൈബിളിൽ പരാക്രമശാലി, അവൻ പോലും നിലവിളിച്ചു കരയും. അങ്ങനെ ഒരു ദിവസം ഈ ഭൂമി വരും. വായിക്കാം, സപ്പനിയ പ്രവചനം 1-ാം അധ്യായം 13-ാം വാക്യം മുതൽ വായിക്കും, 14-ാം വാക്യം മുതൽ. സപ്പനിയ പ്രവചനം 1:14 മുതൽ. സ്വതന്ത്രം. സപ്പനിയ 1:14 മുതൽ. യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്നു, വരുന്നു. വീരൻ അവിടെ കഠിനമായി നിലവിളിക്കും. ക്രോധ ദിവസം, കഷ്ടവും സങ്കടവുമുള്ള ദിവസം ഉള്ള ദിവസം. ശരി, ഒത്തിരി പറഞ്ഞിട്ടുണ്ട് ആ ദിവസത്തെ കുറിച്ച്, ഒത്തിരി വചനമുണ്ട്. ഞാൻ കുറച്ച് വചനങ്ങൾ മാത്രം പറയുന്നു. അങ്ങനെ ഒരു വലിയ ക്രൂരമായ കൊടിയ ദിവസം ഈ ഭൂമിയിൽ വരുവാൻ പോകുന്നു. ഹല്ലേലൂയ. ആമേൻ. ആ ദിവസം എപ്പോൾ വരും? ആ ദിവസം വരുന്നതിന് അല്പം മുമ്പ് യേശു കർത്താവിന്റെ വരവ് മധ്യാകാശത്തിൽ സംഭവിക്കും. ഹല്ലേലൂയ. അപ്പൊ ലോകമെല്ലാം ഇന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നു യേശുവിന്റെ വരവിനു വേണ്ടി. നമ്മളും കാത്തിരിക്കുന്നു യേശുവിന്റെ വരവിനു വേണ്ടി. ആരംഭകാലത്തിൽ മലയാളികൾ പ്രാർത്ഥിച്ച് അവസാനിക്കുമ്പോൾ അവർ ഒരുമിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, ആമേൻ കർത്താവായ യേശുവേ. ഇപ്പൊ ഈ ശബ്ദം ഞാൻ പലയിടത്ത് പോയിട്ടും എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഉള്ള മലയാള സഹോദരങ്ങൾ പറയുന്നത് ഇപ്പൊ വരണ്ട, അല്പം കഴിഞ്ഞ് വന്നാൽ മതി. ഇപ്പൊ ആരും ആ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കേൾക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ ശ്രദ്ധിക്കണേ, വിദേശികൾ കാണുമ്പോൾ അവർ പറയുന്ന ഒരു വാക്ക് മാരനാഥ, യേശു വരുന്നു. ഹല്ലേലൂയ. അങ്ങനെ യേശുവിന്റെ വരവിനെ ലോകമെങ്ങും പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഇന്നത്തെ ലോകത്ത് പിശാച് ഉപജീവന ചിന്തയും, അല്ലെങ്കിൽ പിള്ളേരെ കുറിച്ചുള്ള ഭാരം, പിള്ളേരെ പഠിപ്പിക്കണം, പിള്ളേരെ കെട്ടിക്കണം, അല്ലെങ്കിൽ വീട് വയ്ക്കണം, ജോലി ഉണ്ടാകണം എന്ന ചിന്ത പിശാചിട്ട് ദൈവസഭയെ അല്പമായി ദൈവസന്നിധി വിട്ട് വിലക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ദൈവജനമേ, നിങ്ങൾ വിചാരിക്കാത്ത സമയം ആ ദിവസം പെട്ടെന്ന് കെണിപോൽ ഈ ഭൂമിയിൽ വരുവാൻ പോകുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആദ്യം സംഭവിക്കുന്നത് യേശു കർത്താവിന്റെ വരവാണ്. യേശു കർത്താവിന്റെ വരവിന് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ 1845 പ്രാവശ്യം വേദപുസ്തകത്തിൽ യേശു കർത്താവ് വരും എന്ന് പ്രവചനമായി പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ പറഞ്ഞ പ്രവചനം എഴുത്തിൻ പ്രകാരം അതുപോലെ നിവൃത്തിയായി. യേശുവിന്റെ വരവിന് 2 വരവ് നമ്മൾ പറയാറുണ്ട്. ഒന്ന് രഹസ്യ വരവ്, മറ്റൊന്ന് പരസ്യ വരവ്. രഹസ്യ വരവിന് ബൈബിളിൽ എവിടെയും രഹസ്യമായി വരുമെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ബൈബിൾ പറയുന്നു യേശു കർത്താവ് കള്ളനെ പോലെ വരും. ഹല്ലേലൂയ. യേശു കർത്താവ് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 2-ാം വാക്യം, 2 പത്രോസ് 3-ാം അധ്യായം 10-ാം വാക്യം വായിക്കണേ. ഏതെങ്കിലും ഒരു വാക്യം. 1 തെസ്സലോനിക്കർ 5:2. കള്ളൻ രാത്രി വരുമ്പോലെ കർത്താവിന്റെ നാൾ വരുമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നുവല്ലോ. യേശു കർത്താവിന് ഒത്തിരി വചനമുണ്ട്. യേശു തന്നെ പറഞ്ഞു, ഞാൻ കള്ളനെ പോലെ വരുന്നു. അപ്പൊ യേശു വരുന്നത് കള്ളനെ പോലെ വരും. ഹല്ലേലൂയ. നിങ്ങൾ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോ നിങ്ങളുടെ വീട്ടിൽ ഒരു കള്ളൻ കയറി. ഹല്ലേലൂയ. എന്തിനാ കള്ളൻ കയറിയത്? എന്തിനാ കയറിയത്? ഈ ക്ലാസ് ആണല്ലോ, സ്റ്റഡി ആണല്ലോ, തിരിച്ചു പറയാം, പ്രസംഗമല്ലല്ലോ. ഹല്ലേലൂയ. മോഷ്ടിക്കാൻ കയറി. കള്ളൻ കയറി വീട്ടിൽ കിടന്ന് 2 ഉടഞ്ഞ ബക്കറ്റും, ഉടഞ്ഞ 2 ചെയറും, ഒരു കീറിയ പായും, ഒരു പീറ്റ വസ്ത്രവും എടുത്തിട്ട് പോയാൽ അത് കള്ളനല്ല. കള്ളൻ വന്നാൽ എന്തിനെടുക്കും? വിലയുള്ളത്. യേശു കർത്താവ് കള്ളനെ പോലെ വരുന്നു. എന്തിനു വരുന്നറിയാമോ? കർത്താവിന്റെ വരവിന് ബൈബിൾ കൊടുത്തിരിക്കുന്ന വാക്ക് റാപ്ചർ എന്നാണ്. നിങ്ങൾ ഒത്തിരി പ്രസംഗം കേട്ടതാണ്, കേൾക്കാത്തത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. റാപ്ചർ എന്ന വാക്കിന്റെ അർത്ഥം മേഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കോഴിക്കുഞ്ഞിനെ ഒരു കഴുക് വന്ന് എന്ത് ചെയ്യുന്നു? തട്ടിയിട്ട് പോകുന്നു. ഇതാണ് റാപ്ചർ എന്ന വാക്ക്. എന്നാൽ യേശു കർത്താവ് വരുന്നത് കള്ളനെ പോലെ വരുന്നത് ഈ ലോകത്ത് വെച്ച് വിലയേറപ്പെട്ടതിന് ഈ ഭൂമിയിൽ നിന്ന് തട്ടിയിട്ട് പോകാനാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ ഭൂമിയിൽ വിലയേറിയത് ആരാണ്? ഹല്ലേലൂയ. വിലയേറിയത് ആരെന്ന് പറയാം. ബൈബിളിൽ യേശു കർത്താവ് വരുന്നതിൽ
പല ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന്, ദൈവസഭയ്ക്ക് കൊടുത്ത ചില പേരുകളുണ്ട്, ഞാൻ പുറകെ പറയും. മറ്റൊരു ഉദ്ദേശം ഈ ലോകത്തെ ന്യായവിധിപ്പാനാണ്. അപ്പോൾ ആദ്യത്തെ ഉദ്ദേശം യേശു കർത്താവ് വരുന്നത് മലാക്കി പ്രവചനം 3:17 യേശു കർത്താവ് ആ ദിവസം ഈ ഭൂമിയിൽ വരുന്നത് മലാക്കി പ്രവചനം 3:17 ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസം അവർ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ശ്രദ്ധിക്കണം, ഒരു ദിവസം ഈ ഭൂമിയിൽ വരുവാൻ പോകുന്നു. ആ ദിവസത്തെ കുറിച്ച് 4:1 മലാക്കി പ്രവചനം. ഇതോ ചൂള പോലെ കത്തുന്ന ദിവസം. ഞാൻ കുറച്ച് പുറകിൽ ഇല്ലെങ്കിൽ നാളെ പറയും എങ്ങനെ ഈ ഭൂമി ചൂള പോലെ കത്തും. ചൂള പോലെ കത്തുന്ന ദിവസം ഈ ഭൂമിയിൽ വരുന്നു. ഈ ചൂള പോലെ കത്തുന്ന ദിവസം ഭൂമിയിൽ വരുമ്പോൾ കർത്താവ് പറയുന്നു, അന്ന് തന്നെ കർത്താവ് ഒരു ദിവസം ഉണ്ടാക്കുന്നു. ആ ദിവസത്തിൽ കർത്താവിന്റെ ജനം, ദൈവം പറയുന്നു, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസം അവർ എനിക്കൊരു ഹല്ലേലൂയ. നിക്ഷേപം എന്ന വാക്കിന് ഇംഗ്ലീഷിൽ ട്രഷർ എന്നും ജുവൽസ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. തമിഴ് ബൈബിളിൽ സമ്പത്ത് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം ഇതാണ്: ലോകത്ത് ഏറ്റവും കൂടുതൽ വില കൊടുത്ത് വാങ്ങപ്പെട്ട വസ്തുവാണ് നിക്ഷേപം. ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇവിടെ ഇരിക്കുന്ന കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുന്നത് ആരെന്നാൽ നിക്ഷേപങ്ങളായ ദൈവസഭയാണ്, ദൈവജനമാണ്. ശ്രദ്ധിക്കണം, എങ്ങനെ നമ്മൾ നിക്ഷേപമായി. അത് ഞാൻ അല്പം പുറത്തു വന്ന രണ്ടൊരു വാക്ക് പറയുന്നു. ബൈബിളിൽ ഒരു സ്വർഗരാജ്യത്തെ കുറിച്ച് യേശു കർത്താവ് ഒരു മർമ്മം പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു: സ്വർഗരാജ്യം നിലത്തിൽ ഒളിച്ചിരിക്കുന്ന നിധി. ഞങ്ങളുടെ തമിഴ് ബൈബിളിൽ ഒരേ വാക്കാണ്, നിങ്ങളുടെ ബൈബിളിൽ നിധി എന്ന നല്ല വാക്ക് പറഞ്ഞിരിക്കും. നിധിയോട് സദൃശ്യം. അത് ഒരു മനുഷ്യൻ കണ്ടിട്ട് മറച്ചിട്ട് ചെന്ന് അതിനെക്കുറിച്ചുള്ള സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും. മത്തായി സുവിശേഷം 13:44 വായിക്കണേ. ഞാൻ നിങ്ങൾക്ക് വചനം കുറച്ചൊക്കെ അറിയാമെന്ന് വിചാരിച്ചു, എന്നാൽ പറ്റുന്നില്ല പറയാൻ, അതുകൊണ്ട് വായിക്കാം. മത്തായി സുവിശേഷം 13:44. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിയോട് സദൃശ്യം. അത് ഒരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് ചെന്ന് ആ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കണം, വയലിൽ നിധി, അത് ഒരു മനുഷ്യൻ കണ്ട് മറച്ച് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വിലയ്ക്ക് വാങ്ങി. അതിന് നിക്ഷേപം എന്ന വാക്കാണ് തമിഴ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. വയൽ എന്ന് പറയുന്നത് മനുഷ്യ ശരീരമാണ്. ഏദെൻ തോട്ടത്തിൽ മണ്ണിൽ നിന്ന് ദൈവം ഉണ്ടാക്കിയ ഒരു നല്ല മനോഹരമായ വയലാണ് മനുഷ്യ ശരീരം. ആമേൻ. ഹല്ലേലൂയ. ഈ നമ്മുടെ തലമുടി വളരുന്നു ഈ വയലിൽ. നോക്കണേ, ദൈവം ഉണ്ടാക്കിയ വയലിന്റെ മനോഹരം. തലമുടി വളരുന്നു. ഈ തലയുടെ അടുത്തിരിക്കുന്നു, ഇതിനെന്ത് പറയും? പിരിയം എന്നാണോ? ഈ പിരിയം വളരുന്നുണ്ടോ? എന്തുകൊണ്ട് പിരിയം വളരുന്നില്ല? അത് വളരരുത്. തലമുടിയെ വളരാവൂ. ഇന്ന് വരെ ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ പിരിയം കൂടി വളർന്നിരുന്നെങ്കിൽ, ഹല്ലേലൂയ, മനുഷ്യൻ കാട്ടിപ്പോകുമ്പോ എങ്ങനെ പോകുമായിരുന്നു? പിരിയം വളരരുത്, തലമുടി വളരാവും. ഈ പിരിയമാണ് ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യനിൽ നിന്ന് വ്യത്യാസപ്പെടുത്തുന്നത്. മനുഷ്യന്റെ ഭംഗിയെ മനുഷ്യന് കൊടുക്കുന്നത് പിരിയമാണ്. ഈ പിരിയത്തെ എന്ത് ചെയ്താലും പാപമാണ്. ഇത് ബ്യൂട്ടി പാർലറിൽ പോയി അതെന്തെങ്കിലുമൊക്കെ കാണിക്കുകയോ ഇതിൽ മൈദയാക്കിയോ, അവർക്ക് ഞാൻ നരകത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ സെല്ലുണ്ട്. ഈ പുരുവത്ത് എന്ത് ചെയ്താലും അത് പാപമാണ് ദൈവവചന പ്രകാരം. ഹല്ലേലൂയ. ഒരിക്കലും അവർ സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റത്തില്ല. അവർക്ക് നരകത്തിലെ സൂപ്പർ സെല്ലുണ്ട്. ഹല്ലേലൂയ. അത് ഞാൻ ചാർട്ടിൽ വരച്ച്, വചനം വരച്ച്, ഇതൊക്കെ ഞാൻ അടുത്ത ചാർട്ടിൽ മനുഷ്യൻ, മരണം, നിത്യം, നരകം, അങ്ങനെ ഒരു 3 ദിവസം നിത്യത്തെ കുറിച്ച് നരകമും സ്വർഗമും ഇതുപോലെ ഇത്രയും വലിപ്പമുള്ള ചാർട്ടിട്ട് അത് ഞാൻ പഠിപ്പിക്കാറുണ്ട്. അതിൽ ആ നരകത്തിലെ സെല്ലുകൾ ഞാൻ വരച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നോക്കണേ, ഈ സൂപ്പർ നമ്മുടെ ശരീരം ദൈവം തന്റെ സാദൃശ്യത്തിൽ ആദാമിനെ സൃഷ്ടിച്ചു. ആദാമിന്റെ ഉള്ളിൽ ലോകത്തിന് വിലയ്ക്ക് വാങ്ങുവാൻ കഴിയാത്ത വിലയേറപ്പെട്ട നിധി, ആ നിക്ഷേപം ദൈവം ആദാമിന്റെ ഉള്ളിൽ വെച്ചു. അതിനെ നമ്മൾ പറയും സോൾ എന്ന് പറയും ഇംഗ്ലീഷിൽ. മലയാളത്തിൽ ദേഹി, അല്ലെങ്കിൽ മലയാള ബൈബിളിൽ ആത്മാവെന്ന വാക്ക് ചിലയിടങ്ങളിൽ അത് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഈ വിലയേറപ്പെട്ട ആത്മാവ് ഇതിന് വില കൊടുത്ത് വാങ്ങുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ.
ബൈബിൾ പറയുന്നു, ഒരു സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാൻ കഴിയുകയില്ല. ഒരു വസ്തുവോ ഒരു മനുഷ്യനോ വീണ്ടെടുപ്പ് വില കൊടുക്കുവാൻ കഴിയാത്ത ഒന്ന് മനുഷ്യന്റെ സോലാണ്. ഇതിന് രണ്ട് മരണമുണ്ട്. ഒന്ന് പാപം ചെയ്തതുകൊണ്ട് ശരീരത്തിൽ മരണം, രണ്ട് നിത്യമരണം, നരകം. ഈ നരകത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ, ഈ വയലിൽ മറഞ്ഞിരിക്കുന്ന ഈ നിധിയെ രക്ഷിക്കുവാൻ ഒരു മനുഷ്യൻ, ഹല്ലേലൂയ, ആ ഒരു മനുഷ്യൻ നിങ്ങൾക്കറിയാം, യേശു കർത്താവാണ്. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വന്ന് ഒരു അമ്മ വയറ്റിൽ ജനിച്ച് 30 വർഷം വരെ വീട്ടിലിരുന്നു. 30-ാം വയസ്സിൽ തന്റെ ഭവനം വിറ്റ്, തന്റെ 33 വയസ്സിൽ തന്റെ സപ്തം വിറ്റ്, നേരം വിറ്റ്, തന്റെ വസ്ത്രം വിറ്റ്, തന്റെ അഴകായ മുഖം റോമ പടവീരകൾ അടിച്ച് മുഖം വിൽക്കപ്പെട്ട്, മുതുകിൽ ചാട്ട കൊണ്ടടിച്ച് മുതുക് വിൽക്കപ്പെട്ട്, അവസാന ചൊട്ട് രക്തം വരെയും നിലത്തിൽ ചിന്തി നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് യേശുവിന്റെ രക്തത്തിൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ ഈ ഭൂമിയിൽ യേശുവിന്റെ നിക്ഷേപമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, നിങ്ങളെ വീണ്ടെടുത്തത് പൊന്നുകൊണ്ടോ വെള്ളി കൊണ്ടോ അല്ല, വിലയേറപ്പെട്ട യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കുന്നു. മണവാട്ടിക്ക് ചില പേരുകൾ ബൈബിൾ പറയുന്നു. ബുദ്ധിയുള്ള കന്യക, നിർമ്മല കന്യക, പാട്ടമം ചുളുക്കവും ഇല്ലാത്ത കന്യക. അതിന് വ്യാഖ്യാനിക്കണ നേരമില്ല. 3, യേശു കർത്താവ് വരുന്നത്. നിങ്ങളുടെ വീട് തീ പിടിച്ച് കത്തിക്കൊണ്ടിരിക്കുന്നു 4 ദിവസവും. വീട്ടിന്റെ അകത്ത് ഒത്തിരി വസ്തുക്കളുണ്ട്. നിങ്ങൾ ഓടി വന്ന് വീട്ടിൽ കിടക്കുന്ന ഉറങ്ങുന്ന ഒരു കുഞ്ഞിനെ നിങ്ങൾ ആദ്യം രക്ഷിക്കുന്നത് പോലെ, അവിടെ എവിടെയാ യുദ്ധങ്ങളും നിങ്ങൾ പാടിയതുപോലെ ക്ഷാമങ്ങളും ലോകത്തിൽ നാശങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ കുഞ്ഞുങ്ങളെ, മക്കളെ ചേർക്കുവാൻ വേണ്ടി യേശു കർത്താവ് വരുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ കർത്താവ് വരുന്നതിൽ പല പർപ്പസ് ഇരിക്കുമ്പോൾ തന്നെ യേശു കർത്താവ് വരുന്നതിൽ വേറൊരു ഉദ്ദേശമുണ്ട്. കർത്താവ് വരുന്നത് വായിക്കാം. 196-ാം സങ്കീർത്തനം 13-ാം വാക്യം, 98-ാം സങ്കീർത്തനം 9-ാം വാക്യം, യെശയ്യാ പ്രവചനം 66-ാം അധ്യായം 5-ാം വാക്യം, 2 തെസ്സലോനിക്കർ 1-ാം അധ്യായം 7-ാം വാക്യം. ഇതിൽ ഏതെങ്കിലും 1-2 വചനം വായിക്കാം. സങ്കീർത്തനം 96-ാം സങ്കീർത്തനം 13-ാം വാക്യം. അവൻ വരുന്നുവല്ലോ, അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു, ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസ്തയോടും വിധിക്കും. ഇനി വായിക്കാം 99-ാം സങ്കീർത്തനം 98-ാം സങ്കീർത്തനം 9-ാം വാക്യം. അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു. ഒത്തിരി വചനങ്ങളുണ്ട്. യേശു കർത്താവ് വരുന്നത് തന്റെ സഭയെ, തന്റെ ജനത്തെ ചേർക്കുമ്പോൾ തന്നെ ഈ ഭൂമിയിൽ ദൈവവചനം, ഞാൻ നാളെ ഒരു 5-6 കാരണങ്ങൾ പറയും. ദൈവവചനം വിശ്വസിക്കാതെ, യേശുവിനെ സ്വീകരിക്കാതെ, മുഴുകി ജലസ്നാനം സ്വീകരിക്കാതെ, ആത്മശക്തി പ്രാപിക്കാതെ, വേറുപെട്ട് ആരാധിക്കാതെ, ലോകത്തോട് കലർന്ന് ജീവിക്കുന്ന ജനത്തെ ന്യായ വിധിക്കുവാൻ യേശു കർത്താവ് വരുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഒരു കാര്യം നിങ്ങൾ നോക്കണം. യേശു കർത്താവ് ഈ ഭൂമിയിൽ വരുന്നത് ഈ ഭൂമിയോട് യുദ്ധം ചെയ്യുവാൻ കൂടിയാണ് വരുന്നത്. വചനം ഞാൻ കുറച്ച് പുറകെ പറയാം. യുദ്ധം ചെയ്യുവാനാണ് വരുന്നത്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോട് യുദ്ധം ചെയ്യുന്നെങ്കിൽ ആ രാജ്യം ചെയ്യുന്ന 2 കാര്യങ്ങളുണ്ട്. യുദ്ധത്തിന് മുമ്പ് ആദ്യം ചെയ്യുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആദ്യം ചെയ്യുന്നത്, ഇന്ത്യ പാകിസ്ഥാനോട് യുദ്ധം ചെയ്യാൻ പോകുന്നതിന്റെ അടയാളം, യുദ്ധത്തിന് മുമ്പ് ആദ്യം ചെയ്യുന്നത് അംബാസിഡറെ തിരിച്ചു വിളിക്കും. അത് ആദ്യ അടയാളം. രണ്ടാമതൊരു അടയാളം, യുദ്ധം ചെയ്യാൻ പോകുന്നതിന് അടയാളം, യുദ്ധത്തിന് ആയുധങ്ങളെ ചേർക്കും, പ്ലസ് യുദ്ധത്തിന് ആളുകളെ ചേർക്കും. ഇത് കാണുമ്പോൾ അറിയുക, ഇന്ത്യ, അമേരിക്ക അടുത്ത കാലത്ത് ഒത്തിരി മിലിറ്ററിക്ക് ആളുകളെ ചേർത്തു. അപ്പോൾ തന്നെ ചിലർ മനസ്സിലായി ആരോട് യുദ്ധം ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണ് ഇറാഖിനോട് യുദ്ധം ചെയ്തത്. അങ്ങനെ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോട് യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് 2 കാര്യം ചെയ്യും. ഒന്ന്, ആ സ്ഥാനാപതി, ബൈബിൾ വാക്ക്, അംബാസിഡർ, ദൂതൻ, അവരെ തിരിച്ചു വിളിക്കും. ഹല്ലേലൂയ. യേശു കർത്താവ് ഈ ഭൂമിയിൽ വരുന്നത്, ആ ദിവസം വരുന്നത് യേശുവിന്റെ യുദ്ധം, കർത്താവിന്റെ യുദ്ധം. ശ്രദ്ധിക്കണേ, 3 കഠിനമായ ശിക്ഷ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ കിട്ടും. ഒന്ന്, ഈ ശരീരത്തിൽ ഇതുവരെയും മനുഷ്യൻ ആരും അനുഭവിച്ചിട്ടില്ലാത്ത, ഞാൻ പുറകെ പറയും, അതിഭയങ്കരമായ കഷ്ടത ഈ ശരീരത്തിൽ അനുഭവിച്ച് അല്പമായി, ഇഞ്ചിഞ്ചായി, കുറച്ചായി അനുഭവിച്ച്, പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞ് മനുഷ്യൻ മരിക്കും. ശരീരത്തിൽ അതികഠിനമായ ന്യായവിധി. 2, മരിച്ച ഉടനെ അവന്റെ ആത്മാവ് ആ പാതാളത്തിൽ പോയി, അവിടെ വേദന. 3, വെള്ളസിംഹാസന ന്യായവിധിക്ക് പിന്നെ അവൻ നിത്യ നരകത്തിൽ വേദന. ഇതിത്രയും കർത്താവിന്റെ വരവിൽ കൈവിടപ്പെടുന്നവരുടെ മേൽ വരാൻ പോകുന്ന ന്യായവിധി. ഹല്ലേലൂയ.
അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് വരുമ്പോൾ യേശു കർത്താവ് ചേർക്കുന്നത് ആര്? നിങ്ങൾ പറഞ്ഞല്ലോ, സ്ഥാനാപതി, അംബാസിഡർ. അംബാസിഡർക്ക് 2 ജോലിയുണ്ട്. ഒന്ന്, ഇന്ത്യയുടെ മെസ്സേജ് പാകിസ്ഥാനോട് പറയുന്നത്, പാകിസ്ഥാന്റെ ചെയ്തി മെസ്സേജ് ഇന്ത്യയോട് പറയുന്നത്. ഇതാണ് യഥാർത്ഥ അംബാസിഡർ. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും ദൈവത്തിന്റെ സ്ഥാനാപതികളാണ്, അംബാസിഡർമാരാണ്. എന്റെ ജോലി നിങ്ങൾ താമസിക്കുന്ന പാണ്ഡനാടാണ്. ഹല്ലേലൂയ. ഈ പാണ്ഡനാടിലെ ഓരോ വ്യക്തികളുടെയും കുറിച്ച് ദൈവത്തോട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ദൈവത്തിൽ നിന്ന് ദൂത് വാങ്ങി ഈ പാണ്ഡനാടിനോട് അറിയിക്കണം. അതാണ് സ്ഥാനാപതിയുടെ വേല. ഒരു ദിവസമെങ്കിലും ഈ പാണ്ഡനാടിന് വേണ്ടി ദൈവത്തോട് നിന്നിട്ടുണ്ടോ? ഈ ഒരു ദിവസമെങ്കിലും ദൈവത്തിൽ നിന്ന് ദൂത് വാങ്ങി ഈ പാണ്ഡനാടിനോട് അറിയിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ആദ്യത്തെ ബോംബ് ദൈവം ഇടുന്നത് ഈ പാണ്ഡനാടിലാണ്. ഹല്ലേലൂയ. ഞാൻ എങ്ങനെ പുറകെ പറയും ആ ബോംബിങ് എന്തൊക്കെ ചെയ്യും. ഈ ചാർട്ടിലൊക്കെ വരച്ചിട്ടുണ്ട്. ആകാശത്തുനിന്ന് കൽമഴ തീ വരും, ഒരു വലിയ ഒരു മല പോലെ കത്തുന്നു ഭൂമിയിൽ വീഴും, ഒരു വാൽനക്ഷത്രം ഭൂമിയിൽ വീഴും. നോക്കണേ, സൂര്യ ചന്ദ്രനിൽ വലിയ മാറ്റങ്ങൾ ഭൂമിയിൽ ഉണ്ടാകും. ഞാൻ ഇന്നലെ പറഞ്ഞ പല്ലിക്കാച്ചൽ, പല്ലിപ്പനി, അതൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടാകും. എപ്പോൾ, എവിടെ, എങ്ങനെ, ഞാൻ ഇന്നും നാളെയുമായി ഈ ചാർട്ടിലൂടെ നിങ്ങളെ പഠിപ്പിക്കും. ഹല്ലേലൂയ. അപ്പോൾ സ്ഥാനാപതി, അംബാസിഡറുടെ വേല ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ, ശരിയാണോ, ദൈവസന്നിധിയിൽ മധ്യസ്ഥ വഹിക്കുക എന്നതാണ് ഒരു സ്ഥാനാപതിയുടെ വേല. സ്തോത്രം. ഹല്ലേലൂയ. കഴിയുമെങ്കിൽ രാത്രി അല്പസമയമെങ്കിലും അല്ലെങ്കിൽ പകലിൽ ദൈവജനം ദൈവത്തോട്, ഈ ദേശത്തിന് വേണ്ടി എല്ലാ വിശ്വാസികളും അല്പസമയമെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദൈവകൃപയാൽ ഞാൻ തമിഴ്നാട്ടിൽ പോയി ആ സാധുക്കളായ ഹൈന്ദവരായ വിശ്വാസികളുടെ ഇടയിൽ കർത്താവിന്റെ വേല ചെയ്യുന്നു. ഞാൻ ധാരാപുരത്ത് നാളെ എന്റെ സാക്ഷി പറയും. ഞാൻ പോയപ്പോൾ ദൈവകൃപയിൽ ആദ്യത്തെ 6 മാസം ഒരു ദർശനം കണ്ട് ഞാൻ പോയി. ഒരുത്തർ പോലും രക്ഷിക്കപ്പെട്ട് സഭയിൽ വന്നില്ല. 6 മാസം വെറും പായിട്ട് ആരാധന ചെയ്തു. 6 മാസം കഴിഞ്ഞപ്പോൾ ദൈവം അനേകര ചില അത്ഭുതങ്ങളിലൂടെ രക്ഷിച്ച് സഭയ്ക്ക് തരാൻ തുടങ്ങി. ഇന്ന് ദൈവകൃപയാൽ 400 മുതൽ 450 പേർ കൃപയാൽ ദൈവം വരുന്ന ആത്മാക്കളെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. വലിയ ചർച്ച് നിറഞ്ഞ കവിയുന്ന ആത്മാക്കളെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഞങ്ങളുടെ ചർച്ചിന്റെ വളർച്ചയുടെ രഹസ്യം ഓരോ ആഴ്ചയും 5 മുതൽ 10 പേർ ദൈവകൃപയാൽ. ഈ വർഷം 2 ഞായറാഴ്ച മാത്രമേ ഞങ്ങളുടെ ചർച്ചിൽ പുതിയ ആളുകൾ വരാതിരുന്നിട്ടുള്ളൂ. എല്ലാ ആഴ്ചയും ആളുകളെ ഞങ്ങൾ പുതിയ വന്നവരെ എഴുന്നേപ്പിച്ച് നിർത്തി അവരെ വെൽക്കം ചെയ്ത് വിളിച്ചിട്ട് വന്നവർക്കും വാഴ്ത്ത് ചൊല്ലി ഇരുത്തും. ഈ കഴിഞ്ഞ ഞായറാഴ്ച 8 പേര് ഞങ്ങളുടെ സഭയിൽ പുതുതായി വന്നു. ദൈവകൃപയിൽ കഴിഞ്ഞ 3.5 വർഷമായി എല്ലാ മാസവും ആദ്യ ഞായറാഴ്ച വന്നോടനെ സ്നാനം കൊടുക്കത്തില്ല, 6 മാസമെങ്കിലും ചർച്ചയിൽ വരണം. അങ്ങനെ ദൈവകൃപയിൽ 3.5 വർഷമായി എല്ലാ മാസവും സ്നാനം കൊടുത്ത് കാണുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തരുന്നു. അതിന്റെ രഹസ്യം എന്തെന്നറിയാമോ? ഞാൻ ദൈവകൃപയിൽ ഇന്ന് ഇവിടെ, കഴിഞ്ഞ ആഴ്ച ഞാൻ മലബാറിലായിരുന്നു, അടുത്ത ആഴ്ച തിരുവനന്തപുരം, ഇങ്ങനെ ഞാൻ എവിടെയായി പോകും. ഞങ്ങളുടെ വിശ്വാസികൾ, സാധുക്കളായ വിശ്വാസികൾ ദൈവസന്നിധിയിൽ അവർ പ്രാർത്ഥിക്കുന്നു. 2, അവർ സുവിശേഷം പറയുന്നു. അവർക്ക് പറയാൻ അറിയില്ല, അവർ പോയി യേശു നല്ലവനെന്ന് പറയും. അത്രേ അവർക്ക് അറിയാൻ പറ്റും. അത് കേട്ട് ജനം ഞങ്ങളുടെ സഭയിൽ കടന്നു വരുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, ഞങ്ങളുടെ സഭയിൽ വർഷം 365 ദിവസവും 10 കുടുംബം ഓരോ ദിവസവും ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. രാത്രികളിൽ 11 to 12 അല്ലെങ്കിൽ 12 to 1, 1 to 2 ഈ മണിക്കൂറിൽ ഞങ്ങളുടെ വിശ്വാസികൾ പലർ രാത്രി ഇരുന്ന് ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയുടെ റിസൾട്ടാണ് തമിഴ്നാട്ടിൽ ഞങ്ങളുടെ സഭയിൽ ദൈവം ആത്മാക്കളെ കൊണ്ടുവരുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ദൈവത്തിന്റെ സ്ഥാനാപതികളാണ്. ഇവിടെ പല സഭകൾ ഇരിക്കുന്നത് പോലെ ഇരിക്കുവാൻ കാരണം ദൈവദാസന്മാരല്ല, കാരണം ദൈവസഭയിലെ വിശ്വാസികളാണ് കാരണം. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ ഒരു സ്ഥാനാപതിയുടെ, അംബാസിഡറുടെ ജോലി യഥാർത്ഥത്തിൽ ചെയ്താൽ, കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഈ ദേശത്ത് വലിയൊരു ഉണർവ് നിങ്ങൾക്ക് കാണുവാൻ പറ്റും. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ 1, 2 ഒരു ദേശം മറ്റൊരു ദേശത്തോട് യുദ്ധം ചെയ്യുന്നുവെങ്കിൽ അവർ ചെയ്യുന്ന മറ്റൊരു കാര്യം ബോംബിംഗ്, ആയുധങ്ങൾ ചേർക്കും. ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിക്കണം, നമ്മുടെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അതിൽ ഒരു വാസസ്ഥലം ആയുധശാലയാണ്. എന്ത് പറയണേ? ആയുധശാല. അപ്പൊ സ്വർഗത്തിൽ ഒരു വാസസ്ഥലം എന്ത് പറയണേ? ആയുധശാല. അപ്പൊ ഞാൻ ഈ പ്രസംഗം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രസംഗം കേട്ടിട്ട് നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുന്നെങ്കിൽ ഈ പാണ്ഡനാടിന് വേണ്ടി ഒരു പ്രത്യേക ആയുധം ഇവിടെ പ്രസംഗം ചെയ്തുകൊണ്ടിരിക്കും, ദൈവം അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. അപ്പൊ സ്വർഗത്തിൽ ദൈവം
ആയുധശാല വച്ചിട്ടുണ്ട്. കർത്താവ് വരുമ്പോൾ ആയുധശാല ദൈവം തുറക്കും. ആയുധശാല നമുക്ക് വചനം വായിക്കാം. യെശയ്യാ പ്രവചനം 13-ാം അധ്യായം 5-ാം വാക്യം, യെരമ്യാ പ്രവചനം 50-ാം അധ്യായം 25-ാം വാക്യം വായിക്കണേ. യെശയ്യാ പ്രവചനം 13:5. ദേശത്തെ ഒക്കെയും നശിപ്പിപ്പാൻ ദൂരദേശത്തു നിന്നും ആകാശത്തിന്റെ അറ്റത്തു നിന്നും യഹോവയും അവന്റെ കോപത്തിന്റെ ആയുധങ്ങളും വരുന്ന. അടുത്ത വാക്യം, യഹോവയുടെ ദിവസം മതി. യഹോവയുടെ ദിവസത്തിൽ അവന്റെ കോപത്തിന്റെ ആയുധങ്ങൾ വരുന്നു. ഈ ആയുധം എങ്ങനെ വരുന്നു? 13:9. യെശയ്യാവ് 13:9. ശൂന്യമാക്കുവാൻ, മുടിച്ചു കളവാൻ ദിവസം ക്രൂരമായിട്ടും ക്രോധത്തോടും അതികോപത്തോടും. അല്ലല്ലോ പറയാം. ഇന്ന് ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ യേശു കർത്താവ് കോപമുള്ള യേശുവല്ല, സ്നേഹമുള്ള യേശുവാണ്. എന്റെ കയ്യിൽ ഒരു ആണി അടിച്ചാൽ എന്റെ കയ്യിൽ നിന്ന് രക്തം വരും. ആ രക്തം അശുദ്ധിയുള്ള പാപമുള്ള രക്തമാണ്. എന്നാൽ ഇന്ന് ഞാൻ ഈ പ്രസംഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 1900 വർഷത്തിന് മുമ്പ് കൊൽക്കത്ത മലയിൽ തകർക്കപ്പെട്ട് ചിന്തപ്പെട്ട യേശു കർത്താവിന്റെ രക്തത്തിന്റെ തുളികൾ എളിയവൻ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ എന്റെ ശബ്ദം നിങ്ങളുടെ കാതിൽ കേൾക്കുമ്പോൾ തന്നെ ഞാൻ പ്രസംഗിക്കുമ്പോൾ യേശു കർത്താവിന്റെ രക്തത്തിന്റെ ചില പിശറുകൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് വീണുകൊണ്ടിരിക്കുന്നു. ഈ എണ്ണും നാളെയും ഇവിടെ ദൂത് പറഞ്ഞു തീരുന്നതിന് മുമ്പ്, ഈ ക്ലാസ് അവസാനിക്കുന്നതിന് മുമ്പ് ചില ഭാവികളായവരെ ദൈവം രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ പോകുന്നു. ഈ ദൂത് ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിന്മാറ്റത്തിലായ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് വിട്ട പാപത്തെ, ജയിച്ച പാപത്തെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന ചിലരുടെ കണ്ണുകളുടെ മോഹത്തെ, ചിലരുടെ ഹൃദയത്തിലെ അക്രമ ചിന്തകളെ ഈ യോഗം കഴിയുമ്പോൾ കർത്താവ് തന്റെ രക്തം കൂടി ഒന്നുകൂടി കഴുകി നിങ്ങളെ പരിശുദ്ധപ്പെടുത്തി. എന്റെ ലക്ഷ്യം, എന്റെ ആഗ്രഹം, ഈ ഗ്രൗണ്ടിലിരിക്കുന്ന ഒരുത്തർ പോലും കർത്താവിന്റെ വരവിൽ കൈവിടപ്പെടരുത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വളരെ ഭാരത്തോട് യേശുവിൻ നാമത്തിൽ ഇവിടെ ദൂത് പറയുന്നു. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും എങ്ങനെയെങ്കിലും, അപ്പോസ്തലനായ പൗലോസ് പറയും, വല്ലവിധനെയും ഒന്നാം പുനരുത്ഥാനത്തിൽ ഞാൻ സംബന്ധിക്കേണ്ടതിന് എനിക്ക് ലാഭമായി തോന്നുന്നതൊക്കെയും ഛേദമെന്ന് ചവറെന്ന് കരുതുന്നു എന്ന് പറഞ്ഞതുപോലെ ചിലർ ജയിക്കുവാനുള്ള ദൈവ അഭിഷേകം, കർത്താവിന്റെ രക്തത്തിന് മൂലമുള്ള വിടുതൽ ഇവിടെ ഇന്ന് രാത്രി സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. അപ്പോൾ യേശു കർത്താവ് വരുന്നത് ക്രൂരത്തോട്, കോപത്തോട്, അതികോപത്തോട്. യഹോവയുടെ കോപത്തിന് ആയുധം വരുന്നു. യെരമ്യാ പ്രവചനം 50-ാം അധ്യായം 25-ാം വാക്യം വായിക്കണേ. യെരമ്യാ 50:25. സ്തോത്രം. യെരമ്യാവ് 50-ാം അധ്യായം 25-ാം വാക്യം മതി. യഹോവ തന്റെ ആയുധശാല തുറന്നു. താഴോട്ട് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ യഹോവ ഇപ്പോൾ ഒരു ആയുധശാല വെച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണം, ആയുധശാല എന്ത്, അത് എങ്ങനെ തുറക്കും, നാളെ ഞാൻ പഠിപ്പിക്കും. ആയുധശാലകൾ ശ്രദ്ധിക്കണം. 7 മുദ്രകളുടെ ആയുധശാല. 1, 2, 7 മുദ്രകളുടെ ആയുധശാല. ഇപ്പൊ സ്വർഗത്തിൽ ഞാൻ ഈ പ്രസംഗം ചെയ്യുമ്പോൾ അത് ആയത്തമായി കൊണ്ടിരിക്കുന്നു. 2, 7 കാഹളങ്ങളുടെ ആയുധശാല. ഈ കാഹളം ഊതുമ്പോൾ ആയുധശാല തുറക്കും. അടുത്തൊരു ആയുധശാല 7 ക്രോധകലശങ്ങളുടെ ആയുധശാല. ആ ക്രോധകലശങ്ങൾ ഒഴിച്ചു തുടങ്ങിയ ഉടനെ ഈ ആയുധശാലയുടെ ന്യായവിധി തുടങ്ങും. ഒരു ആയുധശാല ദൈവം മറച്ചിട്ടുണ്ട്. അത് 7 ഇടിനാദങ്ങളുടെ ന്യായവിധി. യോഹന്നാൻ അത് എഴുതുവാൻ ആഗ്രഹിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ ഇപ്പൊ എഴുതണ്ട, നീ അത് ജസ്റ്റ് ഇപ്പൊ വെളിപ്പെടുത്തണ്ട. നീ എഴുതിയാൽ, വെളിപ്പെട്ടാൽ, ഇപ്പൊ തന്നെ വെളിപ്പാട് പുസ്തകം പഠിക്കാൻ നമുക്ക് പേടിയാണ്. ആ ന്യായവിധി കൂടെ വെളിപ്പെട്ടിരുന്നെങ്കിൽ നമ്മൾ പലര് വേദപുസ്തകം തൊടത്തില്ല. അത്ര ക്രൂരമായ, കഠിനമായ 7 ഇടിനാദങ്ങളുടെ ആയുധശാലയുടെ ന്യായവിധി വേദപുസ്തകത്തിൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ 4 ദൈവത്തിന്റെ ആയുധശാലകൾ കർത്താവിന്റെ വരവ് കഴിഞ്ഞ ഉടനെ ഈ ഭൂമിയിൽ തുറക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. ശരി, അങ്ങനെയാണെങ്കിൽ ഈ ആയുധശാല ഇത് തുറക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഓരോ കുതിരകൾ പുറത്തു വരും, ഓരോ സംഭവങ്ങൾ സംഭവിക്കും. ഇത് എങ്ങനെയായിരിക്കും, ഇതെന്തൊക്കെ ചെയ്യും എന്നത് നാളെ നിങ്ങളെ പഠിപ്പിക്കും. സ്തോത്രം. അപ്പോൾ കർത്താവിന്റെ വരവിൽ ആ ആയുധശാല തുറക്കുന്നതിന് മുമ്പ്, ഈ കഠിനമായ ന്യായവിധിക്ക് മുമ്പ് കർത്താവ് പെട്ടെന്ന് മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടും. എന്തുകൊണ്ട് കർത്താവ് മധ്യാകാശത്തിൽ വരുന്നറിയാമോ? ജലപ്രളയമുണ്ടായി. നോഹയുടെ കാലത്ത് ജനമെല്ലാം നശിക്കുമ്പോൾ ആ നീതിമാനായ നോഹയെ, അവന്റെ കുടുംബത്തെ
ഒരു പേഴ പെട്ടക മുഖാന്തരം രക്ഷിച്ചതുപോലെ സൊദോം ഗൊമോരയിൽ ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങി ആ പട്ടണത്തെ നശിപ്പിച്ചപ്പോൾ ആ സൊദോം ഗൊമോരയിൽ നിന്ന് നീതിമാനായ ലോത്തിനെ ദൈവം ആ പട്ടണത്തിൽ നിന്ന് രക്ഷിച്ചതുപോലെ ഈ ഭൂമിയിൽ ഒരു ന്യായവിധി വരുന്നതിന് അല്പം മുമ്പ്, കഷ്ടത വരുന്നതിന് മുമ്പ് നീതിമാന്മാരെ ചേർക്കുന്ന ദൈവം അല്പം മുമ്പ് മധ്യാകാശത്തിൽ ഒരു കാഹള ശബ്ദം കേൾക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് താമസിക്കുന്നതിന് ഒരു 7 കാരണങ്ങൾ ബൈബിൾ പറയുന്നു. അതിൽ ഒരു കാരണം ഇതാണ്. താമസിക്കുന്നു എന്ന് ചിലർ കരുതുന്നത് പോലെ, എനിക്ക് മലയാളത്തെ ആ വാക്ക് പറയാൻ പറ്റുന്നില്ല. കർത്താവിന്റെ വരവ് താമസിക്കുവാൻ കാരണം ചിലർ കൂടി മാനസാന്തരപ്പെടുവാൻ, ചിലർ കൂടി രക്ഷിക്കപ്പെടുവാൻ കർത്താവിന്റെ വരവ് താമസിക്കുന്നു. സഹോദരം, എനിക്കറിയുന്ന തിരുവട്ടാർ കൃഷ്ണൻകുട്ടി എന്ന ദൈവദാസൻ, അദ്ദേഹം ഞങ്ങളുടെ നാട്ടിൽ വന്ന് പ്രസംഗിച്ചപ്പോൾ, കർത്താവിന്റെ വരവിനെ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം ഒരു കൊച്ചു ഉദാഹരണം പറഞ്ഞു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആ ഉദാഹരണം ഇതാണ്. നമ്മൾ കടയിൽ മീൻ വാങ്ങാൻ പോകുന്നു, മത്തി മീനോ നെത്തോലി എന്ന് പറയുമ്പോ ഈ ചെറിയ മീൻ വാങ്ങാൻ പോയി. മീൻ വാങ്ങാൻ പോയപ്പോൾ നമ്മൾ മീൻ വാങ്ങിച്ചു കഴിഞ്ഞ് 50 രൂപയ്ക്ക് മീൻ വാങ്ങി, 50 രൂപയ്ക്ക് മീൻ തന്നിട്ട് ഈ സഹോദരിമാര് കൂടെയും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കും. എന്തിനാ ഇച്ചിരി കൂടെ അല്ല, അതിനെന്തോ ഒരു വാക്ക് പറയും, ചിൽവാനം എന്ന് പറയും ഞങ്ങള്. നിങ്ങളുടെ നാട്ടിൽ ചില്ലുവാനം. എന്ത് ചില്ലുവാനം? അതിന് പൈസ ഇല്ല. ഒരു 2 or 3 ചില അമ്മ സഹോദരിമാരുണ്ട്, അത് വാങ്ങാതെ പോകത്തില്ല, ഇങ്ങനെ കൂടിയും പിടിച്ചിട്ട് നിൽക്കും. ഇത് കൃഷ്ണൻകുട്ടി അവർ പറയുന്ന ഉദാഹരണമാണ്. ഈ ചില്ലുവാനത്തിന് വേണ്ടി കർത്താവ് വെയിറ്റ് ചെയ്യുന്നു എന്ന് അദ്ദേഹം പ്രസംഗിക്കും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ചില ചില്ലുവാനങ്ങൾ ഇവിടെ ഉണ്ടാകാം. ആ ചില്ലുവാനം കൂടെ അകത്ത് വന്നാൽ ഇന്ന് രാത്രി കാഹള ശബ്ദം കേൾക്കും. ഹല്ലേലൂയ. എങ്ങനെയോ കർത്താവിന്റെ വരവ് വളരെ പെട്ടെന്ന് ബൈബിളിൽ വരവിന് മുമ്പ് പറയപ്പെട്ട അത്ര പ്രവചനങ്ങൾ നിവൃത്തിയായി. ഒരു പ്രവചനം, മനുഷ്യദേഹം, മനുഷ്യ സോൾ മാർക്കറ്റിൽ വാങ്ങാം, മനുഷ്യ കൈ കാൽ അവയവങ്ങൾ വാങ്ങാം എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അത് മഹോപദ്രവകാല പ്രവചനമാണ്. ആ പ്രവചനം പോലും നിവൃത്തിയായി. ഹല്ലേലൂയ. മനുഷ്യൻ കർത്താവ് വരുമ്പോൾ ആന്റി ക്രൈസ്റ്റ് വരും. അവനൊരു നമ്പർ ഉണ്ടായിരിക്കും, 666, 18 നമ്പറുകളുള്ള ആദ്യം ഒരു 6 കോഡ്, അടുത്തൊരു 6 കോഡ്, അടുത്തൊരു 6 കോഡ്, 18 കോഡുകളുള്ള 66 എന്നൊരു നമ്പർ. ചെറിയ ചിപ്പ്, ഒരു അരിയുടെ അത്ര ഉള്ളത്, നെറ്റിയിലും കൈവിരലും പതിച്ചാൽ അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നു ആ ചിപ്പ് ഇരുന്നാൽ നിങ്ങളെ കണ്ട് കാണാം. അങ്ങനെ ഉള്ള നമ്പർ ചിപ്പ്, അത് മഹോപദ്രവ കാലത്ത് സംഭവിക്കേണ്ടതാണ്. അതും ലോകത്തിൽ സംഭവിച്ചു വന്നു തുടങ്ങി. ഇതൊക്കെയും കാണുമ്പോൾ കർത്താവിന്റെ വരവെടുത്തു. ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞു, ഇതൊക്കെയും കാണുന്ന ഈ തലമുറയിൽ മാക്സിമം കർത്താവിന്റെ വരവ് സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ വരവിൽ സംഭവിക്കുന്നത് എന്ത്, വരവിൽ എന്തൊക്കെ സംഭവിക്കും എന്നതെ കുറിച്ച് ചില രഹസ്യങ്ങൾ ഇപ്പോൾ നിങ്ങളോട് പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കും. ഹല്ലേലൂയ. ആമേൻ. ഇപ്പൊ യേശു കർത്താവ് വരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ശ്രദ്ധിക്കണേ. ബൈബിളിൽ ഇപ്പോ നോക്കണേ, ഈ ചാർട്ട് നിങ്ങൾക്ക് നന്നായിട്ട് കാണുമോ എന്ന് എനിക്കറിയില്ല. ഇവിടെ വരച്ചിട്ടുണ്ട്. 2 പേർ വയലിൽ. എവിടെ? വയലിൽ. നിങ്ങൾ പറഞ്ഞാൽ മതി. 2 പേർ തിരികൽ പൊടിക്കുന്നു, 2 പേർ കിടക്കയിൽ. എവിടെ? കിടക്കയിൽ. എന്ത് കൂന്നു? കോഴി കൂന്നു. അപ്പോൾ ലോകത്തിൽ 4 സമയം ഉണ്ടായിരിക്കും. വയലിൽ പോകുന്നത് എപ്പോ? പകൽ. വയലിൽ പോകുന്നത് പകൽ. ഈ ചാർട്ടൊക്കെ ഞാൻ തമിഴ്നാട്ടിൽ ഈ വലിയ മണ്ഡപങ്ങളുണ്ട്, അതിൽ എൻ്റെ തലയുടെ മുകളിൽ ഈ ചാർട്ട് നിൽക്കും. അങ്ങനെ കെട്ടി മുകളിൽ പൊക്കി വലിയ വടി വെച്ച് പഠിപ്പിക്കും. ഹല്ലേലൂയ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് വേറെ സാഹചര്യത്തിൽ ഇങ്ങനെ ഞാൻ പഠിപ്പിക്കുന്നു. അവിടെ ഒത്തിരി പൊങ്ങി നിന്ന് ദൂരെ നിന്ന് നോക്കിയാൽ നല്ല കാണാൻ. 2 പേർ കിടക്കയിൽ. അതെപ്പോ? കോഴി കൂവുന്നത് എപ്പോ? അതിരാവിലെ. ലോകത്തിന് എത്ര സമയം ഉണ്ടായിരിക്കും? 4 സമയം. ഒരിടത്തിപ്പോ പകൽ, മറ്റൊരിടത്ത് ഒരിടത്തിപ്പോ വൈകുന്നേരം, മറ്റൊരു സ്ഥലത്ത് രാവിലെ. ഇല്ലേ? നിങ്ങൾക്കറിയാം, കുവൈറ്റിനും ഇവിടേക്ക് 2.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. ലണ്ടനും കേരളത്തിനും 6 മണിക്കൂർ വ്യത്യാസമുണ്ട്. നിങ്ങൾക്കത് അറിയാം, കാരണം നിങ്ങൾക്കത് പറയേണ്ടതില്ല. എന്നാൽ ഇവിടെ നേരം വെളുത്തിട്ട് അവിടെ നേരം വെളുക്കുന്നത് വരെ കർത്താവ് കാത്തിരിക്കത്തില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് സംഭവിക്കുന്നത് മിന്നൽ കിഴക്കിൽ നിന്ന് പടിഞ്ഞാറ് വരേക്കും വരുന്നത് പോലെ കർത്താവിന്റെ വരവ് സംഭവിക്കും. കർത്താവിന്റെ വരവ് പെട്ടെന്ന് ഞാൻ അടുത്ത വർഷം മെയ് മാസം 10-ാം തീയതി വരാൻ പോകുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ട് വന്നാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഏപ്രിൽ മാസം വരെ എല്ലാ അക്രമവും ചെയ്തിട്ട് അടുത്ത അവസാനം ഒരു 40 ദിവസത്തെ പമ്പിച്ച ഉപവാസ പ്രാർത്ഥന പറഞ്ഞു എല്ലാം സ്നാനപ്പെട്ട് വേറുപെട്ട് കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കും. അതുകൊണ്ട് കർത്താവിന്റെ വരവ് എപ്പോഴൊന്നും ആർക്കും അറിയില്ല. ഹല്ലേലൂയ.
അപ്പൊ കർത്താവ് വരുന്നത് ആർക്കും അറിയില്ല. രണ്ടുപേർ വയലിലായിരിക്കുന്നു, രണ്ടുപേർ തിരികൽ പൊടിക്കുന്നു. വയലിൽ ഇരിക്കുന്നത് രാവിലെ, തിരികൽ പൊടിക്കുന്നത് വൈകിട്ട്. അത് നമ്മുടെ കേരളീയർ കർത്താവിന്റെ വരവിൽ പോകുമെന്ന പ്രവചനമാണ് എന്ത് പൊടിക്കുന്നത്. കാരണം ലോകത്ത് ഈ ദോശ, ഇന്ന് രാവിലെ എനിക്ക് അപ്പമോ ദോശയോ തന്നു. ഈ അപ്പമും ദോശയും തിന്നണമെങ്കിൽ എവിടെ വരണം? കേരളത്തിൽ വരണം. ഹല്ലേലൂയ. വിദേശികൾ ട്രെയിനും എഞ്ചിനും പ്ലെയിനും ഇതൊക്കെ കണ്ടുപിടിച്ചപ്പോ നമ്മുടെ ആളുകൾ ബെസ്റ്റ് ഇന്ന് രാവിലെ കുറച്ച് അരി ഉഴുന്നിട്ട് വൈകിട്ട് അമ്മമാർ നാട്ടിയാൽ രാത്രി ഒന്ന് പുളിച്ചാൽ രാവിലെ എന്ത് കിട്ടും? അപ്പമോ ദോശയോ പുട്ടോ കിട്ടും. ഹല്ലേലൂയ. നല്ലതാ. ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ ഈ മിക്സിംഗ് ഗ്രൈൻഡർ വന്നത് കൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങ് അരയ്ക്കുക, ഇഷ്ടത്തിന് വയ്ക്കുക. പെട്ടെന്ന് പഴയ കാലത്തിലെ നമ്മുടെ അമ്മച്ചിമാർക്ക് ദീർഘായുസ് ഉണ്ടായിരുന്നു. അവർ ഇത്രയും വർഷമായിട്ട് അവർ കാണും ഈ ഒരു ഒലക്ക കൊണ്ട് ഇടിക്കുകയോ അരയ്ക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഉള്ള സഹോദരിമാര് ഒരു 30, 32, 35 വയസ്സിൽ ലോകത്ത് ഇല്ലാത്ത രോഗമെല്ലാം ഈ അമ്മമാർക്കുണ്ട്. അമ്മമാരോട് പറയാം, നിങ്ങൾ പഴയതുപോലെ ആട്ടങ്ങളിൽ ആട്ടുകയും അമ്മിയിൽ അരയ്ക്കുകയും നിങ്ങൾ ഉരലിൽ ഇടിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകും. ഹല്ലേലൂയ. ഞങ്ങളുടെ ചർച്ചിലെ വിശ്വാസികളെ മാക്സിമം ഞാൻ പ്രകൃതിയിലെ തന്നെ ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ അവരെ പ്രാക്ടീസ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. അങ്ങനെ ഇപ്പോ ഇനിയും കിടക്കയിലത് രാത്രിയാണ്, കോഴി കൂവുന്നത് രാവിലെയാണ്. ഇപ്പോ കപ്പലിൽ യാത്ര ചെയ്യുന്നു, പ്ലെയിനിൽ യാത്ര ചെയ്യുന്നു, ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നു, വീടുകളിൽ ആളുകൾ താമസിക്കുന്നു. ഇങ്ങനെ താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവ് ഞാനിതാ വരുന്നു, ഒരുങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് വരത്തില്ല. കണ്ണ് അടച്ച് തുറക്കുന്നതിനുള്ളിൽ കർത്താവിന്റെ വരവ് സംഭവിച്ചു തീരും. ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ ഇരിക്കുന്നു, കർത്താവിന്റെ വരവ് കണ്ണുമൂടി തുറക്കുന്നതിനുള്ളിൽ സംഭവിച്ചു തീർന്നിരിക്കും. ഈ ഒരു സെക്കൻഡിൽ എത്ര നേരം കൊണ്ട്? 1 കൊരിന്ത്യർ 15-ാം അധ്യായം 51-ാം വാക്യം. 1-2 കാര്യങ്ങൾ മാത്രം നിങ്ങളെ പഠിപ്പിക്കാം. 1 കൊരിന്ത്യർ 15:51 പറയാം, കൊള്ളുകയില്ല. ഈ പ്രസംഗം കേൾക്കുന്ന നമ്മൾ എല്ലാരും നിത്ര എന്ന് വെച്ചാൽ ചാകത്തില്ല. എന്നാൽ അന്ത്യകാകളത്തിങ്കിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. മരിച്ചവർ കാഹളം ധ്വനിക്കും, മരിച്ചവർ ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി ഇപ്പോൾ എന്ത് സംഭവിക്കും നിങ്ങൾക്കറിയാം. നിങ്ങളൊരു പാട്ട് പാടുമല്ലേ, കർത്താവ് താൻ. ആ വചനം എല്ലാവർക്കും കാണാതെ അറിയാം. ഞാൻ എവിടെ പ്രസംഗിക്കാൻ പോയാലും ഈ വചനം, കാരണം ഒരു പാട്ടുണ്ടല്ലേ, കർത്താവ് താൻ. അതെങ്കിലും ഒന്ന് പറയണേ എല്ലാരും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അടുത്തത്, ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് എഴുത്തലിനേക്കും ജീവിച്ചിരിക്കുന്ന നാം ഒരുമിച്ച് ആഹായത്തിൽ എടുത്തുകൊള്ളപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ പറയാം. ആമേൻ. നിങ്ങളുടെ ഈ വയല് നന്നായിരുന്നാലേ വയലിൽ ഡാമിൽ നിന്ന് വെള്ളം തുറന്നു വിട്ടാലും വയലിങ്ങനെ നമ്മൾ പോകും. ഈ വയലിലിരിക്കുന്ന സഹോദരി പുതിയ വസ്ത്രം ധരിച്ചാണ് പോയത്. എന്തിനു മരിക്കുന്നവർ കർത്താവ് വരും എന്ന് വിചാരിച്ചോണ്ടാണ്? ഇല്ല, കർത്താവ് വരുന്നു, പെട്ടെന്ന് വരുന്നു. ഒരു സെക്കൻഡിൽ ഈ സഹോദരി എവിടെ പോകും? മത്തായി സുവിശേഷം 8-ാം അധ്യായം 11-ാം വാക്യം. മത്തായി 8:11. കർത്താവ് വരുമ്പോൾ. മത്തായി സുവിശേഷം 8:11. ഇല്ല, മത്തായി 8:11. കിഴക്കിൽ നിന്നും പടിഞ്ഞാറിൽ നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സ്വർഗരാജ്യത്തിൽ പന്തികിരിക്കും. ശ്രദ്ധിക്കണം. യേശു കർത്താവിന്റെ വരവ് ഇപ്പൊ സംഭവിച്ചാൽ കണ്ണടച്ച് തുറക്കുന്നതിനുള്ളിൽ കിഴക്കിൽ നിന്നും പടിഞ്ഞാറിൽ നിന്നും അനേകർ വന്ന് ആരോടുകൂടെ? അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ എവിടെ ഇരിക്കും? അപ്പൊ ശ്രദ്ധിക്കണം. ഇപ്പൊ യേശു കർത്താവ് വരുന്നെങ്കിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനുള്ളിൽ ഇവിടെ ഇരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ ആഹായ മണ്ഡലങ്ങൾ കടന്ന് സ്വർഗത്തിൽ ദൈവം ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രത്യേക സ്ഥലത്ത് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും പന്തിയിലിരിക്കും. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. ഈ പന്തിയിലിരിക്കുന്ന സ്ഥലം ഈ ചാർട്ടിൽ ഞാൻ അല്പമേ വരച്ചിട്ടുള്ളൂ. ഞാൻ വേറൊരു ചാർട്ട്, വിശുദ്ധന്മാരുടെ ന്യായവിധി, അതായത് ഭീമ, ക്രിസ്തുവിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾ മോളിൽ പോയിട്ട് അടുത്ത ചില സ്റ്റേജുകൾ ഉയർത്തെഴുന്നേറ്റവർ ഒരു 6-7 സ്റ്റേജുകൾ കടന്നാണ് 1000 വർഷ ഭരണത്തിലേക്ക് വരുന്നത്. അവർ കടക്കുന്ന സ്റ്റേജുകൾ, യേശു കർത്താവ് ഇന്ന് രാത്രി വന്നു, നമ്മൾ എടുത്തുകൊള്ളപ്പെട്ടു, മുകളിൽ പോയി.
പെട്ടെന്ന് നമ്മൾ 1000 വർഷ ഭരണത്തേക്ക് വരത്തില്ല. അവിടെ പോയി നമ്മുടെ ഭൂമിയുടെ അത്രയും വലിപ്പത്തിൽ ദൈവം തീ കത്തിച്ച് ആ തീയുടെ അകത്ത് അത്ര വിശുദ്ധന്മാരെയും കയറ്റിവിടും. ഹല്ലേലൂയ. ബൈബിൾ വചനമാണ്, അത് ചാർട്ടായിട്ട് ഞാൻ വരച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കണം. 7 കാര്യങ്ങൾക്ക് കണക്കൊപ്പിക്കണം. പിന്നെ ചില കിരീടങ്ങൾ നമുക്ക് ലഭിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഭൂമിയിൽ 1000 വർഷ ഭരണത്തേക്ക് വരും. എന്നാൽ നമ്മൾ പോയ ഉടനെ സ്വർഗത്തിൽ ഇരിക്കുന്ന ഒരു സ്ഥലം ബൈബിൾ പറയുന്നു, പഴങ്കിനു തുല്യമായ കണ്ണാടി കടൽ പോലുള്ള തറയിൽ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരോടൊപ്പം പന്തിയിലിരിക്കും. ഹല്ലേലൂയ. ഇപ്പോ യേശു വരുന്നെന്ന് വെച്ചോളെ, ഇപ്പൊ കർത്താവ് വരുന്നു. ഇപ്പൊ നമ്മളെല്ലാവരും ഇവിടെ ഒരു സാധാരണ 150-200 രൂപ ചെയറിൽ അധികപക്ഷം വന്ന 1000 രൂപയുടെ വസ്ത്രം ധരിച്ച് പല ഏറ്റ താഴ്വോട് ഉയരമുള്ളവർ, ഉയരം കുറഞ്ഞവർ, നല്ല ശരീരമുള്ളവർ, മെലിഞ്ഞവർ, വെളുത്തവർ, കറുത്തവർ, പല ജാതികളിൽപ്പെട്ടവർ നമ്മളിവിടെ ഇരിക്കുമ്പോൾ കർത്താവ് ഇന്ന് രാത്രി വന്നാൽ കണ്ണടച്ച് തിറക്കുന്നതിനുള്ളിൽ ഈ ഭൂമി വിട്ട് നമ്മൾ ആകായത്തിൽ പറന്നുയർന്ന്, ഹല്ലേലൂയ, സ്വർഗത്തിൽ ഒരു പന്തിയിൽ പോയിരിക്കും. നിങ്ങൾ പോകുമ്പോൾ തന്നെ ചില മാറ്റങ്ങൾ ഉണ്ടാകും. എങ്ങനെ മാറ്റം? ആരുടെ കാകള ശബ്ദം കേൾക്കും? ഞാൻ കുറച്ച് പുറകിൽ വചനത്തിലൂടെ അതെല്ലാം നിങ്ങളെ പഠിപ്പിക്കും. ഹല്ലേലൂയ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നു, നിങ്ങൾ കണ്ണുമൂടി തുറക്കുന്നതിനുള്ളിൽ സ്വർഗത്തിൽ ഒരു പന്തിയിൽ ഇരിക്കുന്നു. എങ്ങനെ ഇത് സംഭവിച്ചു? ശ്രദ്ധിക്കണം. ഇപ്പോ നമ്മൾ ഇത് ഓപ്പൺ ഗ്രൗണ്ട് ആണ്. ചിലപ്പോ നമ്മൾ രാത്രി നമ്മുടെ വീട്ടിൽ കതവൊക്കെ ലോക്ക് ചെയ്ത് അകത്ത് കിടക്കുന്നു. അപ്പോഴാണ് യേശു വരുന്നെങ്കിൽ നമ്മൾ രൂപാന്തരപ്പെട്ടിട്ട് പുറത്തു വന്ന് ഞാൻ പോയിട്ട് വരുന്ന ബായ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലെയിൻ പൊങ്ങുന്നത് പോലെ ഇങ്ങനെ പൊങ്ങിയൊന്നും പോകത്തില്ല. എത്ര അബുദാബിയിലോ അല്ല ദുബായിലോ ഒരു 20-25 മാടി ബിൽഡിങ്ങിന്റെ അകത്ത് ഇദ്ദേഹം കിടക്കുന്നെങ്കിലും കർത്താവ് വരുമ്പോൾ കണ്ണിമയ്ക്കുന്നതിനുള്ളിൽ ആ മാടി ബിൽഡിങ്ങിന്റെ അകത്ത് കൂടി തന്നെ, ആ ബിൽഡിങ്ങിന്റെ അകത്ത് തമിഴ് ബൈബിളിൽ ഊടുരുവി ചെല്ലുന്ന, മലയാളത്തെ വാക്ക് എനിക്ക് കിട്ടുന്നില്ല, ഹല്ലേലൂയ, അകത്തുകൂടി തന്നെ കടന്നു ചെല്ലുന്ന, വാതിൽ തുറക്കാതെ കതവ് തുറക്കാതെ പോകുന്ന ആ ശരീരം, അതാണ് തേജസ്സിന്റെ ശരീരം. ഹല്ലേലൂയ. ആ ശരീരം പ്രാപിച്ച്, ആ ശരീരം പ്രാപിക്കുമ്പോൾ തന്നെ ലോകത്ത് ഏത് മനുഷ്യനും വച്ചിട്ടില്ലാത്ത വിളേറപ്പെട്ട രാജ ധരിക്കുന്ന രാജരീക കിരീടം നമുക്ക് കിട്ടും. നിങ്ങൾ പാടുമല്ല, പാരിലാരും സൂടിടാത്ത വാടാമുടി സൂടും എന്ന് പറഞ്ഞാൽ തലയിൽ എലിസബത്ത് റാണിയുടെ തലയിലിരിക്കുന്ന കിരീടമാണ് ലോകത്ത് ഏറ്റവും വിലയേറപ്പെട്ടത്. അതിന്റെ അകത്തിരിക്കുന്ന ഒരു വൈരമുണ്ട്, മുത്ത്, അത് രക്തം. അതിനേക്കാൾ ഒരാത്മാവിനെ കർത്താവിന് വേണ്ടി നേടിയാൽ ഒരു മുത്ത്. അങ്ങനെ ലോകത്തിൽ ഏത് രാജൻ, ഏത് അരസൻ, ഏത് രാജാവ് ധരിച്ചതേക്കാൾ വിലയേറപ്പെട്ട കിരീടം നിങ്ങളുടെ തലയിൽ വരും. സഹോദരം, ലോകത്തിൽ ഏത് അരസൻ ധരിക്കാത്ത രാജരീക വസ്ത്രം നിങ്ങൾക്ക് ലഭിക്കും. പഴയ നിയമ പുരോഹിതൻ ധരിച്ചിരിക്കുന്ന അന്നത്തെ വസ്ത്രത്തിന്റെ വില ഏതാണ്ട് 1.25 കോടി രൂപയാണ്. അന്ന് പഴയ നിയമ പുരോഹിതൻ ധരിച്ച വസ്ത്രം, മഹാപുരോഹിതൻ, ആ വസ്ത്രത്തെക്കാൾ വിലയേറപ്പെട്ട തേജസ്സിന്റെ വസ്ത്രം ധരിച്ച് കണ്ണുമൂടി തുറക്കുന്നതിനുള്ളിൽ ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും സ്വർഗത്തിൽ പോയി ഒരു പന്തിയിൽ പോയിരിക്കും. എത്ര നേരം കൊണ്ട് സംഭവിച്ചു? കണ്ണുമൂടി തുറക്കുന്നതിനുള്ളിൽ. നിങ്ങൾക്ക് ഇത് ആശ്ചര്യമായിരിക്കും, ഇവിടെ ഇരുന്ന് ഞാൻ എങ്ങനെ സ്വർഗത്തിൽ ഇവിടെ വന്നു? ഹല്ലേലൂയ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാകും. നിങ്ങൾ കണ്ണുമൂടി തുറന്നിട്ട് അങ്ങോട്ട് നോക്കിയപ്പോ കാണാം, ഹല്ലേലൂയ, പോൾ ലാംഗിച്ചോ എടുത്തിരിപ്പുണ്ട്. ഇപ്പുറത്ത് നോക്കിയപ്പോൾ നമ്മുടെ കെ അബ്രഹാം പാസ്റ്റർ, മരിച്ചുപോയ ദേവദാസൻ ഇരിപ്പുണ്ട്. അടുത്ത നിങ്ങൾക്ക് അറിയുന്ന പാസ്റ്റർ PM ബിലിപ്പ്, ഇതുപോലെ പാസ്റ്റർ, ഇനി പ്രശസ്തരായ നിങ്ങൾക്കറിയാമല്ലോ പല ദേവദാസന്മാർ. ഇവരെല്ലാവരും സ്വർഗത്തിൽ പന്തിയിലിരിക്കുന്നു. നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. ഹല്ലേലൂയ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നു, നിങ്ങളുടെ കൈയൊക്കെ നോക്കുന്നു, ഭയങ്കര ആശ്ചര്യമായിരിക്കും. ഇത് എത്രയും സംഭവിക്കുന്നത് എത്ര നേരം കൊണ്ട്? കണ്ണിമയ്ക്കുന്നതിനുള്ളിൽ. ഹല്ലേലൂയ. സ്വർഗത്തിൽ എടുത്തുകൊള്ളപ്പെട്ട ഉടനെ എന്ത് സംഭവിക്കും? ഈ ഭൂമിയിൽ നിന്ന് ആരെടുത്തുകൊള്ളപ്പെടും? എടുത്തുകൊള്ളപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്ത്? അത് ഞാൻ കുറച്ച് പുറകിൽ തുടർന്ന് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ ശ്രദ്ധിക്കണേ. ആമേൻ. ഹല്ലേലൂയ. ഇപ്പൊ യേശു വരുന്നു, ഞാൻ സ്വർഗത്തിൽ പോണമെങ്കിൽ ഈ ബൈബിൾ പറയുന്നു, മാംസമും രക്തമും, തമിഴിൽ ജഡരക്തം ദൈവരാജ്യം അവകാശമാക്കില്ല. ഈ ജഡമും രക്തമും സ്വർഗത്തിൽ പോകത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് വരുമ്പോൾ സംഭവിക്കേണ്ട സംഭവം എന്തെന്നാൽ, എങ്ങനെയാണ് നമ്മൾ മാറുന്നത്? ഈ ശരീരത്തെ മാറ്റുന്നത് എന്ത്? വായിക്കാം. 2 കൊരിന്ത്യർ 3-ാം അധ്യായം 18-ാം വാക്യം. 2 കൊരിന്ത്യർ
3-ാം അധ്യായം 18-ാം വാക്യം. തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി കണ്ടിട്ട്, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, നാം എല്ലാവരും ആത്മാവായ ദൈവത്തിന്റെ ദാനത്താൽ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. ഹല്ലേലൂയ, ആമേൻ. യേശു കർത്താവിന്റെ വരവ് സംഭവിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നമുക്കുണ്ടാകുന്ന മാറ്റം ഇതാണ്. ഈ ഹല്ലേലൂയ, ഇവിടുന്ന് ഈ ചന്ദ്രനിൽ ഒരു മനുഷ്യൻ പോകണമെങ്കിൽ ഈ വസ്ത്രത്തോടെ ഈ ശരീരത്തോടെ പോകാം. അതിന് ചില ക്രമീകരണങ്ങൾ ചെയ്യണം. സ്വർഗത്തിൽ ഒരു മനുഷ്യൻ മോളിൽ പോകണമെങ്കിൽ ഈ ശരീരം മോളിൽ പോകാൻ പറ്റത്തില്ല. ഈ ശരീരത്തിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് കർത്താവ് കണ്ണിമയ്ക്കുന്നതിനുള്ളിൽ ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് തരുന്ന ഒരു മാറ്റമുണ്ട്. ആ മാറ്റം എങ്ങനെ കിട്ടും, ആർക്ക് കിട്ടുമെന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ, ശ്രദ്ധിക്കാൻ പറ്റുന്നോ? സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. അതായത് യേശു കർത്താവ് ഇപ്പൊ വരുമ്പോൾ എന്റെ ശരീരം തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കണം. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളുടെ തമിഴ് ബൈബിളിൽ മറുരൂപപ്പെടണം എന്ന വാക്കാണ്. നിങ്ങളുടെ ബൈബിളിൽ രൂപാന്തരം പെടണം, ഇല്ലേ? രൂപാന്തരം. ഈ ശരീരം മറ്റൊരു രൂപമാകണം. ഹല്ലേലൂയ. ഞാൻ തന്നെയാണ് മറ്റൊരു രൂപം പ്രാപിക്കണം. ഈ രൂപം പ്രാപിക്കണമെങ്കിൽ തേജസ്, അതായത് തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കണമെങ്കിൽ യേശു കർത്താവ് വരുമ്പോൾ, നോക്കണേ, ഈ അറ്റത്തിൽ നോക്കണേ, ചാർട്ടിന്റെ അറ്റത്തിൽ നോക്കണം. യേശു കർത്താവ് വരുമ്പോ ഇവിടെ 3 കാഹളങ്ങൾ ഞങ്ങൾ വരച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞല്ലോ, കർത്താവ് പ്രധാന, അടുത്തത് ദൈവത്തിന്റെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ശ്രദ്ധിക്കണം, ഇവിടെ യേശു കർത്താവ് വരുമ്പോൾ 3 തേജസ്സുമായി വരും. ഹല്ലേലൂയ. ഒത്തിരി വചനമുണ്ട്, ഞാൻ 1-2 വചനമേ പഠിപ്പിക്കുന്നുള്ളൂ. എത്ര തേജസ്? അവിടെ ഈ ഭാഗം നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. എത്ര തേജസ്? 3 തേജസ്സുമായി വരും. വരുന്നത് യേശുവാണ്, എന്നാൽ കൂട്ടി വരുന്നത് എത്ര? 3 തേജസ്. അത് എന്തിന്? അതിന് ദൂത് പുറകെ പറയും. 3 തേജസ്സുമായി വരും. ഒന്ന് ലൂക്കോസ് വിശേഷം 9:26. നിറയെ വചനമുണ്ട്. ഞാൻ 1-2 ഫിലിപ്പിയർ 3:3 സ്തോത്രം. 1 യോഹന്നാൻ 3:2. ഈ വാക്യം ഇപ്പോ ലൂക്കോസ് 9:26. ആരെങ്കിലും എന്നെ കുറിച്ച് നാണിച്ചാൽ അവനെ കുറിച്ച് മനുഷ്യപുത്രൻ തന്റെയും പിതാവിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും തേജസ്സിൽ വരുമ്പോൾ, അപ്പൊ യേശു കർത്താവ് വരുന്നത് ഒരാളാണ്. എത്ര തേജസ്? തന്റെയും നിങ്ങൾ പറയണേ, പിതാവിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും തേജസ്സിൽ വരും. ഇനി മഹത്വത്തിൽ, നിങ്ങളുടെ ബൈബിളിൽ മഹത്വം, തമിഴ് ബൈബിൾ തേജസ്, ഗ്ലോറി എന്ന വാക്കാണ് തമിഴിൽ ഉപയോഗിച്ചിരിക്കുന്നത്, ഇംഗ്ലീഷിൽ. ഇനി വരുമ്പോൾ, ഇനി നോക്കണേ, നിങ്ങൾ പാടിയല്ലോ, കർത്താവ് നാദത്തോടും ദൂതന്റെ ശബ്ദത്തോടും. യേശുവാണ് വരുന്നത്. 3 ശബ്ദം കൊണ്ടുവരുന്നു, 3 മഹത്വം കൊണ്ടുവരുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവ് ഇപ്പൊ എവിടെ? എത്ര തേജസ്സിൽ വരുന്നു? 3 തേജസ്. ആരുടെയൊക്കെ? തന്റെയും പിതാവിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും 3 സപ്തമുമായി വരുന്നു. പരിശുദ്ധാത്മാവ് ഇപ്പൊ എവിടെ? ഭൂമിയിൽ എവിടെ? മനുഷ്യരുടെ ഹൃദയങ്ങളിൽ. ഹല്ലേലൂയ. അവിടെയാണ് ബൈബിൾ പറയുന്നു, ഇപ്പോ ആത്മാവിന്റെ ദാനമായി നമ്മൾ എല്ലാവരും തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കും. ആരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവുണ്ടോ അവർ ഈ കാഹള ശബ്ദം കേൾക്കും. ആരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവുണ്ടോ അവർ ഈ 3 തേജസ് പ്രാപിച്ച് അവർ രൂപാന്തരപ്പെടും. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം. അപ്പൊ എന്റെ ഒരു ആഗ്രഹം, ഈ ഞായറാഴ്ച ഒരു 11 മണിയാകുമ്പോൾ യേശു കർത്താവ് വന്നെങ്കിൽ ഞങ്ങളുടെ സഭയിൽ കുറച്ച് പേര് പോകും. അപ്പോഴാണ് കുറച്ച് പേര് പരിശുദ്ധാത്മാവിലൊക്കെ ആയി കൈയൊക്കെ തട്ടി അന്യഭാഷയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. അടുത്ത് ഇവർ വരണമെങ്കിൽ അടുത്ത ഞായറാഴ്ച വരണം. അപ്പൊ ഈ ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ ഞായറാഴ്ച ഒരു 11 മണിക്ക് വരണേ. നമ്മുടെ അടുത്ത് ഞായറാഴ്ച 11 മണിക്ക് യേശു കർത്താവ് വന്ന ഗൾഫ് കൺട്രിയിൽ വെള്ളിയാഴ്ചയായിരിക്കും ആരാധന. അപ്പൊ അവിടെ കുറച്ച് പേര് പോകണമെങ്കിൽ യേശു കർത്താവ് വെള്ളിയാഴ്ച വരണം. അപ്പൊ യേശു കർത്താവ് എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഹല്ലേലൂയ.
പരിശുദ്ധാത്മാവ് കർത്താവ് വരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവ് എന്തിനെന്നറിയാമോ? കുറച്ച് കൈതട്ടാനോ, കുറച്ച് ശബ്ദമുണ്ടാക്കാനോ, കുറച്ച് അന്യഭാഷ പറയാനോ അല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് കർത്താവ് തന്നത് വീണ്ടെടുപ്പിന്റെ നാളിനായി മുദ്രയായി ദൈവം തന്ന പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് ആരുടെ ഹൃദയത്തിലുണ്ടോ അവർ കർത്താവ് വരുമ്പോൾ രൂപാന്തരം പ്രാപിച്ചു മോളിപ്പോകും. പരിശുദ്ധാത്മാവ് കർത്താവ് വരുമ്പോ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഗൾഫ് കൺട്രി പോകുമ്പോ, ഈ ക്ലാസ് എടുക്കുമ്പോ ചില സഹോദരി സഹോദരങ്ങൾ സൗകര്യമുള്ളവർ എന്നെ വീട്ടിൽ കൊണ്ടുപോയി എനിക്കൊരു നല്ല സൂപ്പർ ആഹാരം തന്നിട്ട് എന്നെ വീട്ടിൽ പിടിച്ചിരുത്തി പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വേണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറയും. ഞാനും പോയിരുന്ന് യേശുവിൻ രക്തം ചെയ്യാം, യേശുവിൻ രക്തം ചെയ്യാന്ന് പറയും. അവരും യേശുവിൻ രക്തം ചെയ്യാൻ പറയും. രണ്ട് രക്തവും ചേർന്ന് പറഞ്ഞ് 1 മണിക്കൂറായിട്ട് ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ല. പിന്നെ ഞാൻ ചോദിക്കും, നിങ്ങൾ ഒരു ദിവസം എത്ര നേരം പ്രാർത്ഥിക്കുന്നു കേൾക്കും. അവര് പറയും ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ്. ഞാൻ പറയും നിങ്ങളുടെ ജന്മത്തിൽ പരിശുദ്ധാത്മാവ് കിട്ടത്തില്ല. എത്ര മിനിറ്റ്? 5 മിനിറ്റ്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് കേൾക്കും. ഞാൻ പറയും നിങ്ങൾ ഇന്നിൽ നിന്ന് കഴിയുമെങ്കിൽ ഒരു ദിവസം ഒരു നേരം ഉപവാസം എടുക്കും. നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നല്ലോ, 2 മണിക്കൂർ വീതം ഡെയിലി പ്രാർത്ഥിക്കണം. എത്ര? ഈ 2 മണിക്കൂറും കണ്ണ് തുറക്കരുത്. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കും, സ്വോത്രം 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 സ്വോത്രം, പരിശുദ്ധത കിട്ടത്തില്ല. കണ്ണ് തുറക്കരുത്. 2 നിങ്ങൾ ആ 2 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ എഴുന്നേക്കത്തക്ക വിധത്തിൽ ഒരു അലാറം, എന്തെങ്കിലും ടൈം പീസ് അലാറം വയ്ക്കും. ഈ 2 മണിക്കൂർ നിങ്ങൾ പാവങ്ങൾ ഏറ്റു പറയണം. എന്ത് ചെയ്യണം? ഈ 15 ദിവസമോ ഒരാഴ്ചക്കോ നിങ്ങൾ ഒരു പാവവും ചെയ്യരുത്. നിങ്ങൾക്ക് ദൈവം ഓർമ്മിപ്പിക്കുന്ന പാവങ്ങളെ ഏറ്റു പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആരും നിങ്ങളുടെ തലയിൽ കൈവയ്ക്കണ്ട. നിങ്ങൾ അത് പറ ഇത് പറ എന്ന് പറയണ്ട. ട്രംസും മ്യൂസിക് ഒന്നും വേണ്ട. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ വായിൽ ചില വാക്കുകൾ വരും. നിങ്ങൾ അറിയാതെ ചില ഭാഷകൾ പറയും. നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കി എല്ലാവർക്കും ഈ അഭിഷേകം പ്രാപിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. പണ്ട് കാലത്ത് ഞാൻ കേട്ടതാണ്, ഒരു വ്യക്തി അഭിഷേകത്തിന് പ്രാർത്ഥിച്ചു, അഭിഷേകം കിട്ടുന്നില്ല. ഉപവസിച്ചു നോക്കി, അഭിഷേകം കിട്ടുന്നില്ല. ദൈവദാസൻ പ്രാർത്ഥിച്ചപ്പോ ദൈവദാസനെ ദൈവം കാണിച്ചു, ഒരു കന്നുകുട്ടിയെ കാണിച്ചു. ഇദ്ദേഹത്തിന് പെട്ടെന്ന് ഓർമ്മ വന്നു. ആ പാസ്റ്റർ പറഞ്ഞു, ഒരു കന്നുകുട്ടി കാണുന്നു. കന്നുകുട്ടി എന്ന് പറയുമോ? മാട്ടിന്റെ കന്ന്. ഉടനെ പറഞ്ഞു ഒരു കന്നുകുട്ടി കാണും. ഇദ്ദേഹത്തിന് ഓർമ്മ വന്നു, ഒരു സഹോദരി ആരാധനയ്ക്ക് വന്നപ്പോ അവരുടെ കന്ന് വന്ന് ഇവരുടെ പറമ്പിൽ മേഞ്ഞു. അപ്പൊ ഉടനെ ഇദ്ദേഹം പെട്ടെന്ന് ആ കന്നിനെ അടിച്ചു കൊന്ന് അതിന്റെ തോലുരിച്ച് ആ കന്നിനെ പെട്ടെന്ന് അവരുടെ വയലിൽ ആ വാളത്തറയിൽ ഓവിലിട്ടങ്ങ് മണ്ണിട്ട് മുടി. ഇവര് വന്ന് നോക്കിയിട്ട് മാടനെ കണ്ടില്ല, ഇവരങ്ങ് വിട്ടു. അന്ന് ദൈവം അത് മനസ്സിൽ വെച്ചിരുന്നു. ആരാധനയ്ക്ക് വന്ന ഒരു സ്ത്രീയാണ് ഇവർ. പിന്നെ ഇദ്ദേഹം വന്നു, ഇദ്ദേഹത്തോട് പറഞ്ഞു, ഈ കന്നുകുട്ടിയാണ് നിനക്ക് തടസ്സം എന്ന് പറഞ്ഞു. ഇദ്ദേഹം ഓടിപ്പോയി ആ കന്നുകുട്ടിക്കുള്ള വില കൊടുത്തിട്ട് പള്ളി കയറിയ ഉടനെ അദ്ദേഹം അഭിഷേകിക്കപ്പെട്ടു. അപ്പൊ നമ്മളിൽ പലർ അഭിഷേകിക്കപ്പെടുവാൻ തടസ്സം നിങ്ങളുടെ പാപമാണ്. 2, നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കാത്തതാണ്. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ അറിയണം, പരിശുദ്ധാത്മാവ് ആരുടെ ഹൃദയത്തിലുണ്ടോ അവരുടെ കാത് മാത്രമേ കാഹള ശബ്ദം കേൾക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് റോമൻ കാത്തലിക്കിലുള്ളവർ, കരിസ്മാറ്റിക്കും തമിഴ്നാട്ടിലെ CSക്കാരും മറ്റു സകലരും ഇന്ന് അഭിഷേകം പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ ബൈബിൾ പറയുന്നു, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. ദൈവസഭയെ ഇന്ന് ഈ പെന്തക്കോസ്തുകാർ എന്ന് പറയുന്നവർ ആരാധനയിൽ പുറകിൽ നിൽക്കുമ്പോൾ ഇന്ന് ജാതികളായ ആളുകളെ ദൈവം തെരഞ്ഞെടുത്ത് അതിശക്തമായി അവരെ അഭിഷേകിച്ച് ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പ്രാപിച്ച അഭിഷേകം നഷ്ടപ്പെടുത്താതെ കർത്താവിന്റെ വരവേറിയും അഭിഷേകം നിങ്ങളുടെ മേൽ ഇരിക്കുവാൻ ദൈവം കൃപ തരട്ടെ. ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവെന്ന ദാനം, ഈ ദാനമായി ദൈവം തന്നത് എന്തെന്നറിയാമോ? നിങ്ങൾ ജീവിച്ചിരുന്നാൽ നിങ്ങളുടെ ശരീരം രൂപാന്തരപ്പെടണം. സപ്പോസ് കർത്താവിന്റെ വരവിന് മുമ്പ് നിങ്ങൾ മരിച്ചിരുന്നാൽ നിങ്ങളുടെ ശരീരം കല്ലറയിൽ ഇരുന്നാലും സാരമില്ല. പരിശുദ്ധാത്മാവോട് നിങ്ങൾ മരിച്ചാൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ആ ശരീരം മാത്രമേ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കത്തുള്ളൂ. ബൈബിൾ വചനമാണ്. ഹല്ലേലൂയ. ഞാൻ പറ്റുമെങ്കിൽ പുറകിൽ പറയും, പരിശുദ്ധാത്മാവെന്ന ദാനമാണ് എന്നെ രൂപാന്തരപ്പെടുത്തുന്നത്. പരിശുദ്ധാത്മാവെന്ന ദാനമാണ് ഈ കാഹള ശബ്ദത്തെ കേൾപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് എന്നെ ഈ ഭൂമിയിലേക്ക് രൂപാന്തരപ്പെടുത്തി മോളിലേക്ക് അയക്കുന്നത്. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവ്. ഈ യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം ചിലർ അഭിഷേകിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു രാത്രി മാത്രമുണ്ട്. കഴിയുമെങ്കിൽ നാളെ നിങ്ങൾ ഒരു ദിവസം 1 നേരമോ 2 നേരമോ ഉപവസിച്ച് നിങ്ങൾക്ക് ആരും അറിയാതെ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ ഈ യോഗത്തിലൂടെ ദൈവം ചിലർ അഭിഷേകിക്കും. ഹല്ലേലൂയ. ശരി, ദൈവകൃപ കൊണ്ടിരിക്കട്ടെ. ശ്രദ്ധിക്കണേ, ഈ പരിശുദ്ധാത്മാവെന്ന അഭിഷേകം നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നു. ആമേൻ. ഹല്ലേലൂയ. എത്ര നേരം കൊണ്ട്? കണ്ണിമിക്കുന്നതിനുള്ളിൽ. എത്ര തേജസ് ഇറങ്ങി വരുന്നു? 3. ആരുടെ തേജസ്? യേശുവിന്റെ തേജസ്, പിതാവിന്റെ തേജസ്, വിശുദ്ധ ദൂതന്മാരുടെ തേജസ്, പ്ലസ് ഇറങ്ങി വരുമ്പോൾ എത്ര ശബ്ദം? 3 ശബ്ദം. ഈ കർത്താവ് വരുമ്പോൾ
ആദ്യം സംഭവിക്കുന്നത് ബൈബിൾ പറയുന്നവർക്കറിയാം, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ആമേൻ, ഹല്ലേലൂയ. ആരാ ഉയർത്തെഴുന്നേൽക്കുന്ന? മരിച്ചവർ ഇപ്പൊ എവിടെ? ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഒരു ആന്റി ചോദിച്ചു, മരിച്ചവർ എവിടെയെന്ന് ചോദിച്ചു. അതിന് ഞാൻ വേറൊരു ചാർട്ട് വെച്ച് പഠിപ്പിക്കാറുണ്ട്. ആ ചാർട്ട് ഇവിടെ ഇടാൻ പറ്റുന്നില്ല, നേരമില്ലല്ലോ. അതിനെക്കുറിച്ച് പറയാം. മരിച്ചു കഴിഞ്ഞ ഉടനെ, മരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ ശരീരം മൂന്നായി തിരിയും. നമ്മുടെ ശരീരത്തിൽ ഒന്ന് ശ്വാസം അല്ലെങ്കിൽ സ്പിരിറ്റ്, അത് തന്ന ദൈവത്തെങ്കിലേക്ക് പോകും. ഹല്ലേലൂയ. ഒത്തിരി വചനമുണ്ട്. നിങ്ങൾ ആരൊന്നും വ്യത്യാസമില്ല, നിങ്ങൾ ക്രിസ്ത്യാനിയോ അല്ലയോ, മനുഷ്യനായി ജനിച്ചോ, അവരുടെ ശ്വാസം ദൈവത്തെങ്കിലേക്ക് പോകും. ഹല്ലേലൂയ. രണ്ട്, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന രണ്ടാമതൊന്ന് സോൽ എന്ന് പറയും. മലയാള ബൈബിളിൽ അതിന് വാക്ക് ദേഹി എന്നാണ്. എന്ത്? ദേഹി. ദേഹി, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ നിങ്ങളുടെ ദേഹി പാരഡൈസിൽ പോകും. രക്ഷിക്കപ്പെടാത്തവരാണെങ്കിൽ നിങ്ങളുടെ ദേഹി നരകത്തിൽ പോകത്തില്ല, പാതാളത്തിൽ പോകും. നരകം വേറെ, പാതാളം വേറെ. ഹല്ലേലൂയ. പാരഡൈസ് വേറെ, സ്വർഗം വേറെ. സ്വർഗത്തിൽ ഒരു വാസസ്ഥലമാണ് പാരഡൈസ്. നരകത്തിന് തുല്യമായ മറ്റൊരു ശിക്ഷിക്കപ്പെടുന്ന സ്ഥലമാണ് പാതാളം. ഹല്ലേലൂയ. അപ്പൊ അതിനൊരു ഉദാഹരണം പറയാൻ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടുത്തെ കേരളത്തിലെ സെൻട്രൽ ജയിൽ എവിടെയാണ്? സെൻട്രൽ ജയിൽ എന്തെങ്കിലും ഒന്ന് പറയേ, നിങ്ങൾക്ക് അറിയില്ല അല്ലേ? സെൻട്രൽ ജയിൽ കണ്ടല്ലേ? ഹല്ലേലൂയ. കണ്ണൂർ അല്ലെങ്കിൽ ട്രിവാൻഡ്രം. ഇവിടെ നിന്ന് ഒരാൾ ഒരു തെറ്റ് ചെയ്ത ഉടനെ അന്നേരം തന്നെ പിടിച്ചവനെ സെൻട്രൽ ജയിലിൽ ഇടുവോ? എവിടെ ഇടും? ഇവിടത്തെ കോട്ടയത്തോ സബ് ജയിലിൽ ഇട്ടിട്ട്. എപ്പോഴാ സെൻട്രൽ ജയിലിൽ ഇടുന്നത്? വിധി കഴിഞ്ഞിട്ട്. അതുപോലെ ഇപ്പൊ മരിച്ച ഒരു വ്യക്തി നരകത്തിൽ പോകത്തില്ല, അവനെ സബ് ജയിലിൽ പാതാളത്തിൽ ഇട്ടിട്ട് വെള്ളസിംഹാസനത്തിൽ ഒരു വിധിയുണ്ട്. ആ വിധി കഴിഞ്ഞിട്ടേ അവൻ എവിടെ പോകത്തുള്ളൂ? നരകത്തിൽ പോകത്തുള്ളൂ. ഇപ്പൊ പോകുന്ന ഈ പാതാളം എല്ലാവർക്കും ഒന്നുപോലുള്ളതാണ്. ഹല്ലേലൂയ. നിങ്ങളിപ്പോ എത്ര വലിയ തെറ്റ് ചെയ്താലും അവിടെ പോകണം. ഈ സഭയിലിരിക്കുന്ന ഒരു വിശ്വാസി പാതാളത്തിൽ പോയാലും അവിടെ തന്നെ പോകണം. ഹല്ലേലൂയ. മിസ്റ്റർ വീരപ്പനും അവിടെ കാണും. ഹല്ലേലൂയ. എല്ലാവരും എവിടെ കാണും? ഈ പാതാളത്തിൽ കാണും. എന്നാൽ ഈ നരകം എന്ന് പറയുന്നത് അങ്ങനെയല്ല. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്ത പ്രവർത്തിക്ക് തക്കവണ്ണം ആ നരകത്തിൽ ചില സെല്ലുകൾ, അറകൾ വേദപുസ്തകം വെളിപ്പെടുത്തുന്നു. അതിൽ കഠിനമായ സെല്ലുണ്ട്, സാധാരണമായ സെല്ലുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അത് ഞാൻ ചാർട്ടായി എഴുതി വരച്ച് പഠിപ്പിക്കുന്നു. ഞാൻ ആ സബ്ജക്റ്റിലേക്ക് കടക്കുന്നില്ല. അതുപോലെ ഒരു വിശുദ്ധൻ മരിച്ചു കഴിയുമ്പോൾ അവരുടെ സോൾ പാരഡൈസിൽ വിശ്രമിക്കും. ശരീരം മണ്ണിൽ, സ്പിരിറ്റ് ദൈവത്തെങ്കിൽ. ഇപ്പൊ കർത്താവ് വരുന്നു. കർത്താവ് വരുമ്പോൾ ബൈബിൾ പറയുന്നു, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. മരിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ പരിശുദ്ധാത്മാവെന്ന ദാനം, അഭിഷേകം ഉണ്ടെങ്കിൽ അവരുടെ ശരീരം മണ്ണിൽ നിന്ന് പുനരുദ്ധരിക്കും. ഹല്ലേലൂയ. മരിച്ചവർ ഇപ്പൊ എവിടെ? ബൈബിൾ പറയുന്നു, മരിച്ചവർ എവിടെ നിന്ന് പുനരുദ്ധരിക്കും? വായിക്കാം. ദാനിയേൽ പ്രവചനം 12:2. ദാനിയേൽ പ്രവചനം 12:2 മനുഷ്യ ശരീരം ഇപ്പൊ എവിടെ? എവിടെ? നിലത്തിലെ പൊടിയിൽ. അപ്പൊ ശ്രദ്ധിക്കണം, നിദ്ര കൊള്ളുന്നവരിൽ ചിലർ നിത്യജീവനും പലർ നിത്യ നിന്ദയ്ക്കും ഉണരും എന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ മരിച്ച മനുഷ്യരിപ്പോ എവിടെ? മരിച്ചവർ പലരും ഇപ്പൊ നിങ്ങളുടെ വയറ്റിലാണ്. നിങ്ങളുടെ വയറ്റിൽ മരിച്ചവർ ഇപ്പൊ എവിടെ? ഉദാഹരണം പറയാം. കടലിൽ ഒരുത്തൻ പോയി. ഇപ്പൊ ആരാ കേരളത്തിൽ കാണാതായ അമ്മമാരൊക്കെ കരഞ്ഞിട്ടിരിക്കുന്നില്ലേ? ഇന്നലത്തെ പത്രത്തെ കൊണ്ടില്ലേ? ഈ കാണാതായവർ കടലിൽ മുങ്ങി മരിച്ചു. അവരാര് തിന്നു? മീന് തിന്നു. മീനിനെ പിറ്റേ ദിവസം വേറൊരുത്തർ പോയി പിടിച്ചിട്ട് വന്നു. അന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങി നിങ്ങൾ മീനിനെ തിന്നു. ഇപ്പൊ മരിച്ചവരെവിടെ? മരിച്ചവരെ മീന് തിന്നു, മീനിനെ നിങ്ങൾ തിന്നു. ഇപ്പൊ മരിച്ചവരെവിടെ? വയറ്റിൽ. ഇനിയും പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ചിലർ മരിച്ചു, അവരെ എവിടെയോ കുഴിച്ചിട്ടു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കല്ലറ ഇത് ഇല്ലാതെയായി. റോഡ് വലുതാക്കുന്നു, മണ്ണിനെ വെട്ടി റോട്ടിൽ വീശുന്നു. അപ്പോൾ റോട്ടിൽ അവരുടെ ശരീരം വെച്ച ഇടത്തിൽ നിന്ന് ദ്രവിച്ച അസ്ഥിയും ദ്രവിച്ച മാംസവും ചേർന്ന് റോട്ടിൽ ഇങ്ങനെ വീശുമ്പോൾ അതിൽ കാറ്റടിച്ചപ്പോൾ അവരുടെ ശരീരത്തിലെ അസ്ഥി മാംസം ഏറിൽ കലർന്നു. ഡസ്റ്റിലെ തൂസി, മലയാളത്തിൽ പൊടിയായി. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ സൂര്യപ്രകാശം അകത്ത് വരുമ്പോൾ അതിന്റെ അകത്ത് ചില എന്ത് പറയും, ഡസ്റ്റ് പൊടി പറക്കുന്നില്ലേ? ആ പൊടിയുടെ ഉള്ളിൽ നിങ്ങളുടെ മുമ്പിൽ മരിച്ച നിങ്ങളുടെ അപ്പച്ചന്മാർ ആ പൊടിയിലുണ്ട്. ഹല്ലേലൂയ. അവര് നിങ്ങൾ ശ്വാസിച്ച് മൂക്കെ പിടിച്ച് നടക്കാൻ പറ്റുമോ? മൂക്കിൽ കൂടി ആ പൊടി അകത്ത് കയറിപ്പോയി.
ഇപ്പൊ ഞാൻ പറയുന്നത്, ബൈബിൾ പറയുന്നത് പോലെ നിലത്തിലെ പൊടിയില് നിങ്ങളുടെ മരിച്ച നിങ്ങളും കർത്താവിന്റെ വരവ് 500 വർഷം കഴിഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ കൊച്ചുമക്കളുടെ മൂക്കിൽ കൂടി കയറി അകത്ത് പോയി പുറത്തു പോയി കയറിക്കും. ഹല്ലേലൂയ. എങ്ങനെങ്കിലും ആകട്ടെ, ബൈബിൾ പറയുന്നു മരിച്ചവർ കല്ലറയിലല്ല, എവിടെ? നിലത്തിലെ പൊടിയിലിരിക്കുന്നവർ എങ്ങനെ ഉയർത്തെഴുന്നേൽക്കും? അവരുടെ ശരീരമില്ലല്ലോ. 4000 വർഷത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ഒരു രാജാവിന്റെ പിരമിഡ് ഈജിപ്തിൽ അടുത്ത കാലത്ത് കണ്ടുപിടിച്ചു. അവന്റെ അടുത്ത്, ആ രാജാവിന്റെ അടുത്ത് ഒരു അല്പം പൗഡർ പോലെ കുറച്ച് വസ്തു വരുന്നു. ആ പൗഡറിൽ ചില സെല്ലുകൾ എടുത്ത് എന്തൊക്കെയോ ശാസ്ത്രം അതിന് ജീവൻ കൊടുത്തപ്പോൾ 4000 വർഷത്തിന് മുമ്പിരുന്ന അതുപോലൊരു പൂച്ചയെ കണ്ടുപിടിക്കുവാൻ, ഉരുവാക്കുവാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ മനുഷ്യന് ബുദ്ധി കൊടുത്ത, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം ഈ കാഹള ശബ്ദം കേൾക്കുമ്പോൾ, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരുമ്പോൾ, യേശുവിന്റെ തേജസ് ഇറങ്ങി വരുമ്പോൾ, കർത്താവിൽ മരിച്ചവർ എവിടെ ഇരുന്നോ അവർ അവിടെ എവിടെയായി വന്ന് പെട്ടെന്ന് ഒന്നു ചേർന്ന് നമുക്ക് മുമ്പേ അവർ പുനരുദ്ധരിച്ച് ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ മുമ്പിൽ മോളി വരും. ഹല്ലേലൂയ. അത് കഴിഞ്ഞ ഉടനെ ജീവിച്ചിരിക്കുന്ന നമ്മൾ പെട്ടെന്ന് രൂപാന്തരപ്പെടും. 3 ആകായത്തിൽ എടുത്തുകൊള്ളപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഇനി ഈ 1 സെക്കൻഡിൽ സംഭവിക്കുന്ന ചില മാറ്റങ്ങൾ എന്തെന്ന് പറയാം. സ്തോത്രം. 1, യേശുവിന്റെ തേജസ് ആദ്യം ഇറങ്ങി വരുമ്പോൾ, യേശുവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ എല്ലാവരും യേശുവിനെ പോലെ മാറും. ആരെ പോലെ? ഹല്ലേലൂയ. നിങ്ങളുടെ മലയാളത്തിൽ അതിനൊരു പാട്ട് എനിക്ക് കിട്ടുന്നില്ല. തമിഴിൽ ഒരു പാട്ടുണ്ട്. ദേവസായൽ ആകമാരി ദേവനോടിരുപ്പേ നാനും ദേവനോടിരുപ്പേൻ. സാറാൾ നവരോജ് എന്നൊരു സഹോദരി എഴുതിയ പാട്ടാണ്. ആരെ പോലെ മാറും? യേശുവിനെ പോലെ മാറും. ഹല്ലേലൂയ. നമ്മളെല്ലാവരും ആരെ പോലെ മാറും? സ്തോത്രം. ഒരു നിമിഷം വീഡിയോ ഒന്ന് ഓഫാക്കാമോ? നമ്മളെല്ലാവരും ആരെ പോലെ മാറും? വായിക്കാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-21. 1 യോഹന്നാൻ 3-ാം അധ്യായം 2-ാം വാക്യം. ആകുന്നു അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുവാൻ നമ്മൾ സകലവും വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ശ്രദ്ധിക്കണം, യേശു, തമിഴ് ബൈബിളിൽ യേശു എങ്ങനെ ഇരിക്കുന്നു അതുപോലെ നമ്മളെ മാറ്റും. നമ്മളെല്ലാം ആരെ പോലെ മാറും? പറയണേ, യേശുവിനെ പോലെ മാറും. യേശുവിനെ പോലെ മാറും എന്ന് പറഞ്ഞ ഉടനെ ചിലർക്ക് ഓർമ്മ വരുന്നത് യേശുവിന്റെ ഫോട്ടോയാണ്. എന്ത്? ഞാൻ യേശുവിന്റെ ഫോട്ടോ കണ്ട എനിക്ക് അത്ഭുതം തോന്നും. ചില ഫോട്ടോയിൽ യേശു മുട്ട വെട്ടിയിരിക്കും, ചിലതിൽ യേശു കിപ്പി വെച്ചിരിക്കും, ചിലതിൽ യേശു ജട ഇട്ടിരിക്കും, ചിലതിൽ യേശു ക്ലീൻ സേവ്, ചിലതിൽ യേശു ഫ്രഞ്ച് താടി. അക്കാലത്തിൽ ആര് യേശുവിന് ഫ്രഞ്ച് താടി വെച്ചോന്നറിയില്ല. ഫ്രഞ്ച് താടി. ചിലതിൽ യേശു കട്ട താടി, ചിലതിൽ നീളത്താടി. ഇതിൽ എനിക്ക് ഒരേ കുഴപ്പം, ഇതിൽ ഏത് താടിയാണ് യഥാർത്ഥ യേശു? ഹല്ലേലൂയ. ഞാൻ ഒത്തിരി പരിശോധിച്ചിട്ട് യേശുവിന്റെ പടം എങ്ങനെ വന്നു എന്ന് അറിയാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ എനിക്ക് കിട്ടിയത്, ആദ്യമായി യേശുവിന്റെ വേഷത്തിൽ ഒരു മനുഷ്യൻ സിനിമയിൽ അഭിനയിച്ചു. അവൻ സൂപ്പറായി അഭിനയിച്ചു. അവൻ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ആ പടം റിലീസായത്, ആ പടത്തിലെ ഫോട്ടോയാണ് മിക്കവാറും ഇന്ന് കാണുന്നത്. അവൻ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, എന്റെ മഹത്വം ഞാൻ മനുഷ്യർക്ക് കൊടുക്കുകയില്ല. യേശുവിനെ പോലെ അഭിനയിച്ചത് കൊണ്ട് അവൻ അഭിനയിച്ച് പടം റിലീസാകുന്ന അന്ന് അവൻ ഭ്രാന്തനായി. ഹല്ലേലൂയ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഇന്ന് പല ഫോട്ടോകളിൽ, ചില ഫോട്ടോകൾ ആ യേശുവിന്റെ ഫോട്ടോ എടുത്ത് അതിന്റെ താടിയും തലമുടിയും സ്കാൻ ചെയ്ത് മാറ്റിയിട്ട് നോക്കിയാൽ ആരാകത്തിരിക്കുന്നത്? ആരാ? ആ സിനിമ നടൻ. അതുപോലെ നമ്മൾ മാറുമെന്നാണോ? ഹല്ലേലൂയ. നിങ്ങൾ പാടുമല്ലോ, എന്റെ പ്രിയനെ പോൽ ആരെയും ഞാൻ ലോകത്തിൽ മേലാലും ഞാൻ. യേശുവിന്റെ ഇന്നലെ ഞാൻ ചാർട്ടിൽ വരച്ചിരുന്ന മുഖം വരയ്ക്കാൻ പറ്റിയില്ല. ആ വെളുത്ത തലമുടി, സൂര്യനെ പോലെ തിളങ്ങുന്ന മുഖം, അഗ്നി ജ്വാലയ്ക്കൊത്ത കണ്ണ്, പഴയ നിയമ പുരോഹിത വസ്ത്രം, കൈക്കാൽ ചുട്ടുപഴുത്ത വെള്ളോടിന് സദൃശ്യമായ കൈക്കാൽ. ഇതുപോലെ ഇനി ദാനിയേൽ പ്രവചനത്തിൽ യേശു വെളിപ്പെടുന്നു. ഇതുപോലുള്ള തേജസ്സിന്റെ ശരീരം. എല്ലാവരും യേശുവിനെ പോലെ മാറും. ഹല്ലേലൂയ. ഇനി ഞാൻ എങ്ങനെ മാറും കുറച്ചുകൂടി പുറകെ പറയാം. രണ്ടാമത്, പിതാവിന്റെ തേജസ്,
പിതാവിന്റെ കാഹളം കേട്ട ഉടനെ നമ്മൾ എല്ലാവരും ഒന്നുപോലെ മാറും. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, ആദ്യം ദൈവം സൃഷ്ടിച്ചത് ആരെ? സത്യത്തിൽ പറയും, ആദാമിനെ. ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ ആണായിട്ട് സൃഷ്ടിച്ചോ പെണ്ണായിട്ട് സൃഷ്ടിച്ചോ? ഇല്ല, ആണായിട്ടും പെണ്ണായിട്ടും. ആദാമിനെ കണ്ടാൽ ആണെന്നും തോന്നും പെണ്ണെന്നും തോന്നും. ആദാമിൽ നിന്ന് ആ സ്ത്രീയെ, പെണ്ണെ ദൈവം എങ്ങനെ വേർപെടുത്തി? വാരിയെല്ലിൽ നിന്ന് വേർപെടുത്തിയ പിന്നെയാണ് ആണും പെണ്ണുമായത്. അപ്പോൾ ആദാമിനെ ദൈവം സൃഷ്ടിച്ചത് സ്ത്രീ പുരുഷൻ എന്ന വേഷത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് വരുമ്പോൾ സ്ത്രീയും പുരുഷനും ഇല്ലാത്ത തേജസ്സിന്റെ ഒരു ശരീരം നമുക്ക് പ്രാപിക്കും. ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിക്കുമ്പോ, അവള് പറയും, നീ സ്ത്രീയായി ജനിച്ചതിൽ സന്തോഷപ്പെടുന്നെന്ന് ചോദിച്ചാൽ എൻ്റെ ഭാര്യ പറയും, ഞാനൊരു പുരുഷനായി ജനിക്കണമായിരുന്നു. മാക്സിമം ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് ആർക്കും സ്ത്രീയായി ജനിച്ചതിൽ എന്തില്ല, ഇല്ലേ? നിങ്ങളുടെ മനസ്സ് പറയും ഞാനൊരു പുരുഷനായി ജനിക്കണമെന്ന് പറയും. സാരമില്ല, കർത്താവിന്റെ വരവ് വരെയുള്ള നിങ്ങൾ സ്ത്രീകളായിരിക്കുന്നത്. കർത്താവിന്റെ വരവ് കഴിയുമ്പോൾ നിങ്ങളും പുരുഷന് തുല്യരാകും. പിന്നെ പുരുഷനുമല്ല സ്ത്രീയുമില്ല. ഹല്ലേലൂയ. ആ തേജസ്സാണ് പിതാവിന്റെ തേജസ്. പിതാവിന്റെ ശബ്ദം കേട്ട ഉടനെ സ്ത്രീയുമില്ല പുരുഷനുമില്ല എന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ വരും. പാപമില്ലാത്ത ശരീരം. ഹല്ലേലൂയ. ഇനിയും പറയാം, ശ്രദ്ധിക്കണം, കർത്താവ് വരുമ്പോൾ ഈ വയസ്സ് വ്യത്യാസം നമ്മളെ വിട്ടു പോകും. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പൊ തന്നെ പല വ്യത്യാസമായ ശരീരങ്ങളാണ് നമ്മുടെ ഇവിടെ ഇരിക്കുന്നത്. ഉയരമുള്ളവരുണ്ട്, കട്ടമുണ്ട്, കറുത്തവരുണ്ട്, വെളുത്തവരുണ്ട്. നമ്മുടെ ശരീരം ഒന്നുപോലെ ആകും. സ്തോത്രം പറയും. ഹല്ലേലൂയ. ഇനി എന്തൊക്കെ മാറ്റം ഉണ്ടാകും പുറകെ പറയാം. ദൂതന്റെ തേജസ്, ദൂത ശബ്ദം കേട്ട ഉടനെ നമ്മൾ ദൂതന് തുല്യരായി മാറും. അതിന് ഉദാഹരണം പറയാം. യേശു കർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഈ പുനരുദ്ധാനം പഠിപ്പിച്ചപ്പോൾ ചിലർ വന്ന് യേശുവിനോട് പറഞ്ഞു, ഒരു സ്ത്രീയെ ഒരു പുരുഷൻ കല്യാണം കഴിച്ചിട്ട് അവൻ മരിച്ചുപോയി, അവന്റെ അനിയൻ അവളെ കല്യാണം കഴിച്ചു, അങ്ങനെ എത്ര പേർ? 7 പേർ. പുനരുദ്ധാനത്തിൽ ആ സ്ത്രീ ആരുടെ ഭാര്യയായിരിക്കും? യേശു കർത്താവ് പറഞ്ഞു, പുനരുദ്ധാനത്തിൽ വിവാഹമോ വിവാഹമോചനമോ ഇല്ല, എല്ലാവരും ആരെ പോലെ ഇരിക്കും? ദൈവത്തിന്റെ ദൂതന്മാരെ പോലെ ഇരിക്കും. അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ കാഹളം, യേശുവിന്റെ തേജസ്, പിതാവിന്റെ കാഹളം, പിതാവിന്റെ തേജസ്, ദൂതന്മാരുടെ ശബ്ദം, ദൂതന്മാരുടെ തേജസ്, ഇത് പ്രാപിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഒന്നുപോലെ മാറും. എത്ര നേരം കൊണ്ട് നിങ്ങൾ പാടിയില്ലേ, നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീരും സാരമില്ല, പെട്ടെന്ന് കണ്ണ് മേയ്ക്കുന്നതിനുള്ളിൽ നമ്മൾ എല്ലാവരും. അപ്പൊ നിങ്ങൾക്ക് ചില സംശയങ്ങൾ വരും. അവിടെ പോയാൽ ആളുകളെ വ്യത്യാസം അറിയാൻ പറ്റും, അല്ലെ? ഒന്നുപോലെ എങ്ങനെ അറിയാൻ പറ്റും? അറിയാൻ പറ്റും. യേശു കർത്താവ് രൂപാന്തര മലയിൽ വന്നപ്പോൾ ആരൊക്കെ വന്നവിടെ? മോശയും എലിയാവും. ഇവിടെ കൂടെ പോയ ശിഷ്യന്മാർ അവരെ ഭൂമി വെച്ച് ഒരു ദിവസം പോലും കണ്ടിട്ടില്ല. തേജസ്സിൽ അവരെ കണ്ടപ്പോൾ അവരെ കുറച്ച് ഇത് എലിയ, ഇത് മോശ എന്ന് പറയാൻ പറ്റിയെങ്കിൽ നമ്മുടെ ശരീരം നമ്മളാണെന്ന് അവിടെ അടയാളം കാണാൻ പറ്റും. ഹല്ലേലൂയ. എത്ര നേരം കൊണ്ട്? കണ്ണിമിക്കുന്നതിനുള്ളിൽ. ഇനിയും ശ്രദ്ധിക്കണം, ബൈബിൾ പറയുന്നു താഴ്ചയുള്ള ശരീരം. എന്ത്? നിറയെ വചനങ്ങളുണ്ട്, ഞാൻ തന്നെ പറഞ്ഞു പോകാം. ശരീരത്തിന് പേര്, ഈ ശരീരത്തിന് രണ്ട് കാര്യം ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. തമിഴ് ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, ശരീരത്തിൽ മാംസം, ശരിയാണോ? ദേഹം ശരീരത്തിൽ ഇരിക്കുന്നത് വരെ ഇതിന് വേദന, നോവുണ്ട്. സോൾ, ആത്മാവ്, പ്രാണൻ ശരീരത്തിൽ ഇരിക്കുന്നത് വരെ ഇതിന് കവല ഉണ്ട് എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ശരീരത്തിൽ മാംസം ഇരിക്കുന്നത് വരെ ഇതിന് എന്തുണ്ട്? ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാൾ എനിക്ക് ഒരു വേദന ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ തന്നെ നിങ്ങൾ ഇവിടെ ഇരുന്ന് കുറച്ചു നേരമായപ്പോൾ അറിയാതെ എവിടെയൊക്കെ വേദന എടുക്കുന്നുണ്ട്. കയ്യോ കാലോ ഇടുപ്പോ നടുവൊക്കെ വേദന എടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. ലോകത്തെ മനുഷ്യൻ ജീവിക്കുന്നത് വരെ ശരീരത്തിന് എന്തുണ്ട് എന്ന് പറയണേ? തലവേദന എടുത്താൽ എന്ത് പറയും? തലവേദന എന്ന് പറയോ? കണ്ണ് പറയണേ? മൂക്ക്, പല്ല്, കാത് വേദന, കഴുത്ത്, മുതുകെന്ന് പറയോ? നെഞ്ച്, വയറ്, നടു. ഒന്നും മിണ്ടുന്നില്ലല്ലോ നിങ്ങളെ. ഹല്ലേലൂയ. കാരണം ഈ മിണ്ടാത്തവർക്കൊക്കെ വേദന ഉണ്ടെന്ന് അർത്ഥം. ഹല്ലേലൂയ. അടുത്ത കാലുവേദന എടുത്ത വേദന ഒന്നാണ്, ഏരിയക്കാണ് പേര്. ഒരു വേദനയ്ക്ക് ഒരു ഡോക്ടർ, ഇനി ഒരു വേദനയ്ക്ക് ഇനിയൊരു ഡോക്ടർ. വേദന ഒന്നാണ്. മനുഷ്യൻ മരിക്കുന്നത് വരെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരിടത്ത് വേദന എടുത്തിട്ടിരിക്കും. നമ്മുടെ വേദന വന്ന ആരെടുത്ത് പോവും? ഡോക്ടർ എടുത്ത് പോവും. ഡോക്ടർ ഇരുന്നിരുന്ന് അങ്ങേരും വേദന എടുത്തുണ്ടായിരിക്കുന്നത്.
ഞാൻ ഒരു ഡോക്ടറെ വേദനയോട് പോയപ്പോ അങ്ങേര് അതേ വേദനയ്ക്ക് മധുരയിൽ പോയി വേറൊരു ഡോക്ടറെ കാണാൻ പോയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ബൈബിൾ പറയുന്നു, ഈ ശരീരം, മാംസം ശരീരത്തിൽ ഇരിക്കുന്നത് വരെ ഇതിനെന്തുണ്ട്? ഇനിയും ബൈബിൾ പറയുന്നു, ആത്മാവ്, പ്രാണൻ ഈ ശരീരത്തിൽ ഇരിക്കുന്നത് വരെ ഇതിന് കവലമുണ്ട്. എന്ത്? ഹല്ലേലൂയ. നരക്കമെന്നല്ല, കവല, ദുഃഖം. എന്ത്? ദുഃഖം. ദുഃഖം. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാൾ എനിക്ക് ദുഃഖമേ ഇല്ല, ഞാൻ ഫ്രീ ആണെന്ന് പറയാൻ പറ്റുമോ? 2 ദിവസം ദുഃഖമില്ലാതിരുന്ന 3-ാം ദിവസം ഈ 2 ദിവസത്തെ ദുഃഖം ചേർത്തങ്ങ് വരും. 2 ദിവസം നമ്മൾ എനിക്ക് നല്ല ഇങ്ങനെ ജോൺ കെന്നഡിയുടെ ഭാര്യ പെട്ടെന്ന്, ജോൺ കെന്നഡി ഒരു മേടയിൽ പ്രസംഗിക്കുമ്പോൾ ഭയങ്കര കൂട്ടം, ഭാര്യയ്ക്ക് അല്പനേരം പ്രസംഗിക്കാൻ കൊടുത്തു. അവൾ പെട്ടെന്ന് മേടയിൽ വന്ന് പറഞ്ഞു, ഈ ലോകത്ത് വെച്ച് ഏറ്റവും ഭാഗ്യമുള്ള ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അത് ഞാൻ തന്നെയായിരിക്കണമെന്ന് പറഞ്ഞു. അല്പ കഴിഞ്ഞപ്പോൾ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി അല്പ ദൂരത്ത് വരുമ്പോൾ ക്രൂരരായ ചിലർ തോക്ക് വെച്ച് വെടിവെച്ച് ജോൺ കെന്നഡിയെ കൊന്നു. ആ മരണശരീരം കണ്ടിട്ട് അല്പം മുമ്പിൽ പറഞ്ഞു, ഞാനാണ് ഭാഗ്യമുള്ളെന്ന് പറഞ്ഞ സ്ത്രീ അല്പം പുറകെ പറയുന്നു, ലോകത്ത് ഏറ്റവും ദുർഭാഗ്യമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നാൽ അത് ഞാനായിരിക്കണമെന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണേ, നമ്മൾ പറയും ഞാനാണ് ഭാഗ്യമുള്ളവർ, അല്പ കഴിയുമ്പോൾ നിങ്ങൾ തന്നെ പറയും ഞാനാണ് ദുർഭാഗ്യമുള്ളവർ. അപ്പൊ ലോകത്ത് മനുഷ്യൻ മരിക്കുന്നത് വരെ മനുഷ്യ ശരീരത്തിൽ വേദന ഉണ്ട്, കവലയുണ്ട്, ദുഃഖമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ചിലര് വിചാരിക്കും പാസ്റ്റേഴ്സിന് ഒരു കവലയും കാണത്തില്ലെന്ന്. ഹല്ലേലൂയ. കാരണം ഞാനൊരു സംഭവം പറയാം. ഒരു രാജാവ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഒത്തിരി പ്രശ്നം. അദ്ദേഹം പ്രശ്നം എനിക്ക് മാത്രം, പ്രശ്നം, രോഗം, ദുഃഖം, കവല, ഇത് എനിക്ക് മാത്രമോ എന്നറിയാൻ വേണ്ടി, തന്റെ രാജ്യത്തിൽ ആരെങ്കിലും പ്രശ്നമില്ലാത്തവരുണ്ടോ എന്നറിയാൻ വേണ്ടി അദ്ദേഹം ഒരു കുന്നിൽ, ഒരു മേട്ടിൽ നിന്നിട്ട് ആളുകളോട് പറഞ്ഞു, ഓരോ പ്രശ്നത്തിനും ഓരോ വസ്തുക്കൾ, ഓരോ പൊരുൾക്കൾ, ഈ ഓല, വിറക്, ഇങ്ങനെ ഓരോ സാധനം പറഞ്ഞിട്ട് നിങ്ങൾ ചുമക്കാൻ പറഞ്ഞു. രാജാവ് മേടയിൽ നിൽക്കുമ്പോൾ ആളുകൾ ചുമക്കാൻ പറ്റാതെ ചുമന്നുകൊണ്ട് പോകുന്നു. അപ്പൊ രാജാവ് വിചാരിച്ചു ഞാൻ സാരമില്ലെന്ന് പറഞ്ഞു നിൽക്കുമ്പോ ഒരു മനുഷ്യൻ കൈവീശി വരുന്നു. അപ്പൊ രാജാവ് ഒന്നുകിൽ മെന്റലായിരിക്കണം, അവനെ വിളിച്ച് നിനക്ക് എന്തെങ്കിലും ബുദ്ധി പ്രശ്നം ഇല്ല. അപ്പൊ രാജാവ് ചോദിച്ചു, നിന്റെ പ്രശ്നം എവിടെ? നിനക്ക് പ്രശ്നമില്ലെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, രാജാവേ, എന്റെ പ്രശ്നം ചുമക്കാൻ പറ്റാത്തത് കൊണ്ട് പുറകെ ലാറിയിൽ വരുന്നെന്ന് പറഞ്ഞു. ഇത് പറയാൻ കാരണോ, ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോ, സാംകുമാർ പ്രസംഗിക്കുമ്പോ നിങ്ങൾ വിചാരിക്കും ഇവർക്കൊരു പ്രശ്നവുമില്ലെന്ന്. ഞങ്ങളുടെ പ്രശ്നം പ്രസംഗിച്ച് കഴിഞ്ഞോണ്ട് ലാറിയിൽ മോളി ഒന്ന് കിടപ്പുണ്ട്. കാരണം ഒരു ഭാര്യ 2 മക്കളുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഒരു 150-200 കുടുംബമുള്ള അത്രയും ആളുകളെ ശ്രദ്ധിക്കുന്ന എന്റെ സഭയിലെ വിശ്വാസികളെ ആ ഇത്രയും പ്രശ്നം നോക്കുമ്പോ ഞങ്ങളുടെ പ്രശ്നം ചുമക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. അടുത്ത കാലത്ത് പാസ്റ്റേഴ്സ് എത്ര വർഷം ജീവിക്കുന്നെന്ന് കരുത്ത് കണിപ്പ് എന്ന് വെച്ചാൽ മലയാളത്തിൽ അത് പറ്റുന്നില്ല, ഒരു ഇതെടുത്ത് എടുത്തപ്പോ മാക്സിമം പാസ്റ്റേഴ്സ് 45 മുതൽ 50 വയസ്സിനിടയിൽ പാസ്റ്റർമാർ മരിക്കുന്നു. ഇപ്പൊ എന്തെന്ന് അറിയാമോ? ഹൈ പ്രഷർ, ഹൈ ഷുഗർ, അൾസർ, എന്തെങ്കിലും രോഗം, പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക്, പാസ്റ്റർ മരിക്കുക ഈ ലോകത്ത്. കാരണം അറിയാമോ? വിശ്വാസികളുടെ എല്ലാ പ്രശ്നം ആരുടെ മേലിൽ? ഹല്ലേലൂയ. അത് പാസ്റ്റേഴ്സിന് സഹിക്കാൻ പറ്റാത്ത ഒന്നുണ്ട്. ഈ ചർച്ചയിൽ ഒരു 6 മാസം, 1 വർഷം, 2 വർഷം വന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം പാസ്റ്ററോട് പറയാതെ വേറൊരു സഭയിൽ പോയി ആരാധിക്കാൻ പോയാൽ, ഒരു പാസ്റ്ററുടെ വീട്ടിൽ, എന്റെ വീട്ടിൽ ഒരു കുഞ്ഞ് മരിക്കുന്നതിന് സമമാണ് ഒരു വിശ്വാസി ഇവിടെ വന്നിട്ട് പെട്ടെന്ന് വേറൊരു സഭയിൽ പോകുന്നത്. ഹല്ലേലൂയ. ആമേൻ. അതും ഞങ്ങളുടെ സഭയിലേക്ക് ഇപ്പൊ ആരെങ്കിലും വന്നാൽ ഒത്തിരി ഫിൽറ്റ് ചെയ്ത് ഞാൻ എടുക്കത്തുള്ളൂ. കാരണം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു അശുദ്ധാത്മാവ് പോയി എത്രയെ കൊണ്ടുവരും? ഇവൻ വന്നിട്ട് 7 കൊണ്ടുപോയി കളയും. അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി നോക്കി എവിടെ നിന്ന് വരുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ നന്നായിട്ട് നോക്കി ഞങ്ങൾ കേട്ടത്തുള്ളൂ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. അപ്പോ ഇതൊക്കെ ഈ പാസ്റ്റർമാർക്ക് സഹിക്കാൻ പറ്റാത്തതാ, ഇവര് വേദന. എന്നാൽ ദൈവകൃപയിൽ ഞങ്ങളുടെ ചർച്ചിലെ വിശ്വാസികൾ, ഒരാൾക്ക് ആക്സിഡന്റ് ആയി, റോട്ടി വീണ്, നല്ല വിശ്വാസി, ബെസ്റ്റ് വിശ്വാസി, സഭയുടെ എൽഡറാണ്. എന്നാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച കേരളത്തിൽ പ്രസംഗിക്കാൻ വന്നു. തിങ്കളാഴ്ച വീഴുന്നു. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം 4 ദിവസം എന്നെ വിളിച്ച് പറഞ്ഞില്ല. ഞാൻ നാട്ടിൽ വന്നിട്ട് ഞാൻ വിളിച്ചു ചോദിച്ചു, എന്തുവാ നിങ്ങൾ എന്നോട് പറയാത്ത? അങ്ങേര് പറഞ്ഞു, പാസ്റ്റർ നിങ്ങൾ പ്രസംഗിച്ചോണ്ട് നിൽക്കും, ഞാൻ വീഴുന്നത് അറിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിങ്ങ് വരും, നിങ്ങൾ ശരിക്കും നിന്ന് പ്രസംഗിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തതെന്ന് പറഞ്ഞു. അതിനു മുമ്പ് ഞാൻ വേറെടുത്ത് ദൈവകൃപയിൽ പ്രസംഗിക്കാൻ പോയപ്പോ ഞങ്ങളുടെ വിശ്വാസിയുടെ സ്വന്തം അമ്മ, സഹോദരന്റെ അമ്മ നിലത്ത് വീഴുന്ന, തലയിലടിച്ച് ബോധം കെട്ട് മരണത്തോട് പോരാടി ആശുപത്രിയിൽ അഡ്മിറ്റ്.
അദ്ദേഹം എന്നോട് വിളിച്ചു പറയുന്നില്ല, അപ്പോൾ എന്നെ വിളിച്ച് പാസ്റ്റർ കൺവെൻഷൻ എങ്ങനെ ഉണ്ട്, അനുഗ്രഹമായിരിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ നന്നായി പ്രസംഗിക്കും എന്ന് പറയുന്നു. അദ്ദേഹത്തിന് അമ്മ സീരിയസ് ആയി കിടക്കുന്നു. ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് പോയി ഇത് അറിഞ്ഞിട്ട് എന്തുവാ പറയാത്തെന്ന് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഈ ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടായാൽ നിങ്ങൾക്ക് നന്നായി പ്രസംഗിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നിങ്ങളോട് പറയുന്നില്ല. ദൈവകൃപയാൽ എന്റെ വിശ്വാസികൾ കഴിവതും എനിക്ക് ടെൻഷൻ തരത്തില്ല. അതിനായി ദൈവത്തിന് സ്തോത്രം. അതെന്തെന്നറിയാമോ? തമിഴ്നാട്ടിൽ ഇപ്പൊ പുതുതായിട്ട് രക്ഷയിലേക്ക് വന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഓർക്കുക, നിങ്ങൾ കഴിവതും ആർക്കും ടെൻഷൻ, മറ്റുള്ളവർക്ക് നിങ്ങളെ പോലെയാണ് മറ്റവർ. അപ്പോൾ ഈ ലോകത്ത് ജീവിക്കുന്നത് വരെയും നമുക്ക് രോഗമുണ്ട്, നമുക്ക് വേദന ഉണ്ട്, നമുക്ക് ദുഃഖമുണ്ട്, നമുക്ക് കഷ്ടത ഉണ്ട്. എന്നാൽ കർത്താവിന്റെ വരവിൽ ഇതെല്ലാം മാറിപ്പോകും. ഹല്ലേലൂയ. കർത്താവ് വന്നോ പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് രൂപാന്തരപ്പെട്ട് കണ്ണിമയ്ക്കുന്നതിന് മുകളിൽ എടുത്തുകൊള്ളപ്പെട്ടു. സ്തോത്രം. പോയ ഉടനെ, സ്വർഗത്തിൽ പോയ ഉടനെ ചിലർക്കൊരാഗ്രഹം ഫാമിലി ആയിരിക്കണം. എങ്ങനെ ഈ നമ്മൾ ഈ ടൂറൊക്കെ പോകുന്നത് പോലെ, പിക്നിക്ക് പോകുന്നത് പോലെ ചേർന്ന് അങ്ങ് കുടുംബം, അതും നടക്കത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ പറയാം. എന്റെ ഭാര്യ, ഞങ്ങൾ കല്യാണം കഴിച്ച് 14 വർഷമായി. മാക്സിമം ഞങ്ങൾ വലിയ വഴക്കോ ചണ്ടയോ ഒന്നും കൂടിയിട്ട് നല്ല ദൈവകൃപയാൽ സ്നേഹിക്കുന്ന ഒരു നല്ല ഭാര്യ ദൈവം എനിക്ക് തന്നു. സ്തോത്രം. എന്നാൽ എന്റെ ഭാര്യ പ്രസംഗിച്ച് കഴിയുമ്പോൾ, സ്വർഗ്ഗമൊക്കെ പ്രസംഗിക്കുക, അവൾ പറയും സ്വർഗത്തിൽ വന്ന് നിങ്ങളുടെ അടുത്തിരിക്കും എന്ന് പറയും. ഞാൻ തമാശന് പറയും, ഇവിടെ സഹിച്ചത് മതി, അവിടെ നീ എന്റെ അടുത്ത് വരണ്ടെന്ന്. ഇല്ലേ? നിങ്ങൾ അങ്ങനെ സപ്പോസ് സ്വർഗത്തിൽ പോയി ഫാമിലിയായി ഭാര്യയും ഭർത്താവുമായിട്ട് ഇരിക്കണം എന്ന് വിചാരിച്ചാൽ ദൈവം സമ്മതിക്കത്തില്ല. കാരണം ഈ ഭൂമിയിൽ എത്ര സ്നേഹമുള്ള ഭാര്യ ഭർത്താവായാലും വഴക്കും ആ ചണ്ടയും പിടിക്കാത്ത ഭർത്താവ് ഭാര്യ ലോകത്തിലില്ല. കാരണം തമിഴ്നാട്ടിൽ ഒരു പാസ്റ്റർ ഉണ്ട്, എബനേസർ പോൾ. നന്നായിട്ട് വിവാഹം നടത്തും. അദ്ദേഹം എവിടെയെങ്കിലും വിവാഹം നടത്താൻ പോയാൽ അദ്ദേഹം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, കല്യാണം കഴിഞ്ഞ 5 വർഷത്തിന് മേലായവർ, ഇതുവരെയും എന്റെ കുടുംബത്തിൽ, ഭാര്യ ഭർത്താവ് കുടുംബത്തിൽ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, നിങ്ങൾ കൈവക്കാൻ പറയും. ഒരിടത്തും ആരും കൈവക്കിയില്ല. എന്നാൽ തിരുനെൽവേലിയിൽ ഒരിടത്ത് പ്രസംഗിക്കാൻ വന്നപ്പോ ഒരു പാസ്റ്റർ കൈവക്കി. ഉടനെ ഇദ്ദേഹത്തിന് ഭയങ്കര ആശ്ചര്യമായി. കാരണം ഈ പാസ്റ്റർ കൈവക്കിയല്ലോ എന്ന് വിചാരിച്ച പാസ്റ്റർ തനിയെ കൂട്ടിയിട്ട് പോയി. പാസ്റ്റർ കല്യാണം കഴിഞ്ഞ് എത്ര വർഷമായെന്ന് ചോദിച്ചു. 7 വർഷമായി. ഇതുവരെ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നെന്ന് ചോദിച്ചു. ആ പാസ്റ്റർ പറഞ്ഞു, എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു പെണ്ണിനെ എന്റെ അപ്പനും അമ്മയും ചേർന്ന് കല്യാണം കഴിപ്പിച്ചു. ഞാൻ കല്യാണം കഴിച്ചിട്ട് എന്റെ ഭാര്യയെ കൊണ്ട് എന്റെ വീട്ടിൽ വിട്ടിട്ട് വീട്ടിൽ നിന്ന് പുറത്തു വന്നവൻ 7 വർഷമായി ഇന്നുവരെ ഞാൻ വീട്ടിൽ കയറിയിട്ടില്ല. സത്യമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ എന്തില്ല? അങ്ങനെയാണെങ്കിൽ വിവാഹമായാൽ, ഫാമിലി ആയാൽ തീർച്ചയായിട്ടും എന്തുണ്ട്? പ്രശ്നമുണ്ട്. കൊച്ചു പ്രശ്നങ്ങൾ ഇല്ലാത്തവരില്ല. സ്വർഗത്തിൽ പോയാൽ നിങ്ങൾ അധികം അടുപ്പിച്ചിരുത്താനുള്ള പ്രശ്നമാണ്. അതുകൊണ്ടാണ് യേശു കർത്താവിനോട് ഒരു സ്ത്രീ വന്ന് ചോദിച്ചു, യേശുവേ, നിന്റെ രാജ്യത്തിൽ വരുമ്പോ എന്റെ ഒരു മകൻ വലതുവശത്തും മറ്റൊരു മകൻ. അപ്പൊ യേശു കർത്താവ് പറഞ്ഞു, ഞാൻ കുടിക്കുന്നത് നിങ്ങൾക്ക് കുടിക്കാം, ഞാൻ കഴിക്കുന്നത് നിങ്ങൾ കഴിക്കാം. എന്നാൽ സ്വർഗത്തിൽ ആര് എവിടെ ഇരിക്കണമെന്നത് പിതാവ് നിശ്ചയിച്ചിരിക്കുന്നോ അവർക്ക് ഇരിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് ഇന്ന് വരുമ്പോൾ ഇതുപോലെ സെപ്പറേറ്റ് ഒന്നും ഇരിക്കത്തില്ല. കണ്ണ് മോടി തുറക്കുന്നതിനുള്ളിൽ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച്, ഹല്ലേലൂയ, ദുഃഖമില്ലാത്ത, വേദനയില്ലാത്ത, വരുത്തമില്ലാത്ത സാധു സുന്ദർ സിംഗ് ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തെ ദൈവം കാണിച്ചു. ആ സ്വർഗത്തിലെ ചിലർ ഭൂമിയിൽ വേദനപ്പെടുന്ന, പാതാളത്തിൽ വേദനപ്പെടുന്നവരെ കാണുന്നു എന്ന്. എന്നാൽ അവർക്ക് സങ്കടം വരുന്നില്ല, കവല വരുന്നില്ല. കാരണം സ്വർഗത്തിൽ പോയ ഉടനെ കർത്താവ് കണ്ണുനീരെന്ത് ചെയ്യും? തുടയ്ക്കൊണ്ട് നിൽക്കുമ്പോൾ അമേരിക്കയിൽ ഒരു സ്റ്റേജിൽ ഒരു മീറ്റിംഗ് നടക്കുന്നെങ്കിൽ അവിടെയും യേശുവിന് ഇപ്പൊ പ്രവർത്തിക്കാൻ പറ്റും. ഇപ്പൊ തമിഴ്നാട്ടിൽ പ്രവർത്തിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ നമ്മളെല്ലാവരും യേശുവിനെ കാണും, ഒരേ സമയം കാണും. കാണുമ്പോൾ യേശുവിനെ എങ്ങനെ കാണുമെന്നറിയാമോ? യേശുവിന്റെ 2 കൈയിലും ആണികൾ അടിക്കപ്പെട്ട ആ വടുമ്പ് നമ്മൾ കാണും. യേശുവിന്റെ തലയിൽ മുൾമുടി വയ്ക്കപ്പെട്ട തളിമ്പ് നമ്മൾ കാണും. കന്നത്തിൽ ഓങ്ങി അടിച്ച യഥാർത്ഥ യേശുവിന്റെ ക്രോസിലെ മരണം നമ്മൾ മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ഞാനിനി പുരോഹിതനാണ്, ഈ പദവി എനിക്ക് തരുവാൻ യേശു കർത്താവ് ഇത്രയ്ക്ക് എനിക്ക് വേണ്ടി മരിച്ച് എന്നെ ഈ ഇന്ത്യയിൽ ജനിച്ച എന്നെ രക്ഷിച്ചല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ അവരൊരു പാട്ട് പാടി അടുത്ത സ്റ്റേജിലേക്ക് കിടക്കും. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിന്റെ വരവിൽ ദൈവസഭ എടുത്തുകൊള്ളവരുടെ മോളിൽ പോയി ആനന്ദിക്കുമ്പോൾ ഈ ഭൂമിയിൽ 7 വർഷങ്ങൾ ലോകാരംഭം, വലിയൊരു കഷ്ടത ഈ ഭൂമിയിൽ സംഭവിച്ചു തുടങ്ങും. ഹല്ലേലൂയ. മഹോപദ്രവ കാലത്തിൽ സംഭവിക്കുന്നതെന്ത്?
വായിക്കാം. ഒരു സംഭവം പറഞ്ഞ് ബാക്കി നാളെ പറയും. യേശുവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുവാൻ ഒരു 5 യോഗ്യതകൾ വേഗം നിങ്ങളെ പഠിപ്പിച്ച് ഈ ക്ലാസ് അവസാനിക്കാം. മത്തായി സുവിശേഷം 24-ാം അധ്യായം 21-ാം വാക്യം വായിക്കണേ. മത്തായി 24-21. യേശുവിന്റെ വരവ് കഴിഞ്ഞ ഉടനെ ലോകത്ത് സംഭവിക്കുന്നതെന്ത്? ലോക ആരംഭം മുതൽ ില്ലാത്തതും വലിയ കഷ്ടം അന്നുണ്ടാകും. തമിഴ് ബൈബിളിൽ ആ ദിവസം ഉണ്ടാകുമെന്ന് പോകുമോ ഇല്ലയോ എന്നത് കണ്ടുപിടിക്കാൻ ഇപ്പൊ സ്വതന്ത്രം കാലം നിങ്ങൾ കേൾക്കുമോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനുള്ള വചനങ്ങളുണ്ട്. ഹല്ലേലൂയ. അതിലൊരു 4 പോയിന്റ് നാളെ ഒരു പോയിന്റും പഠിപ്പിക്കാം. ഈ ലോകത്ത് ചില സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 1-2 സംഭവം പറയാം. ഞങ്ങളുടെ തമിഴ്നാട്ടിൽ ഒരു ഡോക്ടർ, ഭാര്യ ഡോക്ടർ, ഭർത്താവ് ഡോക്ടർ. ഈ ഭർത്താവ് ഡോക്ടറുടെ മേൽ ഭാര്യ ഡോക്ടറിന് സംശയമുണ്ടായി. രാത്രി വിഷ ഇഞ്ചക്ഷൻ കൊടുത്ത് സ്വന്തം ഭർത്താവിനെ കൊന്നിട്ട് രാത്രി ആ ഭർത്താവിനെ 23 പീസുകളായി വെട്ടി, പല കൈ കാല് വെട്ടി 23 പ്ലാസ്റ്റിക് കവറുകളുടെ അകത്താക്കി 3 സൂട്ട്കേസ് എടുത്ത് ആ സൂട്ട്കേസിന്റെ അകത്ത് വെച്ച് ഞങ്ങൾ ഈ ഡോക്ടറുടെ ശരീരത്തെ ആ മലയിൽ നിന്ന് തള്ളിവിടാൻ ഉദ്ദേശിച്ച് തള്ളിവിട്ടു. ആ സൂട്ട്കേസോട് ആ മലയിൽ ആളില്ലാത്തടത്ത് തള്ളിവിട്ടിട്ട് ഈ അമ്മ ഡോക്ടർ താഴോട്ട് വന്നപ്പോൾ അമ്മേ നിങ്ങൾ ആ സൂട്ട്കേസ് നല്ല സുഖം എടുക്കില്ല, പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഈ ടാക്സി ഡ്രൈവർ ഈ സൂട്ട്കേസോടെ കാറ് നിർത്തിയിട്ട് പോയി ഈ സൂട്ട്കേസ് ഇറച്ചി കഷ്ണങ്ങൾ എന്തെന്ന് തുറന്നു നോക്കിയാൽ ഒന്നിൽ കൈയിരിക്കുന്നു, ഒന്നിൽ തലയിരിക്കുന്നു. ഇദ്ദേഹത്തിന് പേടി തോന്നി, ചിലപ്പോ പോലീസ് പിടിച്ചാൽ ഇദ്ദേഹത്തിന് പ്രശ്നം വരുമെന്ന് വിചാരിച്ച് പോലീസിന് ഫോൺ വിളിച്ച് പോലീസ് വന്ന് ഈ പെട്ടി തുറന്ന് നോക്കിയപ്പോൾ അകത്തിരുന്ന ശരീരത്തിൽ ആ ഭാര്യയ്ക്ക് എന്തറിയാം, എവിടെ വെട്ടിയാ എവിടെ കളന്നു വരുന്നറിയാം. കർത്താവ് പറഞ്ഞു ഇത് സാധാരണ സംഭവമാണ്. കർത്താവിന്റെ വരവ് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ പ്രിയ അങ്കിൾ വലിയ മീൻ വാങ്ങി അവിടെ ഇട്ട് വെട്ടുന്നത് കണ്ട്, വലിയൊരു കത്തിയിട്ട് വെട്ടുന്നത് കണ്ട്. നോക്കണേ, ഇവിടെ ഇരിക്കുന്ന നാളെ ഞാൻ നിങ്ങളുടെ വചനം വീണ്ടും പഠിപ്പിക്കും. ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാർ നിങ്ങൾ കൈവിടപ്പെട്ടാൽ ആ ഡോക്ടർ സഹോദരി അവർക്ക് എവിടെ വെട്ടിയാൽ തല കളന്നു വരുന്നറിയാം. ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർ നിങ്ങള് മീൻ വെട്ടുന്ന കത്തി വെച്ച് കാരണം യേശു പറഞ്ഞു കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ലോകാരംഭം മുതൽ ലോകമുണ്ടായത് മുതൽ സംഭവിച്ചിട്ടില്ലാത്ത വലിയ കഷ്ടം യേശു കർത്താവിന്റെ വരവ് കഴിഞ്ഞ് സംഭവിക്കും. ഗ്രാമത്തിലെ ഒരു മേൽജാതിക്കാരൻ ആ ട്രെയിനിൽ കീഴെ സീറ്റിലിരുന്നു. ഈ കുഞ്ഞറിയാതെ 7 ദിവസമായ കുഞ്ഞറിയാതെ യൂറിൻ ചെയ്തു. ആ യൂറിൻ ഈ മേൽജാതിക്കാരന്റെ ബ്രാഹ്മണന്റെ തലയിൽ വീഴുന്നു. കോപിതനായ അവൻ പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ അമ്മ ആ കുഞ്ഞിനെ തന്റെ കയ്യിലെടുത്തു. കോപിതനായ അദ്ദേഹം ആ കുഞ്ഞിനെ അമ്മയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി 2 കാലും പിളർന്ന് ജനിച്ച് 7 ദിവസമായ കുഞ്ഞിനെ അവിടെ കൊന്നിട്ടു. അദ്ദേഹം ഇന്ന് ജയിലിലാണ്. ഹല്ലേലൂയ. ഇത് സംഭവിച്ചത്. എന്നാൽ കർത്താവ് പറഞ്ഞു ലോകാരംഭം വലിയ കഷ്ടം കർത്താവിന്റെ വരവ് കഴിഞ്ഞ് ഈ ലോകത്ത് ഈ പാണ്ടനാട് സംഭവിക്കാൻ പോകുന്നു. ഡൽഹിയിൽ ഒരു ഹോട്ടലിൽ ഇറച്ചി ഭയങ്കര ടേസ്റ്റ്, കൂട്ടം കൂട്ടമായ ആളുകൾ കഴിക്കുവാൻ പോകുന്നു. ഒരു സബ് ഇൻസ്പെക്ടർ ഇറച്ചി കഴിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന്റെ പ്ലേറ്റിൽ നഖത്തോട്, അത് നിങ്ങൾ ചിലപ്പോൾ പത്രത്തിൽ വായിച്ചു കാണും, ആ പ്ലേറ്റ് ആ നഖമെടുത്ത് വിരലെടുത്ത് പോലീസ് CPIയുടെ കയ്യിൽ കൊടുത്ത് അന്വേഷിച്ചപ്പോൾ ഈ ഹോട്ടലിൽ ഒറ്റയ്ക്ക് പോകുന്നവരെ അകത്തു കൊണ്ടുപോയി തലയും കയ്യും കാലും വെട്ടി ഇറച്ചിയായി വിൽക്കുന്ന സ്വഭാവം ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നു. ജോലിക്ക് പോയ നിങ്ങളുടെ ഭർത്താവ് തിരിച്ചു വരത്തില്ല. പഠിക്കാൻ പോയ കോളേജിൽ പോയ നിങ്ങളുടെ മകൾ തിരിച്ചു വരത്തില്ല. ഒരു കാര്യം പറയാം, നിങ്ങളുടെ ഈ റബ്ബർ എസ്റ്റേറ്റ്, നിങ്ങളുടെ തെങ്ങമ്പറയിടം, നിങ്ങളുടെ ഞാൻ ഇന്ന് കണ്ടത് എന്തൊരു പന, എന്താണ് ആയിൽ എണ്ണപ്പനയുടെ വരുമാനം, കരിമ്പിന്റെ വരുമാനം. യേശു കർത്താവ് ഇന്ന് രാത്രി വന്നാൽ ഇന്ന് രാത്രി വരെ നിങ്ങൾ അതിന്റെ ഫലം എടുക്കത്തുള്ളൂ. നാളെ മുതൽ കരിമ്പിന്റെ ഫലം നിങ്ങൾ എടുക്കത്തില്ല. നാളെ മുതൽ നിങ്ങളുടെ മക്കൾ ആരെങ്കിലും നല്ല പഠിത്തമുണ്ട്, ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, നല്ല പഠിത്തമുണ്ട്, ഓക്കെ, കർത്താവിന്റെ വരവ് വരെയുള്ള പഠനം. വരവ് കഴിഞ്ഞ് നിങ്ങളുടെ പിള്ളേരുടെ പഠനത്തിനോ വിലയില്ല. നിങ്ങളുടെ ബാങ്കിൽ കോടിക്കണക്കിന് രൂപ ബാങ്കിൽ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി യേശു വന്നാൽ നിങ്ങൾ കൈവിടപ്പെട്ടാൽ നാളെ ആ പണത്തിന് ഒരു വിലയുമില്ല. നാളെ ഞാൻ ചാർട്ടിൽ എങ്ങനെയെന്ന് പഠിപ്പിക്കും. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. അങ്ങനെ കർത്താവിന്റെ വരവ് കഴിയുമ്പോൾ നിങ്ങളുടെ മക്കൾ കണ്ടില്ലെന്ന് തേടി തിരുവല്ലയിൽ പോയി വിശന്നൊരു ഹോട്ടലിൽ ആഹാരം കഴിക്കുന്നു. നിങ്ങൾ കഴിക്കുന്ന ആഹാരം ചിലപ്പോൾ നിങ്ങളുടെ മക്കളുടെ മാംസമായിരിക്കും. ഹല്ലേലൂയ. ഞാൻ അടുത്ത കാലത്ത് കഴിഞ്ഞ വർഷം 2 വർഷം മുമ്പ് ദൈവകൃപയാൽ ആ റമദാൻ ലീവിൽ
ദോഹയിൽ ചില തമിഴ് സഭകൾ ചേർന്ന് ഈ ചാർട്ടിട്ട് ക്ലാസ് എടുക്കുവാൻ എന്നെ വിളിച്ചിരുന്നു. ഞാൻ അവിടെ പോയപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2007 ഞാൻ ദോഹയിലിരിക്കുമ്പോൾ ഞാൻ താമസിച്ച വീട്ടിന്റെ ഫ്രണ്ടിൽ 4 പേരെ പേപ്പറിലൊക്കെ വന്നത് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. എന്തിനെന്ന് ഞാൻ തിരക്കിയപ്പോൾ അറിഞ്ഞതാണ്, ആ 4 പേർ ഏതോ ഈ ഫിലിപ്പീൻസിന്റെ ആ ഭാഗത്തുള്ള 4 സഹോദരങ്ങൾ ചേർന്ന് ആരെങ്കിലും ഇരുട്ടത്ത് ഒറ്റയ്ക്ക് കിട്ടിയാൽ അവനെ അടിച്ചു കൊന്നിട്ട് അവന്റെ മാംസത്തെ പീസാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പ്രോട്ടയോ എന്തെങ്കിലും വാങ്ങി ഈ മനുഷ്യ മാംസം എടുത്ത് ഫ്രൈ ചെയ്ത് ഇവന് കഴിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരുത്തൻ മാംസം കഴിച്ചത് അവന്റെ തോൽ പോയി ഇവന്റെ വയറ്റിൽ ചിക്കി, ലൂസ് മോഷനായി. എന്ത് ചെയ്തിട്ട് സുഖമാകുന്നില്ല. ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ മനുഷ്യ മാംസത്തോൽ മുടി വയറ്റിലിരിക്കുന്നത് കണ്ടു. അവനോട് ചോദിച്ചപ്പോൾ അവൻ സത്യം പറഞ്ഞു. ഉടനെ അദ്ദേഹം പോലീസിന് ഫോൺ വിളിച്ചു. പോലീസ് വന്ന് നോക്കിയപ്പോൾ ദോഹയിൽ കാണാതായ പലർ ഇവർ തിന്നതാണ്. ഹല്ലേലൂയ. അപ്പൊ എനിക്ക് മനസ്സിലായി കർത്താവ് ഇത് ലോകത്ത് സംഭവിച്ചത്. എന്നാൽ കർത്താവിന്റെ വരവ് കഴിയുമ്പോൾ നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും ദോഹയിലുണ്ടെങ്കിൽ പിന്നെ അവർ വരത്തില്ല. ഫിലിപ്പീൻസുകാർ അവരവരൊക്കെ ഇവിടെ ഉപയോഗിച്ച് തിന്നും. അങ്ങനെ ബൈബിൾ പറയുന്ന ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിക്കാത്ത ഇനിയും ഒരു സംഭവം 2006 ഏപ്രിൽ 23 ദൈവകൃപയിൽ ദുബൈയിൽ സംഭവിച്ചത് ഏഷ്യാനെറ്റ് ന്യൂസിലും മലയാള മനോരമ പത്രത്തിലും വന്നു. ഒരു പാകിസ്ഥാനിയെ ഒരു ഇന്ത്യക്കാരൻ പരിഹസിച്ചു. അവനത് ഇഷ്ടപ്പെട്ടില്ല. ഉടനെ അവൻ ഈ പാകിസ്ഥാനി ഇന്ത്യനെ റോട്ടിൽ വിരട്ടി, പബ്ലിക്കിൽ വിരട്ടി, അവനെ വെട്ടിക്കൊന്ന് അവന്റെ നെഞ്ചിനെ വെട്ടി പിളർന്ന് ഹാർട്ട് എടുത്ത് പബ്ലിക്കിൽ തിന്നു. നിങ്ങൾ ചിലപ്പോൾ പത്രത്തിൽ വായിച്ചു കാണും, കേട്ട് കാണും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ വരവ് കഴിയുമ്പോൾ നമ്മുടെ മിക്കവാറും ബന്ധുക്കളെല്ലാം ദുബായിലൊക്കെ അല്ലേ, അവർ പാകിസ്ഥാനി അവരുടെ ഹാർട്ടൊക്കെ തിന്നുന്നതാ, കൈവിടപ്പെട്ടാൽ. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിക്കാത്ത, ഇനി ഒരിക്കലും സംഭവിക്കാത്ത വലിയ കഷ്ടം കർത്താവിന്റെ വരവ് കഴിയുമ്പോൾ സംഭവിക്കും. എന്താ കഷ്ടം, എങ്ങനെയാ സംഭവിക്കുന്നത്? ഇതൊരു ഇൻട്രഡക്ഷൻ ആണ്. ഞാൻ നാളെ നിങ്ങളെ ഈ ചാർട്ടിലെ സംഭവങ്ങളിലൂടെ നിങ്ങളെ പഠിപ്പിക്കും. ഹല്ലേലൂയ. ഈ വലിയ ന്യായവിധിക്ക് ഒരു 5-6 കാരണമുണ്ട്. സ്തോത്രം, സ്തോത്രം. നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഒരു ഞായറാഴ്ച മനഃപൂർവ്വം ആരാധനയ്ക്ക് വരാതിരുന്നാൽ മതി, ഈ ന്യായവിധിയിൽ പോവാം. എത്ര ഞായറാഴ്ച? സത്യത്തിൽ പറയണേ. അപ്പൊ മിക്കവാറും ഇവിടെയാണോ? കർത്താവിന്റെ വരവ് കൈവിടപ്പെടുമോ? എത്ര ഞായറാഴ്ച? സത്യത്തിൽ പറയും. എത്ര ഞായറാഴ്ച? ഒരു ഞായറാഴ്ച ആരാധനയ്ക്ക് വരാതിരുന്ന കർത്താവിന്റെ വരവ് കൈവിടപ്പെടും. നിങ്ങളാരും സ്തോത്രം പറയത്തില്ല, കാരണം എല്ലാരും പോക്കുന്നു തോന്നുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ ചർച്ചിലെ ഞായറാഴ്ച വർഷം പറക്കുന്ന ആദ്യം തീരുമാനം ഇതാണ്: ഈ വർഷം ദൈവമേ ഒരാരാധനയെ മുടക്കാതെ ആരാധനയ്ക്ക് പോകുന്നവർ അവരാണ് ആദ്യം എഴുന്നേൽപ്പിക്കുന്നത്. ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് തിരുപ്പൂർ ഞങ്ങളുടെ ചർച്ചയിൽ നിന്ന് 55-60 കിലോമീറ്റർ ദൂരത്തുനിന്ന് 3 കൊച്ചു കുഞ്ഞുങ്ങളും ഒരപ്പനമ്മയും ചർച്ചയിൽ വരും. ഞാൻ ഇപ്രാവശ്യം അവരുടെ വീട് വിസിറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വന്നത്. 60 കിലോമീറ്റർ എല്ലാ ഞായറാഴ്ചയും ചർച്ചയിൽ വരും, 60 കിലോമീറ്റർ ദൂരത്തുനിന്ന്. അവരോട് ചോദിച്ചു, അവരിന്ന് ഞാൻ പോയ ഉടനെ അവർ പറഞ്ഞത്, പാസ്റ്ററെ ദൈവം ഞങ്ങൾക്ക് ഒരു കൃപ ചെയ്ത്. എന്തെന്ന് ചോദിച്ചു, ഈ വർഷം മുഴുവതും ഇത്രയും അവർ വരണമെങ്കിൽ 100 രൂപ പിള്ളേർക്ക് ടിക്കറ്റ് എടുക്കണം ബസ്സിന്, ഒരാഴ്ച കൂലി വേല ചെയ്യുന്നവരാ. ഇത് പറഞ്ഞു, ഈ ഒരു വർഷവും ഒരാഴ്ച പോലും മുടങ്ങാതെ ദൈവത്തെ 60 കിലോമീറ്റർ ദൂരത്ത് നിന്ന് വന്ന് ആരാധിച്ചിട്ട് തിരിച്ചു പോകാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം ചെയ്തു എന്ന് അവർ പറഞ്ഞു. ഈ ആഴ്ച ഞാൻ വരുമ്പോൾ പറഞ്ഞതാണ്. ഹല്ലേലൂയ. ഞായറാഴ്ച ആരാധനയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവനേക്കാൾ വലുത്. യേശുവെ ഒരുത്തൻ പോയി പുതിയ നിയമത്തിൽ സ്വീകരിച്ചാൽ വാ എന്റെ കൂടി വാ എന്ന് പറയത്തില്ല. യേശു പറയും, ഒരുത്തൻ എന്റെ പുറകെ വരാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് അവസാനം തന്റെ ജീവനെയും ത്യജിച്ചില്ലെങ്കിൽ വെറുത്തില്ലെങ്കിൽ അവൻ എന്റെ ശിഷ്യനല്ല. ജീവനേക്കാൾ വലുതാണ് ആരാധന. എന്റെ പിതാവ് ഒരു നായർ കുടുംബത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നു. ഞങ്ങളുടെ ബന്ധുക്കളെല്ലാം കല്യാണം വെച്ചത് ഞായറാഴ്ചയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ നായന്മാരുടെ കല്യാണം എല്ലാം ഇന്ന് വരെ ഞങ്ങൾ ആരും ഒരു ആരാധന മുടക്കി ഞങ്ങളുടെ ബന്ധുക്കളുടെ കല്യാണത്തിന് പോയിട്ടില്ല. അല്ലേ പറയും. നാളെ ഞാൻ അത് വചനം പറയും, ചില സംഭവങ്ങൾ നാളെ പറയും. ആരാധനയാണ് ഏറ്റവും പ്രധാനം. ഒരു വിശ്വാസിക്ക് ഏറ്റവും വലുത് ആരാധനയാണ്. സ്തോത്രം പറയും. ആരാധന 10 മണിക്ക് ആരാധന എന്ന് വെച്ചാൽ 10:15 വരുന്നവരെ മിക്കവാറും കൈവിടപ്പെടും. ഹല്ലേലൂയ. അവർ ചെയ്യുന്ന തെറ്റ് എന്താണ് നാളെ ഞാൻ വചനത്തിലൂടെ പഠിപ്പിക്കും. ചിലർ വിചാരിക്കും ഇതൊന്നും അറിയാതിരുന്ന പ്രശ്നമില്ല. ഇന്ന് ചിലർക്ക് സമാധാനമൊക്കെ നഷ്ടപ്പെടും. നഷ്ടപ്പെട്ടാലും സാരമില്ല. നാളെ നിങ്ങൾ വരാതിരുന്നാൽ അത് കർത്താവിന്റെ വരവിൽ കൈവിടപ്പെടാൻ കാരണമാണ്. ഇരിക്കുന്ന ആരെങ്കിലും വന്ന വചനമുണ്ട്, നാളെ വചനം പഠിപ്പിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് വേറെ ഒരു വഴിയുമില്ല, എങ്ങനെ വന്നേ പറ്റത്തുള്ളൂ. സ്തോത്രം, സ്തോത്രം പറയും. നമ്മൾ കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടണമെങ്കിൽ കൈവിടപ്പെടുവാൻ ഒരു 5 കാരണം നാളെ പഠിപ്പിക്കും. എടുത്തുകൊള്ളപ്പെടുവാൻ കാരണം എടുത്തുകൊള്ളപ്പെടണമെങ്കിൽ
നമ്മളിൽ ഉണ്ടാകേണ്ട ചില സ്വഭാവങ്ങൾ എന്തൊക്കെയെന്ന് പഠിപ്പിക്കാം. ഒന്ന്, ലൂക്കോസ് വിശേഷം 14:14. വളരെ പെട്ടെന്ന് ആ പോയിന്റുകൾ പറഞ്ഞ് ഞാൻ നിർത്താം. ലൂക്കോസ് 14:14. ഒരാൾ കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടണമെങ്കിൽ ആകും. ഇല്ലല്ലോ. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ. അപ്പൊ ഈ പുനരുത്ഥാനത്തിന് പേരെന്ത്? നിങ്ങൾ പാടുമല്ലോ, നീതിമാന്മാരായ ജീവനും. ആരാ? ഇല്ലല്ല, നീതിമാന്മാരായ. അടുത്തത്, അവര് പറന്ന് സ്വർഗത്തിൽ പോകുമ്പോ ഞായറാഴ്ചക്ക് ആരാധനയ്ക്ക് വരാതെ നീതിമാൻ അല്ലാത്ത നിങ്ങൾ ക്ലാസ് കേട്ടിട്ടിരിക്കും, ഞാൻ പഠിപ്പിച്ചിട്ടിരിക്കും, കർത്താവ് വന്ന് കുറച്ചു പേരങ്ങ് പോകും. ഹല്ലേലൂയ. യേശുവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടണമെങ്കിൽ ആരായിരിക്കണം? സത്യത്തിൽ പറയണം. നീതിമാനായ ലോത്ത്, നീതിമാനായ നോഹ, അവരെ ദൈവം രക്ഷിച്ചു. അനർത്ഥത, കഷ്ടത ഭൂമിക്ക് വരുന്നതിന് മുമ്പ് നീതിമാന്മാരെ ദൈവം എടുത്തുകൊള്ളും. നീതിമാന്മാർ മരിച്ചാൽ അവർ പുനരുദ്ധരിക്കും. ഹല്ലേലൂയ. യേശുവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടണമെങ്കിൽ ആരാകണം? സത്യത്തിൽ പറയണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഞങ്ങളുടെ തമിഴ്നാട്ടിൽ ക്രിസ്ത്യാനികൾ ചേർന്ന് വലിയൊരു യോഗം നടത്തി. അതിൽ തമിഴ്നാട്ടിലെ ചീഫ് മിനിസ്റ്ററായി ഇപ്പൊ ഇരിക്കുന്ന കലഞ്ഞർ കരുണാനിധിയെ വിളിച്ചു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ബൈബിൾ കൊടുത്തു. അദ്ദേഹം ബൈബിൾ തുറന്നു. അദ്ദേഹം നാസ്തികനാണ്. ബൈബിൾ തുറന്നപ്പോൾ അദ്ദേഹം മേടയിൽ വന്നു. അന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ സ്റ്റേജിൽ വന്നു, എനിക്കൊരു വേദപുസ്തകം തന്നു. ഞാൻ തുറന്നപ്പോൾ എന്റെ കണ്ണിൽ കണ്ടത് നീതിമാൻ 7 പ്രാവശ്യം വീഴുന്നാലും ആ വചനമാണ് ദൈവം എനിക്ക് വചനത്തിൽ നിന്ന് ഞാൻ കണ്ടത്. അതുകൊണ്ട് അപ്രാവശ്യം ആ കയറി 7 പ്രാവശ്യം ഇലക്ഷനിൽ നിന്ന് തോറ്റ സമയമാണ്. ഈ വചനത്തെ പറഞ്ഞിട്ട് എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ ഈ വചനം നിങ്ങൾ കിട്ടിയത് കൊണ്ട് 7ാം പ്രാവശ്യം ഞാൻ നീതിമാനല്ല, എന്റെ കക്ഷി, എന്റെ പാർട്ടി നീതി കക്ഷിയാണ്, അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ ജയിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അതുപോലെ ജയിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. എന്നാൽ ശ്രദ്ധിക്കണേ, യേശു കർത്താവിന്റെ വരവിൽ നമ്മൾ പോകണമെങ്കിൽ ആരായിരിക്കണം? പറയണേ. ഹല്ലേലൂയ. അപ്പൊ നീതിമാന്റെ യോഗ്യതകൾ എന്തെന്ന് നമുക്ക് വായിക്കാം. എസേക്കിയൽ പ്രവചനം 18-ാം അധ്യായം 5-ാം വാക്യം മുതൽ പെട്ടെന്ന് 5-6 ഈ യോഗ്യത ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പോകത്തുള്ളൂ, ഇല്ലെങ്കിൽ കൈവിടപ്പെടും. വായിക്കണേ. എസേക്കിയൽ പ്രവചനം 18:5 മുതൽ. ഒരുത്തൻ നീതിമാനായിരുന്ന് ഇരുന്ന് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നുവെങ്കിൽ വിഗ്രഹങ്ങളിൽ അർപ്പിക്കപ്പെട്ടത് കഴിച്ചാൽ നീതിമാൻ എന്ന സ്ഥാനം നഷ്ടപ്പെടും. വിഗ്രഹങ്ങൾക്ക് വയ്ക്കപ്പെട്ടത് എന്ത് ചെയ്യരുത്? അത് ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. ഇസ്രായേൽ ഗ്രഹത്തിന്റെ വിഗ്രഹങ്ങൾക്ക് നേരെ. ആരുടെ വിഗ്രഹം എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ച ചില ആ വിഗ്രഹങ്ങൾ. അടുത്തത് ഞാൻ പറയുന്നില്ല. അടുത്തത്, വസൂലാക്കുകയോ ചെല്ലുകയോ. നോക്കണേ, ബൈബിളിൽ പ്രമാണം തന്നിട്ടുണ്ട്. ഒരു ഭാര്യ ഒരു ഭർത്താവ്. എത്ര ഭാര്യ? പറയണേ. 2 ഭാര്യ 2 ഭർത്താവുള്ള എല്ലാവരും കർത്താവിന്റെ വൈവി കൈവിടപ്പെടും. സ്വത്രം. 2 ഭർത്താവ് 2 ഭാര്യ ഉള്ള എല്ലാവരും എന്ത് ചെയ്യപ്പെടും? ഹല്ലേലൂയ. ഞങ്ങൾ തമിഴ്നാട്ടിൽ ഒരു പാസ്റ്റർക്ക് 2 ഭാര്യ. പബ്ലിക്കലി എല്ലാവരും അറിയാം. എത്ര ഭാര്യ? അവിടെ കുറച്ച് വിശ്വാസികൾ പോകുന്നു. ഞാൻ ഒരാളോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ സഭയിൽ പാസ്റ്റർക്ക് 2 ഭാര്യ? അത് ബൈബിളിൽ ദാവീദിന് 6 കിട്ടുന്നു, അബ്രഹാമിന് 7-8 ആയിരുന്നു. ഞങ്ങളുടെ പാസ്റ്റർക്ക് 2 ഉള്ളൂ. അവനോട് ചോദിച്ചു, നിനക്ക് എത്ര ഭാര്യ? അവന് 3 ഭാര്യ. ശ്രദ്ധിക്കണേ. അപ്പൊ യേശു കർത്താവിന്റെ വരവിൽ ഈ 2 ഭാര്യ 2 ഭർത്താവ് അവരെല്ലാരും കൈവിടപ്പെടും. ഒരിക്കലും ബൈബിൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഉള്ളവർ ദൈവരാജ്യം കാണത്തില്ല. ഹല്ലേലൂയ. നമ്മൾ ഈ ഭൂമിയിൽ അല്പകാലം ജീവിക്കും കർത്താവിന് വേണ്ടി. ചിലർക്ക് ഈ ഹല്ലേലൂയ 2 കല്യാണം കഴിക്കണമെന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ആദ്യത്തെ ഭാര്യ ഭർത്താവ് ശരിയില്ല, അവർ മരിച്ചു കഴിഞ്ഞാൽ 2ാമത് കല്യാണം കഴിക്കാം. അത് പ്രമാണം. അതുകൊണ്ട് ദൈവം പെട്ടെന്ന് എന്താ ഭാര്യ മരിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് മരിച്ചു പോകും. അങ്ങനെ പലരും മരിച്ചിട്ടുണ്ട്. അങ്ങനെ ദൈവം നമുക്ക് പ്രമാണം തരുന്നില്ല. ദൈവം തന്ന ഭാര്യ, ദൈവം തന്ന ഭർത്താവ്, കർത്താവിന്റെ വരവ് വിശുദ്ധിയോട് ജീവിക്കുന്നതല്ലാതെ വേറൊരു വഴി ദൈവം നമുക്ക് തരുന്നില്ല. ഹല്ലേലൂയ. അടുത്ത വായിക്കണം താഴോട്ട്. ആരോട് അന്യായം ചെയ്യുകയോ കടം വാങ്ങിയവന് പണയം തിരിച്ചു കൊടുക്കുന്നത് വരെയും നീതിമാനല്ല.
ഒരല്ലേ പറയും. എന്തെന്ത് കടം വാങ്ങിയിട്ട് ആ കാശ് എന്ത് ചെയ്യണോ? തിരിച്ചു കൊടുക്കുന്നത് ആരല്ല. എന്തുകൊണ്ടെന്നറിയാമോ? ഇവിടെ നിന്ന് നിങ്ങൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് അവരുടെ മോളെ കെട്ടിക്കാൻ വെച്ചിരുന്ന പൈസ ഒരു 1 ലക്ഷം രൂപ വാങ്ങി നിങ്ങൾ പ്രാമസറി നോട്ടോ അല്ലെങ്കിൽ ചെക്ക് ലീഫോ കൊടുത്തിട്ട് കടം വാങ്ങി. കർത്താവ് വന്നു നിങ്ങളെ കൂട്ടിയിട്ട് പോയി. അങ്ങനെ വീട്ടിൽ ഒന്ന് നോക്കിയപ്പോൾ ഇവിടെ ആളില്ല. അങ്ങനെ കോടതി കൊണ്ട് കേസ് കൊടുത്തപ്പോൾ ആരുടെ പേരിലാ കേസ്? ഇങ്ങനെ കടം വാങ്ങിയ ആളെ ആര് കൂട്ടിയിട്ട് പോയത്? യേശു കർത്താവ് ഈ 1000 വർഷ ഭരണത്തേക്ക് ഈ ഭൂമിയിലേക്ക് വരുമ്പോ ഈ തിരുവല്ലയിലും അവിടെ എവിടെയും കോർട്ടിലൊക്കെ യേശു കർത്താവിന്റെ പേര് ഒത്തിരി കേസിരിക്കും. കർത്താവ് ഓരോ കോടതിയാ പോയി കേസ് എത്തിക്കാൻ പോവോ? കർത്താവ് പറയും നീ വേണമെങ്കിൽ കൊടുത്തിട്ട് വാ, ഞാൻ എന്ന് പറഞ്ഞിട്ട് കൂട്ടു പോകത്തില്ല. ഹല്ലേലൂയ. 2 ടൈപ്പ് കടം നിങ്ങൾ വാങ്ങാം. ഈ ഒരു വീട് വയ്ക്കുന്നു, ലോൺ എടുത്ത് വീട് വയ്ക്കാം. സപ്പോസ് കർത്താവ് വന്നാൽ നിങ്ങൾ പോയാലും ലോണുകാർക്ക് വീടുണ്ടല്ലോ. നിങ്ങളൊരു ലോൺ എടുത്തൊരു കാർ വാങ്ങാം. കർത്താവ് വന്നാൽ നിങ്ങൾ പോയാലും കാർ ഇവിടെ കിടക്കുമല്ലോ. അതുകൊണ്ട് യേശു കർത്താവ് പെട്ടെന്ന് വരുമെന്ന് വലിയ എമൗണ്ട് വാങ്ങി ലോൺ എടുത്ത് വീട് വെച്ചാൽ നിങ്ങൾ കെട്ടാൻ പറ്റില്ലെങ്കിൽ ലോണുകാർ കൊണ്ടുപോകും, നിങ്ങൾ റോട്ടിൽ കിടക്കേണ്ടി വരും. അത് സൂക്ഷിച്ചോളാം. കഴിവതും ദൈവജനം, ഞാൻ ഞങ്ങളുടെ സഭയിൽ പ്രസംഗിക്കുന്നത്, മാക്സിമം ദൈവജനം ആരോടും കടം വാങ്ങരുത്. അല്ലല്ലേ പറയും? നിങ്ങൾ കടം കൊടുക്കുന്നതല്ലാതെ എന്ത് വാങ്ങരുത്. ഞാൻ ഈ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ വേദപുസ്തകം എടുത്തിട്ട് ഒരു തീരുമാനം ചെയ്തു, ആരോടും 1 രൂപ കടം ചോദിക്കരുത്. ദൈവം തന്നാൽ ജീവിക്കണം. ഇന്നുവരെയും ദൈവം അത്ഭുതമായി നടത്തി. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. അപ്പോൾ കടം വാങ്ങിയവർക്ക് തിരിച്ചെന്ത് കൊടുക്കണം? ഇത് പ്രസംഗിച്ചാലും പോകുന്ന വഴിയിൽ ഒരു 100 രൂപ താന്ന് കേൾക്കുന്നവരിവിടെ കാണാം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. കടം വാങ്ങി അടുത്ത് വായിക്കണം. നേരമായി പിടിച്ചു പറിക്കാതെയും തന്റെ അപ്പം വിശപ്പുള്ളവന്. നിങ്ങളുടെ ദേശത്ത് വസ്ത്രമില്ലാതെ ഒരാളിരുന്നാൽ വസ്ത്രം ധരിപ്പിക്കണം. വിശന്നിരിക്കുന്നവൻ കണ്ടാൽ അവന് ആഹാരം കൊടുക്കണം. ഒരിക്കൽ മാർട്ടിൻ ലൂതർ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് റോട്ടിൽ രാത്രി വരുമ്പോൾ ഒരു ഭിക്ഷക്കാരൻ വിറച്ചുകൊണ്ട് റോട്ടിന്റെ ഓരത്ത് കിടക്കുന്നു. ഇദ്ദേഹം പെട്ടെന്ന് താൻ ഉപയോഗിച്ച കോട്ടിന് 2ആയി കീറി അദ്ദേഹത്തിന് പാതി പോർത്തി വെച്ചിട്ട് ഇദ്ദേഹം റൂമിൽ വന്നു. അർദ്ധരാത്രി ഇദ്ദേഹം കിടക്കുമ്പോൾ യേശു കർത്താവ് റൂമിൽ വന്നു. ദർശനത്തിന് ഇദ്ദേഹം കാണുന്നു യേശു കർത്താവ് പാതി കോട്ടിട്ട് റൂമിൽ വരുന്നു. അപ്പൊ യേശുവിനോട് ഇദ്ദേഹം ചോദിച്ചു, യേശുവേ പാതി കോട്ടില്ലേ ഉള്ളൂ, മീതി എവിടെയെന്ന് ചോദിച്ചു. യേശു പറഞ്ഞു, നീ എനിക്ക് പാതിയില്ലേ തന്നെന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞ, യേശുവാണോ ആ വേഷത്തെ അവിടെ കടന്നത്? അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ യേശുവിനെ എന്റെ വീട്ടിൽ കൊണ്ടുവരുമായിരുന്നു. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, ഈ ചെറിയവരിൽ ഈ ദരിദ്രരിൽ ഒരാൾക്ക് നിങ്ങൾ എന്ത് ചെയ്തോ അത് യേശുവിനാണ് ചെയ്തത്. ബൈബിൾ പറയുന്നു, വേദപാരകർ, പരീശന്മാർ, ശാസ്ത്രികൾ എന്നിവരുടെ നീതിയിലും നിങ്ങളുടെ നീതി കവിഞ്ഞില്ലെങ്കിൽ, അധികമായില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യം കിടക്കത്തില്ല. ഇത്രയും സൗകര്യമുള്ള നിങ്ങൾ സാധുക്കളായ പലർക്ക് നിങ്ങൾ വീട് പണിത് കൊടുക്കുന്നത് തെറ്റില്ല. സാധുക്കളായ കുഞ്ഞുങ്ങളുടെ വിവാഹം കഴിപ്പിക്കാൻ പൈസ കൊടുക്കുന്നത് തെറ്റില്ല. വസ്ത്രം ധരിപ്പിക്കുന്നത് തെറ്റില്ല. അല്ലല്ലോ. ആമേൻ. ദൈവകൃപയിൽ ഞങ്ങളുടെ താരാപുരത്തെ വീടില്ലാതെ ഇതുവരെ ഏതാണ്ട് 9 പേർക്ക് ദൈവകൃപയിൽ വീട് പണിത് കൊടുക്കാൻ ദൈവം ഭാഗ്യം തന്നു. ഇപ്പോൾ ഞാൻ ഗൾഫിൽ പോയപ്പോൾ ഒരു സഹോദരൻ വന്നു, ഒരു കുടുംബം, ഒരു സഹോദരി, ഭർത്താവ് മരിച്ചുപോയി, കറണ്ട് സോക്കറ്റ് മരിച്ചു, 2 കൊച്ചു കുഞ്ഞുങ്ങൾ, ഹൈന്ദവര. ആ 2 കുഞ്ഞുങ്ങളെയും കൊന്നിട്ട് ഈ സ്ത്രീയെ വേറൊരുത്തന്നെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. ഈ അമ്മ ഇതറിഞ്ഞു 2 കുഞ്ഞുങ്ങളെ എടുത്തിട്ട് വീട്ടിൽ നിന്ന് ഓടി. അവൾക്ക് സമാധാനമില്ല. നേരെ ഞങ്ങളുടെ ചർച്ചിൽ വന്നു. ദൈവകൃപയാൽ അവൾ രക്ഷിക്കപ്പെട്ടു. എൻ്റെ കയ്യിൽ അവൾ സ്നാനപ്പെട്ടു. 2 കുഞ്ഞുങ്ങൾ ഞങ്ങൾ ഒരു കൊച്ചു വീട് ഏർപ്പെടുത്തി. മാസം ഒരു ചെറിയ വാടക കൊടുത്ത് അവിടെ താമസിപ്പിക്കും. ഞാൻ ഗൾഫിൽ പോയപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഒരു കുടുംബം ആ സഹോദരിക്ക് വീട് വയ്ക്കുവാനുള്ള സഹായം തന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതുപോലെ 9 പേർക്ക് ദൈവകൃപയിൽ വീട് വെച്ച് കൊടുക്കാൻ ദൈവം ഭാഗ്യം തന്നു. ദൈവകൃപ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇതുപോലെ നിങ്ങൾ സാധുക്കൾക്ക് സഹായിച്ചാൽ തന്നെ നീതിമാനാകാൻ പറ്റും. ദൈവം നിങ്ങൾക്ക് സമ്പത്തും ധനവും തന്നത് നിങ്ങൾ മറ്റും അനുഭവിക്കാനല്ല, ബാങ്കിലിട്ട് സൂക്ഷിപ്പാനല്ല. സാധുക്കളെ നിങ്ങൾ സഹായിക്കണം. അടുത്തത് വായിക്കണേ. കൊടുക്കുകയും ഉടുപ്പിക്കുകയും പലിശയ്ക്ക് കൊടുക്കുകയോ ലഞ്ചം കൈക്കൂലി വാങ്ങുകയോ ചെയ്യാതിരിക്കുകയും നീതികേട് ചെയ്യാതെയും ഇരിക്കുന്നവൻ വഴക്കിന് വിധിക്കുകയും ചെയ്യുന്നവൻ അത്രേ നീതിമാൻ. മതി അത് ഒത്തിരി എഴുതിയിട്ടുണ്ട്. അതാണ് നീതിമാൻ. സ്തോത്രം. അപ്പൊ ചിലർക്കൊരു സംശയം. ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്നു. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, നിങ്ങൾക്കൊരു നല്ല പ്ലസ് പോയിന്റ് ഉണ്ട്, നീതിമാൻ ഒരുത്തൻ പോലും ഇല്ല. അപ്പൊ എല്ലാവർക്കും സന്തോഷമായി. ഒരുത്തരും പോകത്തില്ല, ഞാനും പോകത്തില്ല. ഹല്ലേലൂയ. വായിക്കണേ. റോമാലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം വായിക്കുകയും ബൈബിൾ പറയുന്നു കർത്താവിന്റെ വരവിൽ. റോമാലേഖനം 3:10. റോമൻസ് 3:10. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല. എല്ലാവർക്കും സന്തോഷമായി. ഒരുത്തരും പോകത്തില്ല അല്ലേ?
എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ സെക്കൻഡിൽ എല്ലാവരും ശ്രദ്ധിക്കണം. എൻ്റെ ജീവിതത്തിൽ നിറയെ കുറ്റങ്ങളുണ്ട്. ഞാനും നീതിമാനല്ല ഇവിടെ പ്രസംഗിക്കുമ്പോൾ. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ആരും നീതിമാൻ അല്ലാതിരിക്കാം. എന്നാൽ ഇപ്പോൾ ഞാൻ ഈ പ്രസംഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്ഥലത്ത് എന്നെ നീതീകരിപ്പിക്കുന്ന, എന്നെ നീതിമാനാക്കുന്ന യേശു കർത്താവ് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഈ നോട്ടീസ് കണ്ടപ്പോൾ, ഈ വാൾ പോസ്റ്റ് കണ്ടപ്പോൾ നിങ്ങൾ വന്ന് ഇത്രയും നേരം ഇവിടെ ഇരുന്നതിന് ദൈവം നീതിയായി കാണുന്നു. തമിഴ്നാട്ടിൽ നിന്ന് കടന്നു വന്ന എൻ്റെ പ്രസംഗ ശബ്ദം നിങ്ങൾ കേൾക്കുന്നത് ദൈവം നീതിയായി കാണുന്നു. ഞാൻ പറയുന്ന ഓരോ വാക്കുകളും ദൈവകൃപയാൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ദൈവം നീതിയായി കാണുന്നു. ഇപ്പോൾ ഈ നീതിയായി കാണുന്ന ദൈവം നമുക്ക് ചെയ്യുന്നത് എന്ത്? അതേ അധ്യായം 23 വാക്യം വായിക്കും. റോമർ 3:23. ഒരു വ്യത്യാസവുമില്ല, ചെയ്ത് ഇല്ലാത്തവരായി തീരുന്നു. കൃപയാൽ ക്രിസ്തു യേശുവിലുള്ള വീണ്ടെടുപ്പ് മുഖാന്തരം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. ശ്രദ്ധിക്കണം, ഈ ദൂത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് കൃപയുടെ യുഗമാകയാൽ എനിക്ക് വേണ്ടി യേശു കർത്താവ് മധ്യസ്ഥത വഹിച്ച പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, ഹല്ലേലൂയ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഈ ദൂത് പറയുമ്പോൾ വളരെ ഭാരത്തോട്, നിങ്ങളുടെ ആത്മാവിടെ ഉത്തരവാദിത്തോട് ഈ ഗ്രൗണ്ടിൽ നിന്ന് എളിയവൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്നേക്കാൾ ഭാരത്തോട് പിതാവിനോട് യേശു കർത്താവ് ഈ ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ജനം ചെയ്ത പാപം ഇപ്പോൾ ക്ഷമിക്കണേ എന്ന് ഈ കൃപായുഗത്തിന്റെ അവസാനത്തിൽ യേശു കർത്താവ് എനിക്ക് വേണ്ടി പിതാവിനോട് പശ്ചാത്താപിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, ഈ ഗ്രൗണ്ടിൽ ഇരിക്കുന്ന നിങ്ങൾ ഈ ഗ്രൗണ്ട് വിട്ട് പോകുമ്പോൾ ഇപ്പോൾ നീതിമാനായി നിങ്ങൾക്ക് പോകുവാൻ പറ്റും. ഏതെങ്കിലും തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചെങ്കിൽ, നിങ്ങൾ ചിലപ്പോൾ ആരാധനയ്ക്ക് വരാതിരുന്നെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും കള്ളമോ ചീത്തയോ ആരെങ്കിലും വഞ്ചിക്കുകയോ ചെയ്തെങ്കിൽ ദൈവം കൃപയാൽ നിങ്ങൾക്ക് ക്ഷമിച്ച് നിങ്ങളെ കഴുകി നിങ്ങളെ ശുദ്ധീകരിച്ച് ഈ ഗ്രൗണ്ടിൽ നിന്ന് പോകുമ്പോൾ നീതിമാനായി നിങ്ങൾക്ക് പോകുവാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അതിനൊരു കാര്യം നിങ്ങൾ ചെയ്യണേ. നമ്മൾക്കൊരു ക്വസ്റ്റ്യൻ വരും, എന്ത് ചെയ്യണം? ബൈബിൾ പറയുന്നത് തന്റെ പാപങ്ങളെ മറയ്ക്കുന്നവന് അത് ഏറ്റുപറഞ്ഞ്, ഒരു വാക്ക് ഏറ്റുപറഞ്ഞു, ദൈവമേ ഞാൻ തെറ്റ് ചെയ്തു, സത്യം എന്നോട് ക്ഷമിക്കണേ. ഒരു ഇളയ പുത്രൻ മടങ്ങി വന്നപ്പോൾ ആ സ്വന്തം അപ്പൻ ഓടി വന്ന് അവനെ കെട്ടി അണച്ച് അവൻ ചെയ്ത കുറ്റങ്ങൾ ക്ഷമിച്ചതുപോലെ ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ 2 കരം, നിങ്ങൾ പുത്രനാണ്, മക്കളാണ്, എന്നാൽ എന്തോ തെറ്റുകൾ വന്നുപോയി, ദൈവസന്നിധി വിട്ട് അകന്നുപോയി, നിങ്ങളെ സ്നേഹിക്കുന്ന 2 കരം ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. ശരി, ഒന്ന് നീതിമാൻ. രണ്ടാമത് മൂന്നാമത് പോയിന്റ് ഞാൻ വചനം മാത്രം പറഞ്ഞു പോകാം. രണ്ടാമത് ആര് കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടും? വായിക്കാം. റോമാലേഖനം 6-ാം അധ്യായം 5-ാം വാക്യം. റോമർ 6:5. യേശുവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുന്നത്, കർത്താവിന്റെ വരവിൽ രൂപാന്തരപ്പെടുന്നത് ആര്? അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തിൽ ഏകീഭവിച്ചവരാണെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തിലും. ഇതിന് ദൂത് ഞാൻ വ്യാഖ്യാനിച്ച് പെട്ടെന്ന് പറയാം, നേരമായി. ഹല്ലേലൂയ. ഒരല്ലേ പറയാം. നിങ്ങളിപ്പോ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങി, ഞാൻ പോവോ പോവില്ലയോ? നിങ്ങളിപ്പോ എന്റെ പ്രസംഗം കേൾക്കാൻ ഇഷ്ടമില്ലെന്ന് തോന്നുന്നു. നിങ്ങളിപ്പോ ഞാൻ കൈവിടപ്പെടുമോ, കൈവിടപ്പെട്ട എന്ത് ചെയ്യുന്നത്, ഇപ്പവേ കുറച്ച് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു തുടങ്ങി. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം. ഈ മാട്ടിന്റെ മുമ്പിൽ നിങ്ങൾ എന്തിടും? മാടിന് തിന്നാ എന്തിടും? പുല്ല്. അത് ആദ്യം എന്ത് ചെയ്യും? തിന്നിട്ട് എന്ത് ചെയ്യത്തില്ല? മാട് ഉറങ്ങത്തില്ല. രാത്രി മുഴുവൻ എന്ത് ചെയ്യും? അതുപോലെ നിങ്ങൾ ഒരാഴ്ച, ഇന്ന് ഈ ക്ലാസ്സൊക്കെ സ്റ്റാർട്ടിങ് ആണ്, നാളെ ഞാൻ എടുക്കുന്നതാണ് ഭയങ്കര ക്ലാസ്. നിങ്ങളുടെ മേൽ വരാൻ പോകുന്ന കർത്താവിന്റെ വരവിൽ കൈയിടപ്പെട്ടവരെന്ന് ഒരാഴ്ച നിങ്ങൾക്ക് ഉറക്കം വരത്തില്ല. നാളത്തെ ക്ലാസ് അത് വരാതിരുന്നാൽ പിന്നെ ചിലപ്പോൾ നിത്യമോ ഉറക്കം വരത്തില്ല. ഇത്രയും ചെലവ് ചെയ്ത് ഇത്രയും പോസ്റ്റൊക്കെ അടിച്ച് ഒട്ടിയിട്ട് നിങ്ങളുടെ മുറ്റത്ത് ഞാൻ ഇത്രയും തൂക്കി, ഭയങ്കര വെയിറ്റ് ആണ്, ഏതാണ്ട് 7-8 കിലോ ഒരു ചാർട്ടുണ്ട്. ഇതുപോലെ 2 ചാർട്ടും കൊണ്ടുവന്ന് ഈ ട്രെയിനിലൊക്കെ കയറി വന്ന് നിങ്ങൾ ഈ ക്ലാസ്സിൽ വരാതിരുന്നാൽ പിന്നെ അത് വലിയ ന്യായവിധിയാ. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാവരും നാളെ വരണം. നാളത്തെ ക്ലാസ് നിങ്ങൾ കേൾക്കണം. പ്രത്യേകിച്ച് കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടണമെങ്കിൽ ബൈബിൾ പറയുന്നു, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോ അവന്റെ മരണത്തിന് സാദൃശ്യത്തിൽ ഏകീഭവിക്കണം. പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. അങ്ങനെ ഏകീഭവിച്ചാൽ പുനരുത്ഥാന സാദൃശ്യത്തിൽ. അപ്പൊ യേശു കർത്താവ് വരുമ്പോ നമ്മൾ ആരെ പോലെ മാറും? യേശുവിനെ പോലെ മാറണമെങ്കിൽ ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ ഏത് സാദൃശ്യത്തിൽ ഏകീഭവിക്കണം? ക്രിസ്തുവിന്റെ അല്ല, നിങ്ങൾ അത് പറയുന്നില്ല ശരിക്കും, മരണത്തിന്റെ. എന്നാൽ ഈ അധ്യായം 3-ാം വാക്യം വായിച്ചാൽ, വായിക്കണേ, മരണത്തിന് സാദൃശ്യത്തിൽ നമ്മളെ ഏകീഭവിക്കുന്നത് എന്ത്? യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ എല്ലാവരും
അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തിൽ തമിഴ് ബൈബിളിൽ ഏകീഭവിപ്പാൻ സ്നാനമേറ്റു എന്ന് അറിയുന്നില്ലയോ? അപ്പൊ ശ്രദ്ധിക്കണം, ഈ വചന വ്യവസ്ഥയിൽ ഒരു മനുഷ്യൻ കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടണമെങ്കിൽ, ഈ ബൈബിൾ സത്യമാണെങ്കിൽ, പിതാപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടെങ്കിൽ മാത്രമേ അവർ കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുകയുള്ളൂ. 15 വയസ്സ് കഴിഞ്ഞ് ഒരു കുഞ്ഞു പോലും നന്മ തിന്മ അറിയുന്ന വയസ്സ് കഴിഞ്ഞ് അവൻ എന്ത് ചെയ്യണം? സ്നാനപ്പെടണം. ഹല്ലേലൂയ. എന്റെ പിതാവ് സ്നാനപ്പെട്ടത് കൊണ്ട് പല ഏക്കർ സ്വത്ത് ഞങ്ങൾക്ക് നഷ്ടമായി. ഹല്ലേലൂയ. ട്രിവാൻഡ്രത്ത് ഒരു സഹോദരി സ്നാനപ്പെട്ടു, ഇതുപോലെ ക്ലാസ്സിൽ വന്നു, ഇസ്ലാമിൽ നിന്ന് വന്ന സഹോദരിയാണ്. സ്നാനപ്പെട്ട വെള്ളത്തിൽ നിന്ന് കരകയറിയണം, സ്വന്തം ഭർത്താവ് ഒന്ന് കത്തി കൊണ്ട് വയറ്റിൽ കുത്തി സ്നാനക്കടവിൽ കൊന്നു. ആ സഹോദരി സ്നാനക്കടവിൽ മരിച്ചു. ഇതുപോലെ സ്നാനപ്പെട്ട ഉടനെ മരിച്ചവർ നൂറുകണക്കിന് ആളുകളുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും പ്രധാന കർത്താവ് തന്ന കൽപ്പന, നിങ്ങൾ പുറപ്പെട്ടു പോയി സകല ജാതി ജനങ്ങളെ ശിഷ്യന്മാരാക്കി, പിതാവിന്റെയും പുത്രന്റെയും. അപ്പൊ സ്നാനപ്പെടും. മരണത്തിന് സാദൃശ്യത്തിൽ ഏകീഭവിച്ചാൽ സ്നാനപ്പെട്ടെങ്കിൽ മാത്രമേ. അങ്ങനെയാണെങ്കിൽ മുഴുകി ജലസ്നാനം പ്രാപിക്കാത്ത ഒരുത്തരും ഈ വചന വ്യവസ്ഥയിൽ കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുവാൻ കഴിയുകയില്ല. അങ്ങനെ സ്നാനപ്പെട്ടവർ കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടും. ഹല്ലേലൂയ. മൂന്നാമത് 4ാമത് പോയിന്റ് ഞാൻ പറഞ്ഞു പോകാം, നേരമില്ല. ഒന്ന്, റോമർ 8:11 അവിടെ എഴുതിയിട്ടുണ്ട്, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ മരണത്തിന് ഹേതുവായ നിങ്ങളുടെ ശരീരങ്ങളെയും മറ്റു ശരീരങ്ങളെയും ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്നാൽ അതിന്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവ് ഈ ശരീരത്തിൽ ഉണ്ടായിരിക്കണം, അവർ കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടും. സ്തോത്രം. 4ാമത് യോഗ്യത, യോഹന്നാൻ സുവിശേഷം 6:54. നേരമില്ലാത്തതുകൊണ്ട് വ്യാഖ്യാനിക്കുന്നില്ല. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, ഞാൻ അവനെ ഒടുക്കലത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. മുടങ്ങാതെ തിരുവത്താളത്തിൽ സംബന്ധിക്കുന്നവർ, ആ തിരുവത്താളത്തെ കുറിച്ച് ഞാൻ കുറച്ച് വ്യാഖ്യാനിക്കാറുണ്ട്, നേരമില്ല. തിരുവത്താളം സംബന്ധിക്കുന്നവർ കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടും. ഹല്ലേലൂയ. 5ാമത് യോഗ്യത, കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടണമെങ്കിൽ നാളെ ഞാൻ പഠിപ്പിക്കും. അവിടെ ലാസ്റ്റ് എഴുതിയിട്ടുണ്ട് ബുക്ക് ഓഫ് ലൈഫ്. പറയണേ, ബുക്ക് ഓഫ് ലൈഫ്. അതിന് പേര് ജീവന്റെ പുസ്തകം. ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവർ മാത്രം കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടും. നാളെ വചനം പറയും, ജീവന്റെ പുസ്തകത്തിൽ പേര് എഴുതിയിട്ട് 3 പേരുടെ പേര് ദൈവം മായ്ച്ചു കളയും. ആ മായ്ക്കപ്പെടുന്നവരാര്? വചനം പറയും, ഒരു കൊച്ചു പിണക്കം ജീവന്റെ പുസ്തകത്തിൽ പേര് മായ്ക്കുവാൻ കാരണമാകും എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. അപ്പൊ നാളെ നിങ്ങൾ വന്നാൽ നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നത് ഇവിടെ ഇരുന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും. എങ്ങനെ അറിയാം? നാളെ അതൊക്കെ പഠിപ്പിക്കും. അങ്ങനെ ജീവന്റെ പുസ്തകത്തിൽ പേരിരിക്കണം. എപ്പോ പേര് ദൈവം എടുത്താൽ എവിടെ മാറ്റും, പേരെടുത്താൽ എങ്ങനെ അറിയാം? നാളത്തെ ക്ലാസ്സും അതൊക്കെയും പഠിപ്പിക്കും. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ഈ ക്ലാസ് ഇവിടെ നിർത്തുന്നു. അതിനു മുമ്പായി ഒരു സംഭവം പറയുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ലണ്ടനിൽ ഒരു വലിയ ചർച്ച് നടന്ന സംഭവം. ചർച്ചിന് ഓപ്പോസിറ്റ് ഒരു സിനിമ നടികൈ, ആ സഹോദരി മിസ്രി കാർഡി എന്ന് പേര്. എല്ലാ ഞായറാഴ്ചയും ഇവിടെ ആരാധന നടക്കുമ്പോൾ ചർച്ചിന് ഓപ്പോസിറ്റ് ഒരു ഓഡിറ്റോറിയം പണിത്, അതിൻ്റെ അകത്ത് സിനിമ പാട്ട് പാടി ഡാൻസ് കളിക്കും. അവിടെ കോമഡികൾ ഉണ്ടായിരിക്കും. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെയും പ്രാർത്ഥിച്ചാൽ തുടങ്ങുന്ന, അവിടെ ഡാൻസും കോമഡിയും. ഇവിടെ വരുന്ന ജനമെല്ലാം അങ്ങോട്ട് പോകാൻ തുടങ്ങി. പാസ്റ്റർ സങ്കടത്തോട് ഒരു ശനിയാഴ്ച വൈകിട്ട് റോട്ടിന്റെ സൈഡിൽ നിൽക്കുമ്പോൾ ഈ സിനിമ നടികை ഈ പാസ്റ്റർക്ക് ഒരു കാർഡ് കൊടുത്തിട്ട്, പാസ്റ്റർ, ഞങ്ങളുടെ ഓഡിറ്റോറിയത്തിൽ ആളുകൾ ടിക്കറ്റൊക്കെ എടുത്ത് പൈസ കൊടുത്ത് വരുന്നു, നിങ്ങൾ എന്തിനാ ഇവിടെ സ്വോത്രം പറഞ്ഞിട്ടിരിക്കുന്നത്? നിങ്ങൾ എൻ്റെ ഓഡിറ്റോറിയത്തിൽ വരും, നിങ്ങൾ അവിടെ 2 വാക്ക് പ്രസംഗിക്കുക, അവിടെ എത്ര ജാളിയായിരിക്കുന്നു എന്ന് പറഞ്ഞു. പാസ്റ്റർ കരഞ്ഞിട്ട് ആ സ്ത്രീയോട് ഇംഗ്ലീഷിൽ 3 വാക്ക് പറയും. ജീസസ് ലവ്സ് യു, ജീസസ് ഡൈഡ് ഫോർ യു, സ്റ്റിൽ ദ ക്രോസ് ഈസ് വെയിറ്റിംഗ് ഫോർ യു. യേശു നിന്നെ സ്നേഹിക്കുന്നു, യേശു നിനക്ക് വേണ്ടി മരിച്ചു, യേശുവിന്റെ കുരിശ് നിനക്ക് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുന്നു. ഇത്ര വാക്ക് പറഞ്ഞുള്ളൂ. പാസ്റ്റർ സങ്കടത്തോട് കണ്ണീരോടെ പാസ്റ്റർ അകത്ത് കയറി. ഈ സഹോദരിയെ ആരോരുത്തർ സ്നേഹിച്ച് കൈവിട്ടിരുന്ന സമയം, എന്നെ സ്നേഹിക്കുന്നതാ, യേശു നിന്നെ സ്നേഹിക്കുന്നു, യേശു നിനക്ക് വേണ്ടി മരിച്ചു, ആ ക്രോസ് ഇന്ന് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. വീട്ടിൽ വന്നു, 3 വാക്ക് മുമ്പിൽ നിൽക്കുന്നു. അടുത്ത ദിവസം ഞായറാഴ്ച ഓഡിറ്റോറിയത്തിൽ വന്നു, മൈക്കെടുത്ത് പാടാൻ പറ്റുന്നില്ല, 3 വാക്ക് മുമ്പിൽ നിൽക്കുന്നു. ജീസസ് ലവ്സ് യു, ജീസസ് ഡൈഡ് ഫോർ യു, സ്റ്റിൽ ദ ക്രോസ് ഈസ് വെയിറ്റിംഗ് ഫോർ യു. പാടാൻ പറ്റുന്നില്ല. ആ സ്ത്രീ പറയും, ഇന്ന് എനിക്ക് ഇവിടെ പാടാൻ പറ്റുന്നില്ല, അടുത്ത ആഴ്ച ഞാൻ എവിടെ പാടുമെന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ് സെൽ ചെയ്താൽ മതി എന്ന് നേരെ പാസ്റ്റർ എടുത്ത് വരും. പാസ്റ്റർ, എനിക്കൊരു ബൈബിൾ വേണമെന്ന് ചോദിക്കും. പാസ്റ്റർ യോഹന്നാൻ സുവിശേഷം വായിക്കാൻ പറയും. 1-ാം അധ്യായം വായിച്ചു, 2-ാം അധ്യായം വായിച്ചു,
3-ാമത്തെ 16-ാം വാക്യം വായിച്ചപ്പോൾ ദൈവം അവളെ സന്ദർശിച്ചു. കാണാതെ വാക്യം പറയും, ദൈവം തന്റെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ തന്നു ലോകത്തെ. ഈ വചനം വായിച്ചപ്പോൾ അവൻ നിലവിളിച്ചു കരഞ്ഞു, പാപത്തേറ്റ് പറഞ്ഞു. അടുത്ത ഞായറാഴ്ച അവൾ പറഞ്ഞു, ഞാൻ ഈ ഞായറാഴ്ച പള്ളിയിൽ പാടുമെന്ന് പറഞ്ഞു. നല്ല വസ്ത്രം ധരിച്ച് അവൾ പാടിയ പാട്ട് തമിഴ് ജ്ഞാനപ്പാട്ട് കീർത്തനം ഞങ്ങളുടെ പാട്ട് പുസ്തകത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നാൻ പാവി താൻ ആണാൾ നീർ മാസറ്റ രക്തം ചിന്തിനീർ വായണ്ട് എന്നെ അളൈത്തീർ എൻ മീட்பரே വന്ദേൻ വന്ദേൻ എന്നൊരു പാട്ട് തമിഴിലുണ്ട്. ആ പാട്ട് അവൾ എഴുതിയിട്ടുണ്ട്. മിസ്രി കോർഡിയർ ആ പാട്ട് എഴുതിയാണ്, ട്രാൻസ്ലേഷൻ പാട്ട്. ആ പാട്ട് പാടി അവൾ ഞായറാഴ്ച പാടും. ലണ്ടനിൽ ഒരു ഉണർവുണ്ടായി. ഇന്ന് ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ വരാൻ പോകുന്ന നിത്യനിശിക്ഷയിൽ നിന്ന്, വരാൻ പോകുന്ന ആപത്തൊന്ന് രക്ഷപ്പെടുവാൻ എൻ്റെ പ്രസംഗം കേൾക്കുന്ന നിങ്ങളെ യേശു സ്നേഹിക്കുന്നു. യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു. ആ ക്രോസ് ഇന്ന് നിങ്ങൾക്ക് കാത്തിരിക്കുന്നു. എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാമോ? നാളെ നമുക്ക് അല്പം ഞാൻ നിറയെ നേരം പ്രസംഗിക്കും, ഒത്തിരി ദൂത് പറയും. ഇന്ന് ഒരിക്കൽ കൂടി നമുക്ക് കർത്താവിൻ്റെ കരുത്തിൽ ഏൽപ്പിക്കാം. എല്ലാവരും തലകളെ ദൈവസന്നിധിയിൽ ഉയർത്തിപ്പിടിക്കാം. തലകളെ ഉയർത്തി പ്രാർത്ഥിച്ചുമ്പോൾ ഈ സ്ഥലത്ത് ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നത് എനിക്ക് കാണുവാൻ പറ്റുന്നു. നിങ്ങളുടെ കരത്തിൽ ദിവസങ്ങളായി അല്പ വിശ്വാസ കുറവ് സംഭവിച്ച് ഹൃദയത്തിൽ ചില അവിശ്വാസങ്ങൾ ഉണ്ടായി, ചില അറിയാതെ ചില കൊച്ചു പാവങ്ങൾക്ക് അടിമയായി, ടിവിയിൽ ഇന്റർനെറ്റിൽ അതുപോലെ തന്നെ ചില ആവാസങ്ങൾക്ക് അടിമയായി അല്പമായി ദൈവത്തെ വിട്ട് വിലകിപ്പോകുന്ന ചില പ്രിയപ്പെട്ടവരിവിടെ ഉണ്ട്. രക്ഷിച്ച ദൈവം ഇന്ന് രാത്രി ഞങ്ങളെ രക്ഷിക്കുന്നതിനായി സ്തോത്രം. അല്പസമയം കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. എല്ലാ കരങ്ങളും അടിക്കട്ടെ, എല്ലാ കരങ്ങളും തട്ടട്ടെ, എല്ലാ കണ്ണുകൾ അടച്ച് അല്പസമയം ദൈവത്തെ സ്തുതിക്കാം. ആരാധന ചില ബന്ധനങ്ങൾ അടിക്കട്ടെ. ഭഗവാൻ ദൈവം കൃപ തരണമേ, രക്ഷയുടെ സന്തോഷം കൊടുക്കണമേ, നഷ്ടപ്പെട്ട കൃപ തിരിച്ചു തരണമേ. ആത്മശക്തി വ്യാപരിക്കട്ടെ, ആത്മശക്തി വ്യാപരിക്കട്ടെ, ഈ ദേശത്ത് ആത്മശക്തി വ്യാപരിക്കട്ടെ. ഞങ്ങൾ ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ബന്ധനങ്ങൾ അഴിയട്ടെ, ചില ബന്ധനങ്ങൾ അഴിയട്ടെ. അവിചാര ബന്ധനങ്ങൾ, മനുഷ്യ ബന്ധനങ്ങൾ, സാമ്പത്തിക ബന്ധനങ്ങൾ, വിടക്കുകളിലെ ബന്ധനങ്ങൾ ഇപ്പോൾ അഴിഞ്ഞു മാറുന്നതിനായി സ്തോത്രം. ഇവിടെ ചില സൗഖ്യം പ്രാപിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ കരങ്ങൾ തുടങ്ങുന്നതിനായി സ്തോത്രം. ചിലർക്ക് യേശുവിന്റെ പ്രത്യക്ഷപ്പെടണമേ, ദൂരത്തെ വചനം ശ്രദ്ധിക്കുന്നവരെ ദൈവം സന്ദർശിക്കണമേ. വിടുവിക്കുന്നതിനായി സ്തോത്രം. എല്ലാവരും ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം.